വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളും പരിശുദ്ധാത്മാവ് സംസാരിക്കട്ടെ. ഞാൻ എവിടെയും വചനം ശുശ്രൂഷിക്കാൻ അല്ലെങ്കിൽ എന്റെ ടെസ്റ്റിമണി പറയാൻ പോകുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരിക്കൽ പരിശുദ്ധാത്മാവ് എനിക്കൊരു വെളിപ്പാട് നൽകി തന്നു. ഞാൻ ഇപ്പോഴും കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഞാൻ കഴിവില്ലാത്തവളാ, ഞാൻ ഒന്നുമില്ലാത്തവളാ, എനിക്ക് ബുദ്ധിയില്ല, എനിക്ക് ജ്ഞാനമില്ല. അപ്പോഴൊക്കെ കർത്താവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവ് ഇപ്പോഴും തെരഞ്ഞെടുക്കുന്നത് ബുദ്ധിയില്ലാത്തതിനെയും കഴിവില്ലാത്തതിനെയും ഒന്നുമല്ല എന്ന് ലോകം പറയുന്നതിനെയുമാണ്. ആരെ നോക്കി ലോകം പറയുന്നോ നീ ബുദ്ധിയില്ലാത്തവളാ, നീ പൊട്ടിയ, നിന്നെ കൊണ്ട് ഒരു കഴിവുമില്ല എന്നൊക്കെ നമ്മുടെ വീട്ടുകാരും നമ്മുടെ ചുറ്റുമുള്ളവർ പലപ്പോഴും നമ്മളെ നോക്കി പറയും. അങ്ങനെ പറയുമ്പോൾ ഓർത്തോ, കർത്താവ് നിങ്ങളെ നോട്ടം ഇട്ടിട്ടുണ്ടോ? മനുഷ്യര് കഴിവുണ്ടെന്ന് പറയുന്നതിന് ദൈവത്തിന് വേണ്ട. എന്നാൽ ആരെയൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ടോ, കളിയാക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ പരിഹസിച്ചിട്ടുണ്ടോ, അവരെയൊക്കെ കർത്താവ് കയ്യിലെടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ പലപ്പോഴും ദൈവസന്നിധിയിൽ, കർത്താവ് ഞാൻ ഒന്നുമില്ല, ഞാൻ എന്തോ പറയാനാ, മീറ്റിങ്ങിലൊക്കെ ആദ്യ കാലങ്ങളിലൊക്കെ സൂമിലൊക്കെ ടെസ്റ്റിമണി പറയും, പ്രെയർ ലൈനിലൊക്കെ ടെസ്റ്റിമണി പറയും, വചനം പറയുകയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ കർത്താവിനോട്, കർത്താവേ, ഞാൻ ഒന്നുമല്ലപ്പാ, ഞാൻ എങ്ങനെ പറയാനാ? അപ്പൊ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എന്തിനാ നീ എന്ന് പറഞ്ഞ വ്യക്തിയെ നോക്കുന്നത്? നിന്റെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകത്തെ നീ നോക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ സന്നിധിയിലായിരിക്കുമ്പോൾ ഞാൻ ഒന്നുമല്ല, എന്തെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ഒന്നും നിങ്ങൾക്ക് ലഭിക്കത്തില്ല. എന്നാൽ നിങ്ങളെയൊക്കെ അറിയുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടും. ആകയാൽ നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നിങ്ങളോട് പറയുന്ന ദൈവം എന്നെ ഒരു ദൂത് ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഞാൻ നിങ്ങളോട് കൈമാറുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളോട് ഇടപെടട്ടെ. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടുവാൻ അതിൽ സാഹചര്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും തലവണക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇപ്രകാരം ഒരു മീറ്റിംഗ് ഞങ്ങൾക്ക് ദൈവമേ ഈ ഭൂമിയിൽ അങ്ങ് ഒരുക്കി തന്നല്ലോ. ഞങ്ങളുടെ കഴിവോ ദൈവമേ, ഞങ്ങളുടെ ജ്ഞാനം ഒന്നുമല്ലപ്പാ, ഞങ്ങൾ ഒന്നുമില്ല, അങ്ങ് ഞങ്ങളെ തെരഞ്ഞെടുത്തതാണ്. അങ്ങയുടെ കൃപയാണ് കർത്താവേ. അടിയനൊന്നുമില്ലെന്ന് സമ്മതിക്കുന്നപ്പാ, അങ്ങ് ഉപയോഗിച്ചാട്ടെ. ഹല്ലേലൂയ. നിന്റെ ജനത്തിന് ആവശ്യമായ ദൈവിക വചനവും ദൈവിക ആലോചനയും ബലവും ധൈര്യവും അങ്ങ് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അടിയനെ മുറ്റുമായി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ സെക്ഷനെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ കർത്താവേ, ഹല്ലേലൂയ, അംഗങ്ങളായിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അവർ കടന്നു പോകുന്ന വ്യത്യസ്ത അനുഭവങ്ങൾ എന്തെന്ന് പരിശുദ്ധാത്മാവെ അങ്ങ് അറിയുന്നു. ഹല്ലേലൂയ. കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, കടന്നു പോകുന്ന വേദനയുടെ ആഴങ്ങൾ, ഹല്ലേലൂയ, ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം സകലതും പരിശുദ്ധാത്മാവെ അങ്ങയുടെ കരങ്ങളിലുണ്ട്. ആകയാൽ അങ്ങ് അവരോട് സംസാരിക്കണം, അങ്ങ് അവരോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഈ നിമിഷം തന്നെ അങ്ങയുടെ കരങ്ങളിലേക്ക് അടിയനെയും അങ്ങ് തന്ന വചനത്തെയും സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് അടിയന്റെ നാവോട് കൂടെ ഇരുന്നാട്ടെ. പരിശുദ്ധാത്മാവ് സംസാരിച്ചാട്ടെ, ഹൃദയങ്ങളെ വിവേചിച്ചാട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരം ഓരോ വാക്കുകളും വായിൽ നിന്ന് വരുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയന്റെ ബുദ്ധി ഇവിടെ പ്രവർത്തിക്കരുതേ, അടിയന്റെ ജ്ഞാനം ഇവിടെ പ്രവർത്തിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പരിവർത്തിച്ചാട്ടെ, വ്യക്തികളോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടാട്ടെ, അവർക്ക് വേണ്ടി ആലോചന അങ്ങ് അറിയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകല മാനവും മഹത്വം അങ്ങേക്ക് തരുന്നു. പുത്രനായ യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു, കൃപയോടെ കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ, ആമേൻ. എന്റെ പേര് അക്സ പീറ്റേഴ്സൺ. ഞങ്ങൾ ഇവിടെ US ഫ്ലോറിഡ എന്ന് പറയുന്ന സ്ഥലത്തിൽ കുടുംബമായി ആയിരിക്കുന്നു. ദൈവം എനിക്ക് 2 കുഞ്ഞുങ്ങളെ ദാനമായി നൽകി തന്നു. മോൾക്ക് 4 വയസ്സും മോന് 2 വയസ്സും. കുടുംബമായ ദൈവം ഞങ്ങളെ ഇവിടെ സൂക്ഷിക്കുന്നു, പരിപാലിക്കുന്നു. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയിൽ അടിയനെ ഓർക്കണം. ഇന്നത്തെ ചിന്തയ്ക്കായി ദൈവം എനിക്ക് നൽകി തന്നൊരു വചനം ഞാൻ നിങ്ങളുമായി വായിക്കുവാനും ഷെയർ ചെയ്യുവാനും ആഗ്രഹിക്കുന്നു. അതിന് നമുക്ക് എല്ലാവർക്കും സഭാപ്രസംഗിയുടെ പുസ്തകം 5-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ഞാൻ ആദ്യം തന്നെ പറയുകയാണ്, ഈ വചനം വായിക്കുന്നത് ഒരാളെ എനിക്ക് വായിച്ചു തരുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം നിങ്ങളുടെ പാർട്ടിസിപ്പേഷനും ഇതിന് ആവശ്യമാണ്. ഒരു വ്യക്തി അതൊന്ന് ശബ്ദമുയർത്തി വായിച്ചാൽ നല്ലത്. അത് മാത്രമല്ല, ഈ വചനം പരിശുദ്ധാത്മാവ് വ്യക്തമായിട്ട് എന്നോട് സംസാരിച്ചു ചിലരോടുള്ള ചോദ്യങ്ങളുടെ മറുപടിയാണ്. അനേക നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയത്തിന് മറുപടിയില്ല. എത്ര പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും ദൈവിക ആലോചന ഉണ്ടെങ്കിലും മറുപടിയില്ല. അപ്പൊ പരിശുദ്ധാത്മാവ് ഇന്നത്തെ ആലോചനയിൽ നിങ്ങളുടെ ചില കുറവുകളെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകത, അവൻ നമ്മളെ ധൈര്യപ്പെടുത്തുക മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളെ നമുക്ക് വെളിപ്പെടുത്തി തരും. ആര് തന്റെ കുറവിനെ ഏറ്റെടുത്ത് മാനസാന്തരപ്പെട്ട് മടങ്ങി വരുന്നോ അവർക്കൊക്കെയും ദൈവിക വിടുതലുകൾ പ്രാപിക്കാൻ ഇടയായി തീർന്നിട്ടുണ്ട്. ആകയാൽ ഇന്നത്തെ ഈ വചനം നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടിട്ട് ഏറ്റെടുക്കുന്നവർക്ക് ഇന്ന് രാത്രികാലം വിടുതലാണ്. ഞാനത് വിശ്വസിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനോട് വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ചില ബന്ധനങ്ങൾ ഇന്ന് രാത്രികാലം അഴിയാൻ ഇടയായി തീരും. പാരമ്പര്യമായി കെട്ടിയിരിക്കുന്ന ചില ബന്ധനങ്ങൾ, ഹല്ലേലൂയ, ചില പ്രാർത്ഥനകളുടെ വിഷയങ്ങൾ നിങ്ങൾ ദൈവസന്നിധിയിൽ വെച്ചിട്ടുണ്ട്. എന്നാൽ അതിന് മറുപടി ലഭിക്കാതെ വേണം ശത്രു വാദിക്കുന്ന ചില വാദങ്ങളുണ്ട്. എന്നാൽ ഇന്ന് രാത്രികാലം കർത്താവ് ആ ബന്ധനങ്ങളെ അഴിക്കും. നിങ്ങളുടെ കരങ്ങളിൽ ദൈവം നിങ്ങളുടെ മറുപടികളെ ഏൽപ്പിക്കും. ആകയാൽ ഈ വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് ഒരു വ്യക്തിക്ക് ഒന്ന് ശബ്ദം ഉയർത്തി ഒന്ന് വായിക്കാമോ? 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ദൈവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്കുക. മൂഢന്മാർ യാഗം അർപ്പിക്കുന്നതിനേക്കാൾ അടുത്തു ചെന്ന് കേൾക്കുന്നത് നല്ലത്. പരിജ്ഞാനം ഇല്ലായകയാലല്ലോ
അവർ ദോഷം ചെയ്യുന്നത്. അതിവേഗത്തിലൊന്നും പറയരുത്. ദൈവസന്നിധിയിൽ ഒരു വാക്ക് ഉച്ചരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത്. ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ. ആകയാൽ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ. കഷ്ടപ്പാടിന്റെ ആധിക്യം കൊണ്ട് സ്വപ്നവും വാക്കുവലിപ്പം കൊണ്ട് ഭോഷന്റെ ജൽപ്പനവും ജനിക്കുന്നു. ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത്. മൂഢന്മാരിൽ അവന് പ്രസാദമില്ല. നീ നേർന്നത് നേർന്നിട്ട് കഴിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നത് നല്ലത്. നിന്റെ വായ നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. അബദ്ധവശാൽ വന്നുപോയി എന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുകയും അരുത്. ദൈവം നിന്റെ വാക്കു നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? സ്വപ്ന ബഹുത്വത്തിലും വാക്കുപരിപത്തിലും വ്യർത്ഥതയുണ്ട്. നീയോ ദൈവത്തെ ഭയപ്പെടുക. ആമേൻ, ആമേൻ. ഈ വചനം കേട്ടപ്പോ ആരും പേടിക്കണ്ട. നമ്മൾ ചില വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് എന്തുവാ വരാൻ പോകുന്നു, ഒന്നുമല്ല. നിങ്ങളെ ആശ്വസിപ്പിക്കാനും ചിലതിനെ ദൈവം മുറിക്കും, ചിലതിന്റെ മുറിവുകളെ ദൈവം കെട്ടും. ദൈവവചനത്തിന്റെ പ്രത്യേകത അത് ഇരുവായ്ത്തലുള്ള വാളാണ്. അത് മുറിക്കേണ്ടതിനെ മുറിക്കുക തന്നെ ചെയ്യും. ആദ്യം അല്പം വേദന എടുക്കും, എന്നാൽ ആ വേദന എപ്പോഴും നല്ലതാണ്. ഓക്കെ, ആകയാൽ ഈ വചനത്തിന്റെ മർമ്മങ്ങൾ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരട്ടെ. ഇവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: പരിജ്ഞാനമില്ലായ്കയാലല്ല അവർ ദോഷം ചെയ്യുന്നത്, അതിവേഗത്തിൽ ഒന്നും പറയരുത്. ഇന്നത്തെ വചനം പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഇതാണ്. വർഷങ്ങളായി നിങ്ങൾ ദൈവസന്നിധിയിൽ കടന്നു വരുന്നു, പ്രാർത്ഥിക്കുന്നു, ഉപവസിക്കുന്നു, ജാഗരിക്കുന്നു. എന്നാൽ പലപ്പോഴും ചില വിഷയങ്ങളുടെ മേൽ മറുപടി ലഭിക്കാതെ നിരാശയിൽ വളരെ വേദനയിലായിരിക്കുന്ന ചില വ്യക്തി ജീവിതങ്ങളുണ്ട് ഇതിനകത്ത്. എന്നാൽ നിങ്ങൾ പലതും തിരക്കുക, എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു, ഞാൻ എന്താ ഇനിയും ചെയ്യേണ്ടത്? പ്രാർത്ഥിക്കാൻ എല്ലാവരും പറയുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ചർച്ചിൽ പോകുന്നുണ്ട്, ഉപവസിക്കാൻ പറയുമ്പോൾ ഉപവസിക്കുന്നുണ്ട്. ഞാൻ ചർച്ചിൽ ദശാംശം കൊടുക്കുന്നുണ്ട്. എന്റെ തലമുറയ്ക്ക് വേണ്ടി ഉപവസിക്കുന്നുണ്ട്. ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട്. എന്നാൽ എന്തുകൊണ്ട് എന്റെ ശരീരത്തിന്റെ വിഷയങ്ങളുടെ മേൽ, എന്റെ രോഗത്തിന്റെ മേൽ, അല്ലെങ്കിൽ എന്റെ തലമുറയുടെ വിഷയങ്ങളുടെ മേൽ, എന്റെ ആത്മീക ജീവിത മേഖലകളിൽ, എന്റെ ശുശ്രൂഷ മേഖലകളിൽ ഒരു ഡെലിവറൻസ് നടക്കുന്നില്ല, ഒരു പൂർണ്ണമായ ഒരു വിടുതൽ നടക്കുന്നില്ല? പരിശുദ്ധാത്മാവ് പറയുന്ന ഇതാണ്, കാരണക്കാർ നമ്മൾ തന്നെ. നമ്മൾ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, ചിലത് ശത്രുവിന്റെ പോരാട്ടമുണ്ട്. 100% അത് സത്യമാണ്. കാരണം ബൈബിളിൽ അത് പറയുന്നുണ്ട്, നിങ്ങൾക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. നമ്മൾക്ക് ഓരോ ദിവസവും പോരാട്ടമുണ്ട്. ഈ പോരാട്ടങ്ങളെ അതിജീവിച്ചാണ് ഒരു ദൈവ പൈതൽ ജീവിക്കുന്നത്. എന്നാൽ ചില ബന്ധനങ്ങൾ, ചില പോരുകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്നതിന് കാരണക്കാർ നമ്മൾ തന്നെ. അതിൽ ഏറ്റവും ദോഷം വരുത്തുന്ന കാര്യമാണ് നമ്മുടെ നാവ്. നാവ് ചെറിയൊരു അവയവമാണ്, എന്നാൽ അതിന് വലിയൊരു കാട് കത്തിക്കത്തക്ക രീതിയിലുള്ള പവറുണ്ട്. ആകയാൽ ഇതെങ്ങനെയാണ് നമുക്ക് തന്നെ ദോഷം വരുത്തുന്നത്? നമുക്ക് തന്നെ എങ്ങനെയാ ഇതിൽ നിന്നൊരു ദോഷം സംഭവിക്കുന്നത്? ഇതിങ്ങനെയാണ് ദൈവവചനം പറയുന്നത്: ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത്, മൂഢന്മാരിൽ അവന് പ്രസാദമില്ല. നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ അറിയാം. നിങ്ങൾ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിലേക്ക് ഇറങ്ങിയ കാലഘട്ടത്തിൽ ദൈവസന്നിധിയിൽ എടുത്ത ഒരുപാട് തീരുമാനങ്ങളുണ്ട്. അതിൽ ആദ്യം എടുക്കുന്ന ദൈവപൈതൽ എടുക്കുന്ന തീരുമാനമാണ്, ഞാൻ അന്ത്യത്തോളം വിശ്വസ്തയായിരിക്കാം. ആ തീരുമാനം എവിടെ വെച്ച് എടുക്കുന്നതെന്നറിയോ? സ്നാനക്കുളത്തിൽ നിന്ന് സ്നാപകൻ നമ്മളെ മുക്കി എടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, ജീവപര്യന്തം വിശ്വസ്തയായിരിക്കുക, എന്നാൽ നീ ജീവകിരീടം പ്രാപിക്കും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, യെസ്, ആമേൻ, അല്ലേ? നമ്മൾ ആദ്യം എടുക്കുന്ന ഒരു തീരുമാനമാണ്. നമ്മൾ എടുത്തു, നമ്മുടെ ജീവിതം തുടങ്ങുകയാണ്. എന്നാൽ ആത്മീയ ജീവിതത്തിന്റെ ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പല തീരുമാനങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ എടുക്കും. കർത്താവേ, ഞാൻ മറ്റുള്ളവരോട് സുവിശേഷം പറഞ്ഞോളാം. ഞാൻ പറഞ്ഞേ, നമ്മൾ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഉള്ള ഒരു ആവലുണ്ടല്ലോ, നമുക്കൊരു ഭയങ്കര ഒരു ആഗ്രഹമാണ്, എനിക്ക് ഇനി അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല, എനിക്ക് കർത്താവിനെ കുറിച്ച് പറയണം, എനിക്ക് സുവിശേഷം പറയണം, ഞാൻ ട്രാക്റ്റുമായിട്ട് വീടുകളിൽ പോകും, ഞാൻ അത് ചെയ്തോളാം, ഞാൻ എല്ലാവരോട് ജോലി സ്ഥലത്ത് പോയാൽ ഞാൻ സുവിശേഷം പറഞ്ഞോളാം. ചിലരുണ്ട് രോഗികളായി കിടക്കുമ്പോൾ അവർ ദൈവസന്നിധിയിൽ തീരുമാനം എടുക്കും, കർത്താവ് ഈ രോഗത്തിൽ നിന്ന് എനിക്ക് വിടുതൽ തന്നാൽ ഞാൻ കർത്താവിന് വേണ്ടി ഇത് ചെയ്തോളാം, അത് ചെയ്തോളാം. എന്നാൽ കാലക്രമേണ പല തീരുമാനങ്ങളും നമ്മൾ മറക്കുവാനിടയായിത്തീരും. നമ്മൾ അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കത്തില്ല. കാര്യസാധ്യത്തിന് വേണ്ടി തീരുമാനം എടുക്കുന്നവരുണ്ട്. കാര്യസാധ്യം പെട്ടെന്ന് തലമുറയ്ക്ക് ഒരു വിഷയം വന്നു. ഞാൻ ഇന്നലെയും ഒരു സിസ്റ്ററുമായിട്ട് സംസാരിച്ച സിസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്. മോൻ ഒരു വലിയ ആക്സിഡന്റ് ഉണ്ടായപ്പോൾ ആ സിസ്റ്റർ ദൈവത്തിന്റെ ഒരു തീരുമാനം എടുത്തു, ദൈവം എന്റെ മോനെ ഈ അപകടത്തിൽ നിന്ന്, കാരണം ഡോക്ടേഴ്സ് പറഞ്ഞു കിട്ടാൻ ചാൻസ് ഇല്ല, പെട്ടെന്ന് എടുത്ത തീരുമാനം, ഞാൻ അവനെ ദൈവമേ ജീവനോടെ തിരിച്ചു വന്ന് ഞാൻ അവനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുത്തോളാം. എന്നാൽ ആന്റി എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, മോളെ ഞാൻ ദൈവത്തിന്റെ തീരുമാനം എടുത്തു, എന്നാൽ അവൻ ദൈവസഭയിൽ പോലും വരുന്നില്ല, എനിക്ക് വലിയ വിഷമമുണ്ട് അത് ഓർക്കുമ്പോൾ. അപ്പോൾ ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ രീതിയിൽ കാണാതെ വരുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമം. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? ചില തീരുമാനങ്ങൾ നമ്മൾ എടുത്തു, പക്ഷെ അത് മറന്നു പോകുക.
ചിലരെടുക്കുന്ന തീരുമാനമുണ്ട്, ഞാൻ 1 മണിക്കൂർ ദൈവസന്നിധി പ്രാർത്ഥിച്ചോളാം, ഞാൻ ദശാംശം കറക്റ്റായിട്ട് കൊടുത്തോളാം, എനിക്ക് ദൈവം നല്ലൊരു ജോലി തന്നാൽ അതിന്റെ ദശാംശം കറക്റ്റായിട്ട് ദൈവത്തിന് കൊടുത്തോളാം, അല്ലെങ്കിൽ ദൈവം എനിക്ക് നല്ലൊരു ഭവനം നൽകി തന്നാൽ ആ ഭവനത്തിന് ഞാനൊരു പ്രാർത്ഥന നടത്തിക്കോളാം, എന്റെ തലമുറയുടെ വിവാഹത്തിന് മേൽ ഒരു വിടുതൽ തന്നാൽ ഞാൻ ഇത്ര ദിവസം ഉപസിച്ചോളാം അല്ലെങ്കിൽ പ്രാർത്ഥിച്ചോളാം. ഇതുപോലെ നമ്മൾ അനേകം തീരുമാനങ്ങൾ ദൈവസന്നിധിയിൽ എടുക്കും. എന്നാൽ ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്, പലരും ആ തീരുമാനങ്ങളെ മറന്ന് അതിന്റെ കാലക്രമേണ ജീവിതത്തിന്റെ ബിസി സ്കെഡ്യൂളിൽ അതൊക്കെ മറന്നിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടപ്രകാരം ആ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുപോകാൻ നോക്കും. പക്ഷെ അവിടെ സംഭവിക്കുന്ന എന്താണെന്നറിയാമോ? അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, നിന്റെ വാ നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങൾ, നമുക്ക് മനുഷ്യരോട് പറയുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ വാക്ക് നമുക്ക് മാറ്റുന്നവരാ കൂടുതൽ. എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. ചില കാര്യങ്ങൾ പറയും, പക്ഷെ അത് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരും. അപ്പൊ നമ്മൾ പറയും, സോറി കേട്ടോ, പറ്റിപ്പോയതാ കേട്ടോ, അല്ലെങ്കിൽ നമ്മളത് പറഞ്ഞ് നമ്മളതങ്ങ് വിടും. എന്നാൽ നമ്മളത് ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സോറി പറഞ്ഞല്ലോ, ഒന്ന് വിട്ടേക്കാം. എന്നാൽ ഇവിടെ പറയുന്നത്, ദൈവത്തോട് പറയുന്ന നേർച്ചകൾ, ദൈവത്തോട് പറയുന്ന വാക്കിനെ നിസ്സാരമായി എടുക്കരുത്. നമ്മൾക്കൊക്കെ ഉള്ളൊരു ചിന്തയുണ്ട്, കർത്താവ് ഭയങ്കര ദയാലുവാ, കർത്താവ്, നമ്മൾ പറയുന്നത് തന്നെ, കർത്താവ് മഹാകൃപാലുവായ ദൈവം. നമ്മൾ കൃപായുഗത്തിലെ താമസിക്കുന്ന, കർത്താവിന് കൃപയുണ്ട്, 100% കൃപയുള്ളവൻ. പക്ഷേ വാക്ക് പറഞ്ഞാൽ പാലിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്, ഇല്ലേ? നമ്മളോട് പറഞ്ഞ എത്രയോ വാക്കുകൾ കർത്താവ് പാലിച്ചിരിക്കുന്നു. എന്നാൽ നമ്മൾ ദൈവസന്നിധിയിൽ പലപ്പോഴും വ്യഗ്രതയുള്ളവർ. എസ്പെഷ്യലി സാക്ഷ്യത്തിനൊക്കെ ചർച്ചകളിൽ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ എഴുന്നേറ്റ് പറഞ്ഞ സാക്ഷിയൊക്കെ ഓർമ്മയുണ്ടോ? പ്രത്യേകിച്ച് ആണ്ടർ യോഗത്തിന്റെ സമയത്ത് പറഞ്ഞ സാക്ഷി എത്ര പേര് ഓർക്കുന്നുണ്ട്? കഴിഞ്ഞ ഒരു വർഷം മൊത്തം ദൈവം തന്നു, എന്നാൽ ദൈവസന്നിധിയിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുത്തു, അതിലൊന്നും എനിക്ക് മുന്നേറുവാൻ കഴിഞ്ഞില്ല. എന്നാൽ ഈ ഒരു വർഷം കർത്താവ് തരുന്നതിൽ ആ തീരുമാനം എല്ലാം ഞാൻ തിരിച്ചെടുത്ത് ഞാൻ അത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ആദ്യത്തെ ഒരാഴ്ച പോവും, ജാനുവരി കഴിഞ്ഞ് ഫെബ്രുവരി ആകുമ്പോൾ വീണ്ടും പഴയതുപോലെ. എന്നാൽ പരിശുദ്ധാത്മാവ് ഇന്ന് ചിലരോട് പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന സാഹചര്യം, അത് നിങ്ങളുടെ രോഗാവസ്ഥ ആകാം, കുടുംബത്തിന്റെ അവസ്ഥയാകാം, നിങ്ങൾ ഇന്ന് തിരിച്ച് ചിന്തിക്കണം, എന്തെങ്കിലും തീരുമാനം ദൈവസന്നിധിയിൽ എടുത്തിട്ട് പെൻഡിങ് ആണോ? പെൻഡിങ് ആണെങ്കിൽ എന്താ ദോഷം എന്ന് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ല. കർത്താവ് പറയുന്ന ഒരു കാര്യം, ഇനി മേലാൽ പറയരുത് ദൈവസന്നിധി തീരുമാനങ്ങൾ. മനസ്സിലായോ? അതിന്റെ റീസൺ എവിടെ തന്നെ പറയുന്നുണ്ട്. കാരണം നമ്മളത് വായിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം, ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത്, മൂഢന്മാരിൽ അവന് പ്രസാദമില്ല. നീ നേർന്നത് കഴിക്കാം, നേർന്നിട്ട് കഴിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നത് നല്ലത്. ദൈവവചനം പറയുന്ന കാര്യമാണ്. എന്നാൽ ചില വ്യക്തികളുണ്ട്, അവർക്ക് എപ്പോഴും ഇഷ്ടം ഇങ്ങനെ നേരാൻ. കർത്താവേ ഉറപ്പായിട്ട് ഞാൻ ഇത് ചെയ്തോളാം, ജോലി കിട്ടിയാൽ ഞാൻ ഉറപ്പായിട്ട് ഇത് ചെയ്തോളാം. എനിക്കറിയത്തില്ല, ഞാൻ ഇന്ന് രാവിലെ ഈ വചനം അല്ല പറയാൻ, ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, വേറൊരു വചനം ഇങ്ങനെ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പരിശുദ്ധാത്മ വിലക്കിന്നോ, ഇത് തന്നെ നീ പറയണം. ഞാൻ പറഞ്ഞു, കർത്താവെ ഇത് പറയുക എന്ന് പറയുന്നത്, നമുക്ക് പറഞ്ഞ പോലെ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ഉപവാസ പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൂതല്ല. കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ആരുടെ മുഖം നോക്കണ്ട, നീ ദൂത് പറയണം. അതിനകത്ത് ചിലർക്ക് ഇന്ന് വിടുതല, ചിലർ ഇത് മറഞ്ഞു കിടക്കുന്നു. അവർ പല കാര്യങ്ങൾ തപ്പുക, എന്തുകൊണ്ട് ഈ വിഷയത്തിന് മറുപടി ഇല്ല, അതിന്റെ മൂല കാരണം ഇതാ, ഇത് റെഡിയായാൽ ബാക്കിയെല്ലാം റെഡിയാ. മനസ്സിലാവുന്നുണ്ടോ? പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ ചില നേർച്ചകളുണ്ട്. മനസ്സിലാവുന്നുണ്ട്? കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ഇരുന്നപ്പോൾ എടുത്ത അനേക തീരുമാനങ്ങളുണ്ട്. എന്നാൽ ഈ തീരുമാനമൊക്കെ എടുത്തു, എന്നാൽ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള കാലഗതികൾ വന്നപ്പോൾ, ജോലി കിട്ടി, അല്ലെങ്കിൽ തലമുറയുടെ വിവാഹം കഴിഞ്ഞു, പല കാര്യങ്ങൾ മുന്നിൽ ദൈവം ചെയ്തു തന്നപ്പോൾ, ആ തീരുമാനത്തിന് മുമ്പിൽ ചെയ്തു തന്നപ്പോൾ പലതും നമ്മൾ നെഗ്ലക്ട് ചെയ്തു. എന്നാൽ സംഭവിക്കുന്നത്, അവിടെ എഴുതിയിരിക്കുന്ന എന്നെ ഭയപ്പെടുത്തിയ വചനം വാക്കിതാണ്, നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്, അബദ്ധവശാൽ വന്നു പോയെന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുകയും വരുത്. അത് കഴിഞ്ഞുള്ള വാക്യം, ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? അപ്പൊ നിങ്ങളുടെ ചോദ്യം, നമ്മളൊക്കെ ചിന്തിക്കുന്ന പിശാചും പിന്നെ നമ്മുടെ ചുറ്റുമുള്ള അയലക്കംകാരും വീട്ടുകാരും ഒക്കെ കൂടോത്രമൊക്കെ ചെയ്ത് നമ്മുടെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നതല്ല, ദൈവവും നശിപ്പിക്കും. മനസ്സിലാവുന്നുണ്ട്? ഞാൻ ദൈവവചനത്തിൽ നിന്ന് പറയുക, ദൈവം നമ്മുടെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുമോ? നശിപ്പിക്കും. ചില വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, എന്റെ ജീവിതത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. ചില വ്യക്തികൾ ചില വിഷയങ്ങൾ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നെ വിലക്കിയിട്ടുണ്ട്, പ്രാർത്ഥിക്കരുതെന്ന്. അപ്പൊ ഞാൻ ഓർത്തിട്ടത്, ഇത് എന്തുകൊണ്ടാണ് കർത്താവ് അവര് വേദനയോടെ ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ പറയുന്നത്, പ്രാർത്ഥിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കിയിട്ടുണ്ട്. ഞാൻ അപ്പൊ ഓർത്തിട്ടുണ്ട്, എന്തുകൊണ്ട് ഈ വിലക്ക് നോ പറയുന്നു? ഏറ്റെടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ. അപ്പൊ കർത്താവ് എന്നോട് സംസാരിച്ച ഒരു വിഷയമാണ്, അവരുടെ ജീവിതത്തിന് ദൈവം തന്നെ അവരുടെ ആ പ്രവൃത്തി എന്ത് ചെയ്തേക്കുവോ? ബ്ലോക്ക് ചെയ്തേക്കുവോ? അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചാലോ, അല്ലെങ്കിൽ ലോകത്തിലെ ഏത് വലിയ ദൈവദാസന്മാർ കൃപയുള്ളവരും പ്രാർത്ഥിച്ചാലും മാറുമോ? ദൈവത്തിന്റെ കൈ ഭാരമായിരിക്കുന്ന ഒരു വിഷയത്തെ ഏതൊരു മനുഷ്യനും പ്രാർത്ഥിച്ചാൽ നന്നാക്കാൻ പറ്റത്തില്ല. ഏത് ചർച്ചിൽ പോയാലും മാറത്തില്ല.
ഏത് വലിയ സഭയിൽ പോയാലും മാറത്തില്ല. ഏത് വലിയ കർത്താവിന്റെ ദാസിമാരെ ചുറ്റും ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മാറത്തില്ല. 40 ദിവസം ഇരുന്നാൽ മാറത്തില്ല. അതിനകത്ത് ദൈവവും നീയുമായിട്ടുള്ള ഇടപെടൽ നടക്കണം. ദൈവസന്നിധിയിൽ മടങ്ങിച്ചെന്ന് ദൈവത്തോട് ചോദിക്കണം, എവിടെയാണ് അങ്ങയുടെ കൈ എന്റെ മേൽ ഭാരമായി വരുവാൻ, അല്ലെങ്കിൽ എന്റെ തലമുറയുടെ വിഷയത്തിൽ ഭാരമായി വരുവാൻ, എന്റെ കുടുംബജീവിതത്തിൽ ഭാരമായി വരുവാൻ എന്താണ് കാരണമായി തീർന്നത്? മനസ്സിലാവുന്നുണ്ടോ? ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനത്തിന് മാറിപ്പോയവരുടെ അടുക്കലേക്ക് ദൈവത്താൽ അയച്ച ദുരാത്മാവ് വന്ന് നമ്മൾ ദൈവവചനത്തിൽ വായിച്ചിട്ടുണ്ട്. അതിലൊരു ഉദാഹരണം ശൗല്. അവൻ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്ത് ദൈവം കൊടുത്ത ശമൂവേലിൽ കൂടി ദൈവാത്മാവ് അറിയിച്ച ദൂതിനെ ഏറ്റെടുത്ത് ഇസ്രായേലിന്റെ രാജ്യത്വം ഏറ്റെടുക്കുമ്പോൾ അവൻ പറയുന്ന ഒരു രാജാവ് എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ അവൻ ദൈവസന്നിധിയിൽ എടുത്തൊരു തീരുമാനമുണ്ട്. എന്ത്? ദൈവം പറയുന്നത് പോലെ അനുസരിച്ചോളാമെന്ന്. അത് വാക്കാൽ രാജാവ് പറയുന്ന ഒരു കാര്യമാണ്. എന്നാൽ സംഭവിച്ചത് എന്താ? ദൈവത്തോട് പറഞ്ഞ വാക്ക്, ദൈവം പറഞ്ഞ വാക്ക് അനുസരിക്കാതെ അവൻ സ്വയമായി ചെയ്ത ചില വാക്കുകൾ, സ്വയമായി എടുത്ത ചില തീരുമാനങ്ങൾ, സ്വയമായി ചെയ്തു കൂട്ടിയ പല കാര്യങ്ങളാൽ അവന്റെ മേൽ പകർന്ന അഭിഷേകം പോലും അവന് നഷ്ടപ്പെട്ടു. പിന്നീട് ദൈവം അയച്ചിട്ടൊരു ദുരാത്മാവ് അവന്റെ മേൽ വന്നു. അവന്റെ അധപ്പതനം എങ്ങനെയെന്ന് നമുക്ക് കാണാം. എന്നാൽ എടുത്ത തീരുമാനത്തിൽ പ്രതിഷ്ഠയിൽ നിൽക്കുന്ന ദൈവ പൈതലിന് വരുന്ന അനുഗ്രഹവും നമുക്ക് വചനത്തിൽ നിന്ന് കാണാം. അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് ഹന്ന. അവൾ ദൈവസന്നിധിയിൽ ഒരു നേർച്ച നേർന്നു, എനിക്കൊരു മകനെ തന്നാൽ ഞാൻ അവനെ ദൈവത്തിന് കൊടുത്തോളാം. ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ ഒരു അമ്മയായപ്പോഴാണ് എനിക്ക് അതിന്റെ മഹത്വം മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ ആ ഒരു അമ്മമാരുടെ വേദന അല്ലെങ്കിൽ ഒരു ഫീലിംഗ് മനസ്സിലാവുന്നത്. കർത്താവ് എനിക്കൊരു തലമുറയെ തന്നാൽ, ആ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ കൊതിച്ച് ഒരു തലമുറയെ തന്നാൽ എങ്ങനെയാണ് ആ തലമുറയെ കർത്താവിലേക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ വേറൊരിടത്തേക്ക് മാറ്റി കൊടുക്കുന്നത്? നമുക്ക് ഈസിയാ ദൈവസന്നിധി നേരെ കർത്താവിന്റെ കുഞ്ഞിനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നേരുന്നു. എന്നാൽ പഴയ നിയമകാലത്ത് അങ്ങനെയല്ല. ദൈവ വേലയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി ഒരു കുഞ്ഞിനെ വേർതിരിച്ചാൽ അവൻ വളരേണ്ടത് പിന്നെ ആലയത്തില്ല. ആ ചുറ്റുപാടി വേണം ആ കുഞ്ഞ് വളരാൻ. ഈ അമ്മയുടെ കാഴ്ചപ്പാടൊന്ന് ഓർത്തേ. ആ അമ്മ ദൈവസന്നിധിയിൽ ആ കുഞ്ഞിനെ പ്രാർത്ഥിച്ച് ലഭിച്ചപ്പോൾ, ആ കുഞ്ഞിന്റെ മുലകുടി മാറിയപ്പോഴേ ഹന്ന ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനം അവൾ ചെയ്തു. അവൾ ആ കുഞ്ഞിനെ ഹല്ലേലൂയ ആലയത്തിൽ കൊണ്ടുപോയി കൊടുത്തു. അവൾ എടുത്ത തീരുമാനം, അവൾ അത് ചെയ്തത് കൊണ്ട് ഉണ്ടായത് എന്താ? ദാൻ മുതൽ ബേർഷേബ വരെ അറിയപ്പെടുന്ന ഒരു പ്രവാചകനായി ശമൂവേൽ തീർന്നു. ദൈവ പൈതലേ, നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിൽ നിങ്ങൾ ഭാരത്തിലാണോ? എങ്ങനെ പ്രാർത്ഥിച്ചിട്ടും ബന്ധനം അഴിയുന്നില്ലേ? ചില കെട്ടുകളുടെ നടുവിൽ, ചില ബന്ധനങ്ങളുടെ നടുവിൽ, ചില രോഗത്തിന്റെ നടുവിൽ നീ വിഷമത്തിലാണോ? എത്ര ചികിത്സിച്ചിട്ടും ഭേദമാകുന്നില്ല, പ്രാർത്ഥിച്ചിട്ടും രോഗം മാറുന്നില്ല. അതിന്റെ കാരണം ദൈവസന്നിധിയിൽ എടുത്ത ഏതെങ്കിലും തീരുമാനം നിങ്ങൾ ഹല്ലേലൂയ നിവർത്തിച്ചിട്ടില്ലേ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കണം. ചിലരുണ്ട് ഡയറിയിൽ അത് എഴുതിയിടുന്നവരുണ്ട്, ചിലർ ബൈബിളിന്റെ പുറകിൽ എഴുതിയിടുന്നവരുണ്ട്. ആകയാൽ ദൈവ പൈതലെ ഒന്ന് റീകളക്ട് ചെയ്യണേ. എവിടെയെങ്കിലും എടുക്കേണ്ട തീരുമാനം എടുത്തിട്ട് അത് നിവർത്തീകരിക്കാതിരുന്നിട്ടുണ്ടോ? ഉപവസിക്കാമെന്ന് തീരുമാനം എടുത്തിട്ട് ഉപവസിക്കാതിരുന്നിട്ടുണ്ടോ? പലരും പറയുന്നൊരു കാര്യമാണ്, അയ്യോ എനിക്ക് ഉപവസിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എന്റെ ഷുഗർ അങ്ങ് പെട്ടെന്ന് ഡൗൺ ആവും. അയ്യോ എനിക്ക് BP ഉണ്ട്, എനിക്ക് പറ്റത്തില്ല. പക്ഷെ എടുത്ത തീരുമാനം ആരോടാ? ദൈവത്തോട്. ഇവിടെ പറയുന്നത് ഇതാണ്, എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഭയപ്പെടുത്തുന്ന വചനം. അതിന്റെ അവസാന വാക്കിങ്ങനെ പറഞ്ഞ, നീയോ ദൈവത്തെ ഭയപ്പെടുക. നമ്മളിൽ നിന്ന് ദൈവഭയം മാറിപ്പോയോ എന്ന് നമ്മൾ ചിന്തിക്കണം. മനുഷ്യരോട് പറയുന്നത് പോലല്ല ദൈവത്തോട് പറയേണ്ട വാക്ക്. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, നമ്മുടെ ഹൃദയങ്ങളെയും നിനപ്പുകളെയും അറിയുന്ന ദൈവം, നമ്മുടെ സാഹചര്യങ്ങളെ നല്ലതുപോലെ കർത്താവിന് അറിയാം. മനുഷ്യരെ നമ്മൾക്ക് പറഞ്ഞിട്ട് വാക്ക് മാറ്റുവാൻ കഴിയും. എന്നാൽ ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനം അത് വിലയേറിയതാ. കർത്താവേ, ഞാൻ ഇത് ചെയ്തു കൊള്ളാം, ഞാൻ ട്രാക്ടറുമായിട്ട് പൊക്കോളാം, ഞാൻ സുവിശേഷം പറഞ്ഞോളാം എന്ന് ദൈവസന്നിധി തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം ചെയ്യുക തന്നെ ചെയ്യണം. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ചില വ്യക്തി ജീവിതങ്ങളോട് ഇങ്ങനെ പറയുന്നു, നിന്റെ രോഗത്തിന്റെ കിടക്കയിൽ നീ കഷ്ടതയിലായിരുന്നപ്പോൾ, നീ വേദനകളിൽ കൂടെ കടന്നുപോയപ്പോൾ നീ ദൈവസന്നിധിയിൽ എടുത്ത ചില തീരുമാനങ്ങളുണ്ട്. എന്നാൽ ആ തീരുമാനങ്ങൾ പിന്നീട് വന്നപ്പോൾ ചെയ്യുവാൻ കഴിയാതെ വണ്ണം നിന്റെ ജീവിതത്തെ ശത്രുവായവൻ മറവിയിലേക്ക് കൊണ്ടുപോയി അത് മറച്ചു വെച്ചേക്കുക. അത് ഓർത്തെടുക്കുവാൻ പോലും കഴിയാതെ വണ്ണം ആയിരിക്കുന്ന ചില സാഹചര്യങ്ങൾ. എന്നാൽ ആത്മാവിൽ ഇന്ന് രാത്രികാലം നിങ്ങൾ സമർപ്പിക്കുന്നുവെങ്കിൽ, കർത്താവെ തെറ്റുപറ്റിപ്പോയി, ഞാൻ ദൈവസന്നിധിയിൽ എടുത്ത പല തീരുമാനങ്ങളുണ്ട്, എന്റെ ജീവിതത്തിൽ തെറ്റു വന്നുപോയി, എന്നോട് ക്ഷമിക്കണമേ, എന്നെ ഓർമ്മിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ബുക്ക് വായിക്കുവാനിടയായിത്തീർന്നു. ആ ബുക്കിനകത്ത് ഇപ്രകാരം ഒരു വാക്ക് കൊടുത്ത് എന്നെ അത് ഭയങ്കരമായിട്ട് ചിന്തിച്ചു. ഒരു ദൈവദാസന്റെ ഡയറി കുറിപ്പാണ്. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്. അദ്ദേഹം വലിയൊരു പ്രവാചകൻ, കേരളം അറിയപ്പെടുന്ന ഒരു പ്രവാചകൻ. എന്നാൽ ആ പ്രവാചകന്റെ അടുക്കിലേക്ക് ദൈവം വേറൊരു പ്രവാചകനെ അയച്ചു. ആ പ്രവാചകൻ വലിയ അറിയപ്പെടുന്ന പ്രവാചകനൊന്നുമല്ല. എന്നാൽ ഈ വലിയ അറിയപ്പെടുന്ന പ്രവാചകൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ ഈ കൊച്ചു പ്രവാചകൻ ദേവദാസന്റെ അടുക്ക് വന്നിട്ട് പ്രാർത്ഥിക്കുവാനിരിക്കും. രണ്ടുപേരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഈ കൊച്ചു പ്രവാചകനോട് പറഞ്ഞു, ഈ വലിയ പ്രവാചകനോട് നീ ഒരു ദൂത് പറയണം. എന്തുവാ? നീന്നെ എന്റെ സന്നിധിയിൽ അവിശ്വസ്തനായി ഞാൻ കാണുന്നു. അപ്പോൾ പെട്ടെന്ന് ഈ വലിയ പ്രവാചകൻ ഈ ദൂത് കേട്ടപ്പോൾ പെട്ടെന്ന് സങ്കടം വന്നു. ഞാൻ കർത്താവിന് വേണ്ടി ഇത്ര ഓടുന്ന ആളാ,
ഞാൻ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ആളാ. ഞാൻ എങ്ങനെയാ ദൈവസന്നിധിയിൽ അവിശ്വസ്തനാവുന്നേ? ദൈവം പറയുന്ന എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഈ ദേവദാസന് വിഷമം വന്നു. പെട്ടെന്ന് ഈ ദേവദാസൻ ഈ കൊച്ചു പ്രവാചകനോട് പറഞ്ഞു, ഒന്നുകൂടെ നീ പ്രാർത്ഥിക്കുക. അങ്ങനെ തന്നെയാണോ ദൈവം ആലോചന പറഞ്ഞത്? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ കൊച്ചു പ്രവാചകന് വിഷമായി. രണ്ടുപേരും രണ്ട് മുറിയിലേക്ക് പോയി. രണ്ടുപേരും പ്രാർത്ഥിക്കാൻ. ഈ കൊച്ചു പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കർത്താവേ, അദ്ദേഹം വലിയ വിലയേറിയ ദാസനാ, ഞാൻ വെറും ഒന്നുമില്ല, എന്നോട് കർത്താവ് പറഞ്ഞതാ ഞാൻ പറഞ്ഞത്, എന്നാൽ പരിശുദ്ധാത്മാവെ അദ്ദേഹത്തിന് അത് ബോധ്യം വരുത്തണേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ബോധ്യം വരുത്തണമേ, വ്യക്തമായി ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു അടയാള സഹിതം ഈ ദേവദാസനോട് ഇടപെട്ടു. എന്താണെന്നറിയോ? നിന്റെ അലമാരിക്കകത്ത് 2ാമത്തെ തട്ടിലിരിക്കുന്ന ഡയറിയുടെ 11ാമത്തെ പേജിൽ നീ എഴുതി വെച്ചിരിക്കുന്ന ഒരു വാക്ക് നീ നിവർത്തിച്ചിട്ടില്ലെന്ന്. പെട്ടെന്ന് ഈ കൊച്ചു പ്രവാചകൻ ഓടിച്ചെന്ന് ദേവദാസനോട് പറഞ്ഞു. ദേവദാസൻ ഓടിപ്പോയി ഡയറി തുറന്നു നോക്കിയപ്പോൾ ശരിയാ, 11ാമത്തെ പേജിൽ എഴുതി വെച്ചിരിക്കുന്നു, ഇന്ന ദേവദാസന് ഞാന് 3 മൂട് കപ്പയും ഒരു ചാക്ക് അരിയോ സംതിങ് കൊടുത്തേക്കാം. എനിക്ക് വ്യക്തമായിട്ടല്ല, ഇതാണ് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നേർന്നത് കഴിക്കാഞ്ഞത് പോലും ദൈവസന്നിധിയിൽ അവിശ്വസ്തനാണ്. പെട്ടെന്ന് ഈ ദേവദാസൻ ഇത് ഓർമ്മ വന്നു. പെട്ടെന്ന് ദേവദാസൻ പറഞ്ഞു, കർത്താവേ, ഇതാ ഞാൻ കർത്താവിന്റെ ദാസൻ, എന്റെ ജീവിതത്തിൽ തെറ്റു വന്നു പോയി, ഞാൻ ദൈവസന്നിധി നേർന്നത് കഴിച്ചില്ല, എന്നോട് ക്ഷമിക്കണം. അപ്പൊ ദൈവത്തിന്റെ മുമ്പാകെ എന്തായാ കണ്ടേ? അവിശ്വസ്തന. നമ്മൾ പലപ്പോഴും ഓർക്കും, ഞാൻ എന്താ അവിശ്വസ്തത കാണിക്കുന്നേ? ചെറിയ കാര്യം പോലും കർത്താവിന് വിലപ്പെട്ടതാന്ന് ഓർക്കണം. ആ അവിശ്വസ്തത ചെയ്തത് മൂലം സംഭവിച്ചത് ആ ദൈവദാസന്റെ ആ കുറവിനെ പരിശുദ്ധാത്മാ വെളിപ്പെടുത്തി കൊടുത്തു, ഇല്ലേ? അപ്പോൾ ഇന്ന് രാത്രികാലം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് കർത്താവ് നിങ്ങളുടെ കുറവ് വെളിപ്പെടുത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ? വീണ്ടും പ്രാർത്ഥിക്കും, വീണ്ടും ഉപവസിക്കുന്നത് പറയാൻ എളുപ്പമാ. പക്ഷെ നിങ്ങളുടെ വിഷയത്തിന് ഒരു ഒരു പോംവഴി വേണമെങ്കിൽ ഉറപ്പായും നിങ്ങൾ നിങ്ങളുടെ കുറവ് മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. ഞാൻ ഇപ്പോഴും പറയുന്നൊരു കാര്യം, ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഈ രോഗികൾ വരുമ്പോൾ പെട്ടെന്ന് ഒരു മുറിവുണ്ടായാൽ, ഒരു രോഗി കാഷ്വാലിറ്റിയിലോട്ട് വന്നാൽ നമ്മൾ ആരും പെട്ടെന്ന് തന്നെ ആ മുറിവിലോട്ട് ബാൻഡേജ് ഇടത്തില്ല. വന്ന ഉടനെ ബാൻഡേഡ് ആണോ കിട്ടുന്നത്? അല്ല. ആദ്യം ചെയ്യുന്നതൊന്ന് ക്ലീൻ ചെയ്യും, അല്ലേ? ആദ്യം സൂക്ഷ്മമായി നോക്കും, അതിനകത്ത് എന്തെങ്കിലും അണുക്കളുണ്ടോ എന്ന് നോക്കും, എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ എന്ന് നോക്കും, ആ മുറിവിനെ ക്ലീൻ ചെയ്യും. ക്ലീനിങ് നടത്തിയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്താലേ കാര്യമുള്ളൂ. മനസ്സിലായോ? അല്ലാതെ മുറിവിന്റെ ആഴത്തിന്റെ പുറത്തോട്ട് എത്ര ബാൻഡേഡ് ഇട്ടാലും ആ മുറിവ് അവിടെ ഇരിക്കും, പഴുക്കുന്നല്ലാതെ പുറമെ നോക്കുമ്പോൾ കവേർഡാ. ഇങ്ങനെ ഇരിക്കുന്ന ചിലരോടും പരിശുദ്ധാത്മാ പറയും, പുറമെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ല, പക്ഷെ നിങ്ങൾ കുഴഞ്ഞു മറിയുക പ്രശ്നത്തിന്റെ മേൽ പ്രശ്നമായിട്ട്. എന്തോ ചെയ്തിട്ടും നമ്മൾ പറഞ്ഞ മലയാളത്തിൽ പറയത്തില്ല, ഒരു ഗതിയും പിടിക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? നിന്റെ ദേഹത്തിന് പാപകാരണമാണ്. പലപ്പോഴും ഇവിടെ പറയുന്ന 2 സാഹചര്യങ്ങളുണ്ട്. പരിശുദ്ധാത്മാവ് 2 കാര്യത്തിലാണ് നമ്മുടെ നമുക്ക് ദോഷം വരുത്തുന്നു. ഒന്ന്, കഷ്ടതയുടെ ബഹുത്വം നിമിത്തം നമ്മൾ ദൈവസന്നിധി തീരുമാനമെടുക്കും. 2, സ്വപ്ന ബഹുത്വം കൊണ്ടും തീരുമാനമെടുക്കും, അല്ലെ? എന്റെ ജീവിതത്തിലും ഉണ്ട്. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നേ പറയാറുള്ളൂ ഏത് കാര്യം. നമുക്ക് പെട്ടെന്ന് എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ട്. കർത്താവേ, ഞാൻ അത് ചെയ്തോളാം. എപ്പോഴാ കഷ്ടത വരുമ്പോ, കർത്താവേ, ഞാൻ ഉറപ്പായിട്ട് അത് ചെയ്തോളാം. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ചിലപ്പോൾ ഓർക്കും, ചില യുവാക്കന്മാരോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ ജോലിയില്ല, ഭാരപ്പെടുക, കഷ്ടപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, മക്കളെ, നിങ്ങൾ ദൈവസന്നിധി തീരുമാനം എടുക്കുക. കർത്താവേ, എനിക്കൊരു നല്ല ജോലി തന്നാൽ ഞാൻ കർത്താവിന്റെ നാമത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ദൈവദാസന്മാരെ സഹായിച്ചോളാം എന്ന് തീരുമാനം എടുക്കുക. അങ്ങനെ തീരുമാനമെടുത്ത് ഒത്തിരി യുവാക്കന്മാർക്ക് ജോലി കിട്ടിയിട്ടുണ്ട്. ദൈവം അവരെ ഒത്തിരി മാനിച്ചിട്ടുണ്ട്. എന്നാൽ ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, പെട്ടെന്ന് ജോലി പോവുക, അല്ലെങ്കിൽ ജോലിയിൽ നല്ല രീതിയിൽ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് സിക്കാവുക, ജോലിക്ക് പോകാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് അവരോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, മക്കളെ, ഏതെങ്കിലും തീരുമാനം ചെയ്യാറുണ്ടോ? അയ്യോ ചേച്ചി, സത്യമാ, കഴിഞ്ഞ ദിവസം വീട്ടിലൊരു അത്യാവശ്യം വന്നു, അപ്പൊ എനിക്ക് ദൈവദാസന് പൈസ അയക്കാൻ പറ്റിയില്ല, അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അതെടുത്ത് ഇങ്ങോട്ട് മറിച്ചു. എന്നോർത്ത് എന്ത് നിസ്സാരമാ. വീട്ടിൽ പ്രശ്നം വന്നപ്പോ ദൈവത്തിന് വെക്കാനുള്ളത് എടുത്ത് എന്ത് ചെയ്തു? മറ്റു കാര്യങ്ങൾ ചെയ്തു. അവിടെ സംഭവിക്കുന്നത് നമ്മൾ ഓർക്കുന്ന കർത്താവിന് മനസ്സിലാവല്ലോ. കർത്താവ് എനിക്ക് ജോലി ചെയ്യാൻ ആയുസ്സും ആരോഗ്യമൊക്കെ തന്നു, ഈ നന്മ അത് ഞാൻ ബുദ്ധിയോടെ ഉപയോഗിക്കേണ്ട. നമ്മളൊക്കെ എപ്പോഴും പറയുന്ന ഒരു ചില വാക്ക, നമ്മൾ ബുദ്ധി കുഞ്ഞുങ്ങളാവരുത്, വിവേകത്തോടെ ചെയ്യണം എന്ന കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ വിടുതൽ തടസ്സം എന്താണെന്നറിയോ? നമ്മൾ സ്വന്തം വിവേകത്തിൽ ഊന്നും. എന്തുവാ? ഞാനൊരു കാര്യം പറയാം, പലപ്പോഴായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യമാണ്, പല മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ എടുക്കുന്ന തീരുമാനം, ഞാൻ എന്റെ തലമുറയ്ക്ക് വേണ്ടി ഉപവസിച്ചോളാം, ഞാൻ പ്രാർത്ഥിച്ചോളാമെന്ന്. നമ്മൾ പറയും, കൺവെൻഷനൊക്കെ ഓട്ടോകോൾ കൊടുക്കുമ്പോൾ ഓട്ടോകോളിന്റെ ഫ്രണ്ടിലോട്ട് ചെന്നിട്ട് ദൈവസന്നിധി തീരുമാനം എടുക്കും, അല്ലെ? ചില ദിവസമാരൊക്കെ പറയും, എത്ര പേരുണ്ട് ഈ വർഷം ഒരു വ്യക്തിയോടെങ്കിലും സുവിശേഷം പറയാമെന്ന് തീരുമാനം എടുക്കുന്നവർ. അപ്പൊ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അപ്പൊ നമ്മൾ എക്സൈറ്റഡാ, ദൈവവചനം കേട്ടു, ദൈവം നമ്മളോട് സംസാരിച്ചു, നമ്മൾ ഭയങ്കര സന്തോഷമാണ്. ഈ സന്തോഷത്തിൽ ഓടിപ്പോയി ദേവദാസന്മാർ പറയും, ആർക്ക് വേണം പ്രാർത്ഥന? ഓടി ചെന്ന് ദൈവസന്നിധി കൈയൊക്കെ കൂട്ടി പ്രാർത്ഥിക്കും. കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിൽ വന്നു, 2 ദിവസം കഴിഞ്ഞ് നമ്മളത് മറന്നു. പക്ഷെ പരിശുദ്ധാത്മാ പറയുന്നത്, ഇതൊക്കെ ബുക്കിൽ എഴുതി വെച്ചേക്കുക.
ഓരോ പറയുന്ന വാക്കും കർത്താവ് എഴുതി വെച്ചേക്കോ. ദൈവവചനത്തിൽ ഇങ്ങനെ ഒരു വാക്കുണ്ട്, നിങ്ങൾ പറയുന്ന ഏത് നിസ്സാര വാക്കിനും ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കണം. ആകയാൽ എടുത്ത തീരുമാനത്തിലേക്ക് മടങ്ങി വരണം. ഞാൻ പരിശുദ്ധാത്മാവിനോട് പലവട്ടം ചോദിച്ചു, എന്തിനാ ഈ ദൂത് ഇങ്ങനെ തരുന്നെന്ന്. എന്നാൽ പരിശുദ്ധാത്മാവ് പറയുന്ന ഒരു കാര്യം, ചിലതിനെ ഇന്ന് രാത്രികാലം കർത്താവ് മുറിക്കാൻ ആഗ്രഹിക്കുക. നിന്റെ മുറിവിനെ കർത്താവിന് മുറിക്കാതെ, അല്ലെങ്കിൽ അതിനകത്തെ പഴുപ്പെടുക്കാതെ നിന്റെ ജീവിതത്തിൽ ഒരു ഹീലിംഗ് നടക്കത്തില്ല. ആകയാൽ ഇന്ന് രാത്രികാലം ദൈവസന്നിധിയിൽ ആരൊക്കെ സമർപ്പിക്കുന്നുണ്ടോ, തൊടേണ്ട ഭാഗത്ത് ദൈവം തൊടും. മനസ്സിലാവുന്നുണ്ടോ? ക്രമീകരണം ചെയ്യാതെ ഒരിക്കലും കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം, എന്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മളെപ്പോഴും കർത്താവെ നിനക്ക് എന്റെ അവസ്ഥ അറിയാമല്ലോ. എന്നാൽ കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, എനിക്ക് നിന്റെ അവസ്ഥ അറിയാം. എന്നാൽ കർത്താവിന് ഏറ്റവും ഇമ്പോർട്ടന്റ് അവസ്ഥയല്ല, വ്യവസ്ഥയാണ്. കർത്താവ് ഏത് കാര്യം വ്യവസ്ഥ പ്രകാരം ചെയ്യത്തുള്ളൂ. നമ്മളെപ്പോഴും പറയുന്ന ഓരോ വചനങ്ങളുണ്ട്. എന്തുവാ നമ്മൾ പറയുന്ന? ഭയങ്കര അനുഗ്രഹത്തിന്റെ വചനങ്ങൾ. മുമ്പേ അവന്റെ രാജ്യനീതി അന്വേഷിക്കുന്നു, അതോടുകൂടി ഇതൊക്കെയും കിട്ടും. പക്ഷെ നമ്മൾ നോക്കിയാൽ 6 അധ്യായത്തിന് തുടക്കം തൊട്ട് പല കാര്യങ്ങൾ ചെയ്യാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാ പറഞ്ഞത് ഞാൻ നിനക്കെല്ലാം തരാം. മനസ്സിലാകുന്നുണ്ടോ? ഏത് അനുഗ്രഹത്തിന്റെ മുമ്പിലോട്ട് നോക്കിയാൽ ഞാൻ ഇങ്ങനെയൊക്കെ നീ ചെയ്താൽ ഞാൻ ഇങ്ങനെ ചെയ്യാം. റൈറ്റ്? എവിടെയും കണ്ടീഷണൽ പ്രോമിസസ് ആണ്. ദൈവവചനത്തിൽ ഒരിക്കലും കണ്ടീഷൻ ഇല്ലാത്തൊരു പ്രോമിസ് ഇല്ല. നീ ഇത് ചെയ്ത് എന്റെ വാക്ക് നീ കേട്ടനുസരിച്ചാൽ ദേശാത്രം നമ്മൾ എടുക്കും. എന്നാൽ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്, നീ എന്റെ വാക്ക് കേട്ടനുസരിച്ചാൽ. ആകെ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ഇതാണ്, ദൈവത്തിന് നേർച്ച നേർന്നാൽ കഴിപ്പാൻ താമസിക്കരുത്. 2 വ്യക്തികളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. അതിലൊരു വ്യക്തി ഞാൻ ഓൾറെഡി പറഞ്ഞു, ഹന്ന. രണ്ടാമത്തെ വ്യക്തിയാണ് യിഫ്താഹ്. യിഫ്താഹിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. യിഫ്താഹ് ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനം എന്താ? ഞാൻ ശത്രുവിനോട് യുദ്ധത്തിന് പോവുകയാണ്, എന്നാൽ ശത്രുവിനെ ജയിക്കുവാൻ അങ്ങ് എനിക്ക് ബലം തന്ന്, എനിക്ക് ഇന്ന വിഷയത്തിൽ വിജയം തന്നാൽ ഞാൻ ജയിച്ച് എന്റെ ഭവനത്തിലേക്ക് പോകുമ്പോൾ എന്നെ ആദ്യം എതിരേറ്റു വരുന്നത് ആരായാലും എന്തായാലും ഞാൻ അതിനെ ദൈവത്തിന് ഹോമയാഗം കഴിച്ചോളാം. വെറുതെ കേട്ടങ്ങ് പോകുമായിരുന്നില്ല. അവൻ ഓർത്തത് എന്താ? സാധാരണ നമ്മുടെയൊക്കെ വീട്ടിലാണ്, ഞാനൊരു ഉദാഹരണമാണ് പറയുന്നത്. നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ പട്ടികളൊക്കെ വളർത്തുന്ന വീടാണെങ്കിൽ നമ്മളൊക്കെ ഒരു പ്രാർത്ഥന കഴിഞ്ഞോ അല്ലെങ്കിൽ ഒരു വിഷയം കഴിഞ്ഞോ ഓടി വരുമ്പോൾ ആദ്യം വരുന്നത് എന്നാ? പട്ടി വരും. അപ്പൊ നമുക്കൊരു സന്തോഷം, ഓ പട്ടിയാണല്ലോ, കുഴപ്പമില്ലെന്ന്. പക്ഷെ ഇഫ്താഹ് വിചാരിച്ചതും അങ്ങനെ തന്നെ. കാരണം ഇഫ്താഹ് എന്ന് പറയുന്ന ആളുടെ വീട്ടിലും ആടുമാടുകളുണ്ട്. അപ്പം ഇഫ്താഹ് ഓർത്ത് എപ്പോഴും നമ്മളെ അന്നത്തെയൊക്കെ കാലത്ത് ഈ കൂടിനകത്തൊന്നും അല്ല ഈ ആടുകളെ വളർത്തും. അവരുടെ അല്ലെ മുറ്റം വഴിയൊക്കെ ഏത് ഇസ്രായേലിന്റെ വീട്ടിലും ആടും മാടുകളും ഒക്കെ ഉണ്ട്. ഇതിങ്ങളിങ്ങനെ ഓടി നടക്കും. അപ്പം ഇഫ്താഹ് ഓർത്ത് എന്താന്ന് പറയും, ഇഫ്താഹ് ജയമൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ വല്ല ആടോ ഒക്കെ ആയിരിക്കും ഓടി വരുന്നത്, അല്ലെ വല്ല വൃത്തിമാരും ഒക്കെ ആയിരിക്കും വരുന്നത്. ഒരിക്കലും ഒരു മനുഷ്യനെ എക്സ്പെക്ട് ചെയ്യുന്നില്ല. എന്നാൽ ദൈവം ആരാ? ദൈവം നമ്മുടെ നേർച്ചയെ നോക്കുന്ന ദൈവമാണ്, അതിന്റെ ആഴം നോക്കുന്ന ദൈവമാ. കർത്താവ് പറഞ്ഞു, ഓക്കെ നിങ്ങളൊക്കെ ഇവിടെ നിൽക്കേ. എല്ലാ ആടുമാടിനെയും ദൈവം ബ്ലോക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഇഫ്താഹിന്റെ ഏക പുത്രിയോട് പറഞ്ഞു, നീ വേണം ഇന്ന് നിന്റെ അപ്പനെ എതിരേക്കാൻ ചെല്ലാൻ. ഒന്നോർത്തു നോക്കിക്കേ, സ്വന്തം തലമുറ അപ്പന്റെ ജയഘോഷം കേട്ട് ഓടി വരുമ്പോൾ ഇഫ്താഹ് അവിടെ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാ, അവൻ തന്നെ വസ്ത്രം കീറി കരഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? എന്നെ പലപ്പോഴും ചിന്തിപ്പിച്ചൊരു കാര്യമാ. അല്ലേ, എത്ര ഭയാനകമാ അവസ്ഥ അല്ലെ? ഏക മകൾ, വേറൊരു മകനും ഇല്ല, വേറെ മക്കളും ഇല്ല, ഒറ്റ മോളേ ഉള്ളൂ. എന്നാൽ കർത്താവ് അവിടെ നോക്കിയത് അവന്റെ നേർച്ചയുടെ വലിപ്പത്തെയാ. എന്നാൽ ദൈവം അവൻ പറഞ്ഞ നേർച്ച പോലെ അവന് ചെയ്തു. എന്തുവാ? വിജയം കൊടുത്തു. വിജയം കൊടുത്തതിന് ശേഷം ദൈവം നോക്കുന്നത് നീ അത് ചെയ്യുവോ ഇല്ലയോ എന്നാ. എന്നാൽ അവിടെ എഴുതിയിരിക്കുന്ന ഇഫ്താഹ് ഇങ്ങനെ മകളോട് പറഞ്ഞേ, നീ എന്നെ എന്തിനാ ഈ ദുഃഖത്തിൽ ആഴ്ത്തിയത്? എന്നാൽ ആ മകളുടെ റിപ്ലൈ എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. മകൾ ഇങ്ങനെയാ മറുപടി പറയുന്ന, അപ്പാ നീ ദൈവത്തോട് പറഞ്ഞതുപോലെ ചെയ്യുക. കാരണം എന്താണെന്നറിയോ? അവൾക്കറിയാം ദൈവത്തോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം, ദൈവത്തെ ഭയപ്പെടണം. അതെങ്ങനെയാണ് ഇഫ്താഹിന്റെ മകൾക്ക് അറിയാവുന്നത്? നമ്മളിപ്പോ സഭാപ്രസംഗി വായിക്കുമ്പോൾ നമ്മൾ ഓർക്കും ശലോമോൻ എഴുതിയതല്ലേ, ശലോമോനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇഫ്താഹ് നമ്മൾ ചിന്തിക്കും. എന്നാൽ ആവർത്തന പുസ്തകം 23-ാം അധ്യായം അതിന്റെ 21 തൊട്ട് 23 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴും ഇതേ വാക്യങ്ങളാണ് പറയുന്നത്. ന്യായപ്രമാണം തന്റെ ജനത്തിന് കൊടുക്കുമ്പോഴും ദൈവം പറയുന്ന ന്യായപ്രമാണം അതാ. എന്തുവാ? നിന്റെ ദൈവമായ യഹോവയ്ക്ക് നേർച്ച നേർന്നാൽ അത് നിവർത്തിപ്പാൻ താമസം വരുത്തരുത്. അങ്ങനെ ചെയ്താൽ നിന്റെ ദൈവമായ യഹോവ നിന്നോട് ചോദിക്കും, അത് നിനക്ക് നിങ്കൽ പാപമായിരിക്കും. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ഈ ന്യായപ്രമാണം ദൈവം നമുക്ക് നൽകി തന്നതാ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ, നിങ്ങൾ ഉവ്വ എന്ന് പറഞ്ഞാൽ ഉവ്വ എന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല എന്നും ആയിരിക്കണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന യുവതി വാക്കന്മാരെ, നിങ്ങൾ ആരെങ്കിലും ദൈവസന്നിധിയിൽ ഏതെങ്കിലും രീതിയിലുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ, കർത്താവെ വിശ്വാസനടിയൊക്കെ ഇറങ്ങുമ്പോൾ സ്നാനപ്പെട്ടൊക്കെ വരുമ്പോൾ അഭിഷേക പ്രാവശ്യം നമ്മളെടുക്കും ചെറിയ ചെറിയ തീരുമാനങ്ങൾ എന്തായിരിക്കും? കർത്താവെ ഞാൻ എല്ലാ ദിവസവും വചനം വായിച്ചോളാം, അല്ലെ? എനിക്കറിയില്ല എത്ര യൂത്ത് എന്നെ കേൾക്കുന്നുണ്ടോ, അല്ലെ ആരൊക്കെ കേൾക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയുന്നത്. ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനം കാണും, ഞാൻ എല്ലാ ദിവസവും ബൈബിൾ വായിച്ചോളാം, കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ബൈബിൾ വായിച്ചോളാം, ഞാൻ ഈ വർഷം ബൈബിൾ വായിച്ചു തീർത്തോളാം. മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ തിരക്കാം.
ഇപ്പൊ ബൈബിൾ അല്ലല്ലോ ആദ്യം എടുക്കുന്ന എന്താ? ഫോണാകില്ല. ആരൊക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട് അല്ലെ? ഭയങ്കര എക്സൈറ്റ്മെന്റ്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ടെൻഷൻ, അയ്യോ എന്തെയോ ഇനി ആരെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടോ? കർത്താവിനേക്കാൾ ഇമ്പോർട്ടൻസ് ആ ഫോണിന്. കർത്താവിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയ ആൾക്കാർ ഒത്തിരി പേര് നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പൊ നമ്മൾ അതിനുവേണ്ടി ഇമ്പോർട്ടൻസ് കൊടുക്കും. പക്ഷെ ദൈവത്തോട് പറഞ്ഞ വാക്ക്, കർത്താവ് ഇതൊക്കെ നോട്ട് ചെയ്ത് മേളിലിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ദൈവമേ ഞാൻ ഇന്ന് രാവിലെ വായിച്ചോളാം, ഇന്നും വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചോളാം. ഇതിനകത്ത് ചില മാതാക്കളൊക്കെ പരിശുദ്ധാത്മ സംസാരിക്കുക. പണ്ടൊക്കെ രാത്രിയുടെ യാമങ്ങളിൽ 2 മണിക്കും 3 മണിക്കും ഒക്കെ എഴുന്നേറ്റിരുന്ന ദേശത്തിന് വേണ്ടി അല്ലെ സഭയ്ക്ക് വേണ്ടിയൊക്കെ കരഞ്ഞുകൊണ്ടിരുന്ന മാതാപിതാക്കളാ. എന്നാൽ പലപ്പോഴും ജീവിതത്തിന്റെ ക്ലേശങ്ങളുടെ നടുവില് അല്ലെ ശാരീരിക അസ്വസ്ഥതകളുടെ നടുവിൽ ദൈവത്തോട്, കർത്താവിന് എന്റെ അവസ്ഥ അറിയാം. നമ്മൾ പറയുന്ന വാക്കത, ഓ എനിക്കിരുന്ന് ഇങ്ങനെയൊന്നും പണ്ടത്തെ പോലെ പ്രാർത്ഥിക്കാൻ പറ്റുന്നത് കർത്താവിനറിയാം. കർത്താവ് പറഞ്ഞൊരു കാര്യം എനിക്കറിയാം. എന്നാൽ ഈ ഒരു അവസ്ഥ നമ്മളെ ചുറ്റിപ്പറ്റുന്ന ഒരു കാര്യങ്ങളിലില്ല. ഞാൻ എപ്പോഴും എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യം കേട്ടോ, ഞാനത് പറയുന്നത് എന്റെ അവസ്ഥയെ കൂടിയാ പറയുന്നത്. നമ്മൾ ദൈവത്തിന് ഉപസിക്കാൻ തീരുമാനം എടുത്തു കഴിയുമ്പോൾ പറയുന്ന എല്ലാവരും പറഞ്ഞു, എനിക്ക് ഉച്ച വരെ പോലും ഇരിക്കാൻ പറ്റുന്നത്. രാവിലെ ആകുമ്പോൾ എന്റെ ഷുഗർ അങ്ങ് ഡൗൺ ആവും, ഞാൻ ഷുഗറിന്റെ ഒക്കെ മരുന്ന് എടുക്കുന്നുണ്ടേ, അല്ലെങ്കിൽ എനിക്ക് ബി പി ഡൗൺ ആവും. എന്നാൽ നമ്മുടെ വീട്ടിലൊരു വിഷയം ഉണ്ടാവട്ടെ, നമ്മുടെ തലമുറയ്ക്ക് ഒരു വിഷയം ഉണ്ടാവട്ടെ, രാവിലെ ഭക്ഷണം കഴിക്കുമോ? നമ്മുടെ തലമുറ ആശുപത്രിയിൽ പോട്ടെ, ഒന്നും വേണ്ട, ആശുപത്രിയിൽ പോയി ചെക്കപ്പിന് കയറിയേക്കോ, സ്കാനിങ് ഡോക്ടർ എന്നാ പറയുന്നതെന്ന് അറിയത്തില്ല, നാളെ എനിക്ക് രാവിലെ ചെക്കപ്പാ എന്ന് തലമുറ വിളിച്ച് പറയുക, അല്ലെങ്കിൽ ഭർത്താവ് പറയുക. ഒന്ന് ഓർത്ത് നോക്കിക്കേ, രാവിലെ നല്ല ഇഡ്ഡലി സാമ്പാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വായിലോട്ട് ഇറങ്ങുമോ? പറ, നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കി, ഇറങ്ങുമോ? ഇറങ്ങത്തില്ല. അപ്പൊ ഉപവസിച്ചില്ല, പട്ടിണിയിരുന്നു. എന്നാൽ ഇതിനാ കർത്താവ് പറഞ്ഞ്, സംഭവിപ്പാനുള്ളതെല്ലാം ഒഴിഞ്ഞു പോകേണ്ടതിനും മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കാൻ നിങ്ങൾക്ക് കൃപ ലഭിക്കേണ്ടതിനും സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ദൈവം നമുക്ക് ആയുസ് തരുമ്പോൾ, എനിക്ക് യുവതി യുവാക്കന്മാരോട് പറയാനുള്ളത് ഇതാ, നിങ്ങൾക്ക് ദൈവം ആയുസ് തരുമ്പോൾ, നിങ്ങൾക്ക് ദൈവം ആരോഗ്യം തരുമ്പോൾ ഉപവസിച്ചാൽ അതിന്റെ അനുഗ്രഹം പിന്നത്തേത് നിങ്ങൾക്ക് മനസ്സിലാകും. വിഷയം വരുമ്പോഴല്ല ഉപവസിക്കേണ്ടത്, വിഷയം വരുമ്പോഴല്ല ഉപവസിക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ ആത്മീക ഗോളത്തിൽ കാണുന്നത്, ഒരു പ്രശ്നം വരുമ്പോൾ ഉപവാസം ഡിക്ലെയർ ചെയ്യും. നമുക്ക് പെട്ടെന്ന് 21 ദിവസം ഇരിക്കാം, നമുക്ക് 7 ഇരിക്കാം. അല്ല, അങ്ങനെയല്ല. കർത്താവ് നമ്മളെ പഠിപ്പിച്ചൊരു മാതൃകയുണ്ട്. കർത്താവ് ചെയ്യുന്ന എന്താ? വിഷയങ്ങളുള്ളപ്പോഴല്ല കർത്താവ് പ്രാർത്ഥിച്ചിട്ടുള്ളത്, വിഷയങ്ങൾ വരുമ്പോഴല്ല കർത്താവ് മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇരുന്നിട്ടുള്ളത്. ഒരു വിഷയം ഇല്ലാതിരിക്കുമ്പോൾ കർത്താവ് മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ഇരുന്ന് കരയും. കർത്താവ് മണിക്കൂർ ദൈവസന്നിധി പ്രാർത്ഥിക്കും. രാത്രിയുടെ യാമങ്ങൾ മുഴുവൻ കർത്താവ് ദൈവസന്നിധിയിൽ ഇരിക്കും. എന്നിട്ട് പ്രശ്നം വരുമ്പോൾ കർത്താവ് ചെയ്യുന്ന എന്താ? അമരത്ത് തലയണ വെച്ച് സുഖമായി കിടന്നുറങ്ങും. ഇതാ കർത്താവ് നമ്മളെ കുറിച്ചും ആഗ്രഹിക്കുന്നത്. എന്തുവാ? വിഷയങ്ങളുടെ നടുവിൽ പ്രശ്നം വരുന്നതിന് മുമ്പ്, തലമുറ വഴിതെറ്റി പോകുന്നതിന് മുമ്പ് ഇരിക്കണം. പ്രശ്നം ഉണ്ടായി കഴിഞ്ഞ് കുടുംബജീവിതം, തലമുറയുടെ വിഷയങ്ങൾ, തലമുറയുടെ കുടുംബജീവിതത്തിനകത്ത് പ്രശ്നം വരുമ്പോൾ തലമുറയുടെ കുടുംബജീവിതത്തിനകത്തേക്ക് ശത്രുവായവൻ നുഴഞ്ഞു കയറുവാൻ കാണുമ്പോഴല്ല ഉപവസിക്കേണ്ടത്. തലമുറ വിവാഹം കഴിച്ചുപോയി, ഇനി അവരുടെ ഉത്തരവാദിത്തമാ, അവരുടെ ജീവിതമാ, അവര് ചെയ്തോളൂ എന്നോർത്തല്ല ഇരിക്കേണ്ടത്. തലമുറയുടെ കല്യാണം കഴിഞ്ഞു പോയാലും കൊച്ചുമക്കളായാലും സ്വന്തം തലമുറകൾക്ക് വേണ്ടി കരയേണ്ടത് ഒരു മാതാവിന്റെ പിതാവിന്റെ കടമയാണ്. പല മാതാപിതാക്കളും ചെയ്യുന്നത്, മക്കളുടെ കല്യാണം കഴിഞ്ഞു, റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു എന്ന് ഓർത്തിരിക്കുക. എന്നാൽ കുടുംബജീവിതത്തിനകത്ത് പ്രശ്നം വരുമ്പോൾ അതെങ്ങനെ തരണം ചെയ്യണമെന്ന് അറിയത്തില്ല. ആകയാൽ ഇന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുക, ദൈവസന്നിധിയിൽ എടുത്ത തീരുമാനത്തിലേക്ക് മടങ്ങി വരണം. ഇവിടെ ആവർത്തന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, നേരാതിരിക്കുന്നത് പാപമാകിയല്ല, നിന്റെ നാവിന്മേൽ നിന്ന് വീണത് നിവർത്തിക്കുകയും വാ കൊണ്ട് പറഞ്ഞ സ്വമേധാദാനം നിന്റെ ദൈവമായ യഹോവയ്ക്ക് നേർന്നതുപോലെ നിവർത്തിക്കുകയും വേണം. നേർന്നതുപോലെ നിവർത്തിക്കണം. മനസ്സിലായോ? നമുക്ക് തോന്നുന്നത് പോലെ അല്ല, നേർന്നതുപോലെ നിവർത്തിക്കണം. അവിടെ ഇഫ്താഹിനെ കുറിച്ച് എഴുതിയിരിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്, ഇഫ്താഹ് ദൈവസന്നിധിയിൽ നേർച്ചയൊക്കെ നേർന്നു, ദൈവസന്നിധിയിൽ തീരുമാനമൊക്കെ എടുത്തു. എന്നാൽ തീരുമാനമെടുത്ത് അങ്ങ് പോകുമായിരുന്നില്ല ചെയ്തത്. മറിച്ച് ആ മകള് പറയുക, അപ്പനോട് പറയുക, അപ്പ വിഷമിക്കണ്ട കേട്ടോ, നീ നേർന്നതുപോലെ എന്റെ ജീവിതത്തിൽ നടക്കട്ടെ, നീ നേർന്നതുപോലെ എന്റെ ലൈഫിൽ നടക്കട്ടെ. എന്തുവാ പറയുന്നത്? നീ നേർന്നതുപോലെ ചെയ്യാൻ. ആരെ പറയുന്നത്? കാരണം എന്താ? അവളുടെ ഉള്ളിൽ ന്യായപ്രമാണം ഉണ്ടായിരുന്നു. അവളുടെ ഉള്ളിൽ ദൈവം ന്യായപ്രമാണം കൊടുത്തത് കൊണ്ട് അവൾക്ക് ഉറപ്പുണ്ട്, അവൾ പറഞ്ഞത് ചെയ്യണം. ആര്? അപ്പൻ നേർന്നത് കഴിക്കണം. അപ്പൻ നേർന്നത് എന്തുവാ? ഞാൻ എന്നെ എതിരേറ്റു വരുന്നതിനെ ഞാൻ യാഗം കഴിച്ചോളാം. അവിടെ ചോദിക്കുന്ന ഒരേ ഒരു കാര്യമേ അവൾ ചോദിക്കുന്നുള്ളൂ, എനിക്ക് മറ്റു കന്യകമാരുടെ കൂടെ ഒരല്പ ദിവസങ്ങൾ ചെലവഴിക്കാൻ തരണം. അവൾ പർവ്വതത്തിലേക്ക് പോയി. എന്നാൽ അതിനുശേഷം എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, അവൾ മടങ്ങി വന്നപ്പോൾ ഇഫ്താഹ് ദൈവത്തോട് നേർന്നതുപോലെ അവളോട് ചെയ്തു. ഒന്ന് ഓർത്തു നോക്ക്, നമ്മൾക്ക് എത്ര പേർക്ക് കഴിയും? നിങ്ങൾക്ക് കഴിയുമോ? പല മാതാപിതാക്കളും ദൈവസന്നിധി തലമുറകളെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി നേർന്നവരുണ്ട്. എന്നാൽ നല്ല പഠിക്കാൻ മിടുക്കരാന്ന് കണ്ടപ്പോൾ, നല്ല സാധ്യതകൾ കണ്ടപ്പോൾ ദൈവത്തോടെടുത്ത തീരുമാനങ്ങൾ മറന്നുപോയിട്ടുണ്ടോ? ചിന്തിച്ചു നോക്കണം. ജോലിയുടെ വിഷയത്തിൽ, തലമുറയ്ക്ക് ജോലി ലഭിക്കുന്ന വിഷയത്തിൽ,
തലമുറയുടെ വിവാഹത്തോടുള്ള ബന്ധത്തിൽ നിങ്ങൾ എടുത്ത ഏതെങ്കിലും തീരുമാനം പെൻഡിങ് ആണോ? ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുന്നു, മടങ്ങി വരേണ്ടത് ആവശ്യമാണ്. മടങ്ങി വരിക, എടുത്ത തീരുമാനത്തിലേക്ക് മടങ്ങി വരിക, പ്രതിഷ്ഠയിലേക്ക് മടങ്ങി വരിക, ഉപവാസത്തിലേക്കും പ്രാർത്ഥനയിലേക്കും മടങ്ങി വരിക. മനസ്സിലാകുന്നുണ്ടോ? ക്ഷീണിച്ചിരിക്കുവാൻ, തളർന്നിരിക്കുവാൻ അല്ല ദൈവാത്മാവ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ബലം ധരിക്കേണ്ടത് ആവശ്യമാണ്. മനസ്സിലാകുന്നുണ്ടോ? തലമുറകൾക്ക് വേണ്ടി കരയണമെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. തലമുറകൾക്ക് വേണ്ടി കരയണമെന്ന് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. ഇപ്പോൾ ഒരു കുഴപ്പവും കാണത്തില്ല. ഇപ്പോൾ ഒരു പ്രയാസത്തിൽ കൂടെയല്ല പോകുന്നത്. ജോലിക്ക് ജോലിയായി, കല്യാണത്തിന് കല്യാണമായി. എന്നാൽ ഞാൻ എപ്പോഴും എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ തലമുറകൾ നിത്യതയിൽ എത്തുവോളം ദൈവം നമ്മുടെ കയ്യിലാണ് അവരുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ആ ഉത്തരവാദിത്തം നമ്മൾ എത്രത്തോളം ഏറ്റെടുക്കുന്നോ, അതിന്റെ വലിപ്പം മനസ്സിലാക്കുന്നു, അവിടെയാണ് ദൈവത്തിന്റെ ശക്തി നമ്മുടെ മേൽ ഇറങ്ങി വരുന്നത്. കർത്താവേ, എന്റെ ജീവിതത്തിൽ തെറ്റു നിന്ന് എത്ര പേർക്കൊന്ന് സമർപ്പിക്കാൻ കഴിയും? കർത്താവേ, ഞാൻ എടുത്ത തീരുമാനത്തിൽ എനിക്ക് തെറ്റു വന്നിട്ടുണ്ട്. കർത്താവെ, ഞാൻ ദൈവത്തോട് പറഞ്ഞ പല തീരുമാനങ്ങളുണ്ട്. ഇന്ന് രാത്രികാലം ഒരു വിടുതലിന്റെ രാത്രിയാണ്. അനേക നാളുകളായി ചില വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു സാധ്യതയും കാണാത്ത ചില വിഷയത്തിന്റെ മേൽ ഇന്ന് രാത്രികാലം കർത്താവ് തൊടും. ഒറ്റ വാക്കിന്റെ മേൽ കർത്താവ് പലരോടും വിടുതൽ കൊടുക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമാണ്, നിന്റെ ഈ വാക്കിന്റെ മേൽ ഞാൻ നിനക്ക് വിടുതൽ തരാം. നീ എടുത്ത തീരുമാനത്തിന്റെ മേൽ ഞാൻ നിനക്ക് വിടുതൽ തരാം. ഇല്ലേ? ഓരോ വ്യക്തി ജീവിതങ്ങൾ എടുത്ത ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനത്തിന് മേൽ ദൈവം അവർക്ക് വിടുതലും കൊടുത്തിട്ടുണ്ട്. ആകയാൽ ഇന്ന് രാത്രികാലം മടങ്ങി വരാം. ഏലിയാവ് യാഗപീഠത്തിന് മേൽ യാഗം കഴിക്കുവാൻ പോകുന്നതിന് മുമ്പ് ഏലിയാവ് ചെയ്ത ചില കാര്യങ്ങളുണ്ട്. എന്തുവാ? ചിതറിക്കിടന്ന കല്ലുകൾ അവൻ കൂട്ടിക്കൊണ്ടുവന്നു. കല്ല് എല്ലായിടത്തും പലയിടത്തും ചിതറിക്കിടക്കുന്ന കല്ല് അവൻ കൂട്ടി ചേർത്തു. അതിനുശേഷം വിറക് അടുക്കി, ചുറ്റും തോടുണ്ടാക്കി, അതിൽ വെള്ളം നിറച്ചു. ചെയ്യേണ്ട പല പ്രവൃത്തികൾ നമ്മൾ ചെയ്യണം. ദൈവം ചെയ്യേണ്ട കാര്യം ദൈവം ചെയ്തോളും. എന്നാൽ ചിതറിക്കിടക്കുന്ന ബന്ധങ്ങൾ കൂട്ടിയോജിക്കുവാൻ ദൈവം നിങ്ങളോട് ഇടപെടുന്നുണ്ടെങ്കിൽ അത് ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മൾ പലപ്പോഴും നെഗ്ലക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ സാരമില്ലെന്ന് കാണുന്ന ചില ദൈവിക ശബ്ദങ്ങളുണ്ട്. നമ്മൾ എപ്പോഴാണോ ദൈവം പറഞ്ഞത് അനുസരിക്കാൻ തയ്യാറാവുന്നത് അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നമുക്ക് കാണാം. ആകയാൽ ഇന്ന് രാത്രി കാലം പരിശുദ്ധാത്മാ നിങ്ങളെ ഓർപ്പിക്കുന്നു, എടുത്ത തീരുമാനത്തിലേക്ക് മടങ്ങി വരിക. ഇവിടെ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, കഷ്ടപ്പാടിന്റെ ആധിക്യം കൊണ്ടും പെരുപ്പം കൊണ്ടും വാക്ക് പെരുകുന്നു. നമുക്ക് സ്വപ്നം, പെട്ടെന്നൊരു സന്തോഷം വരുമ്പോൾ, ഒരു നന്മ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തീരുമാനം എടുക്കും. കർത്താവ് അയ്യോ ഭയങ്കര സന്തോഷം, കർത്താവ് ഞാനത് ചെയ്തോളാം. ചർച്ചിലൊക്കെ എഴുന്നേറ്റ് തീരുമാനം പറയും അല്ലേ? ഞാൻ എല്ലാ മീറ്റിങ്ങിനും, ചിലരൊക്കെ എടുക്കുന്ന നിസ്സാരവും ചിന്തിക്കും, ഞാൻ എല്ലാ കൂട്ടായ്മയ്ക്കും മുടങ്ങാതെ, ഞാൻ ഇനി ഒരു ആരാധന പോലും മുടക്കത്തില്ല കർത്താവ്. എനിക്ക് കർത്താവ് കാലിന് ബലം തന്നാൽ, എന്റെ മുട്ടുവേദന മാറ്റി തന്നാൽ ഞാൻ എല്ലാ ആഴ്ചയിലും ചർച്ചിൽ പോക്കോളാം. പക്ഷെ രാവിലെ എഴുന്നേക്കുമ്പോൾ ഒരു ക്ഷീണം വന്നാലോ, ഓ ഇന്നില്ല, ചായം പോക്കോ, മക്കൾ പോക്കോ, ഇന്ന് ഞാനില്ല. നമ്മൾ ഓർത്തത് സാരമില്ലെന്ന്. പക്ഷെ കർത്താവ് അപ്പൊ തന്നെ ബുക്കിൽ അത് എഴുതിയിട്ടു. എന്തുവാ? എടുത്ത തീരുമാനം. പിന്നെ പോയ മുട്ടുവേദന ഡബിൾ ഇരട്ടി തിരിച്ചു വരും. മനസ്സിലാകുന്നുണ്ടോ? അപ്പ കിടന്ന് സങ്കടപ്പെടും. എന്തുകൊണ്ട് പറ്റും? ഡോക്ടർമാർ പറയും ഞങ്ങൾ ചെയ്യേണ്ടതൊക്കെ ചെയ്തു, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചില രോഗവിഷയങ്ങളും ഇങ്ങനെയാണ്. ചില രോഗങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല, എന്നാൽ ഭയങ്കര അസുഖം, ശ്വാസം മുട്ടല്, തളർച്ച, തലകറക്കം, എന്ത് ചെയ്തിട്ടും അതിനൊരു മറുപടി ഇല്ല. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നുണ്ടെന്നറിയോ? നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. ദൈവത്തിന്റെ കൈ, അവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്ക് ശ്രദ്ധിച്ചായിരുന്നോ നിങ്ങൾ? ദൈവം നിന്റെ വാക്ക് നിമിത്തം കോപിച്ച് നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? അപ്പൊ നമ്മുടെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ കൈകളുടെ പ്രവൃത്തികൾ എന്തൊക്കെയാ നമ്മുടെ കൈകളുടെ പ്രവൃത്തികൾ? നമ്മുടെ ജോലി, നമ്മുടെ കുടുംബം, നമ്മുടെ തലമുറ, നമ്മൾക്ക് ദൈവം നൽകിയിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ കൈകളുടെ പ്രവൃത്തിയാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ കർത്താവേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണേ. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം ചിന്തിക്കണം, കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരത്തക്ക രീതിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ? കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരാത്ത രീതിയിൽ ഞാൻ തന്നെ എന്റെ വിഷയത്തെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആർക്കും പ്രവർത്തിക്കാൻ പറ്റത്തില്ല. നിങ്ങളും ദൈവവുമായി ഇന്ന് രാത്രികാലം ഒന്ന് ഏറ്റുമുട്ടണം. നിങ്ങൾ ദൈവസന്നിധി കടന്നു വരണം. ദൈവത്തോട് പറയണം, അപ്പാ എനിക്കൊന്ന് ഓർമ്മത്താ. എവിടെയെങ്കിലുമൊക്കെ ഓർമ്മ വരുന്നുണ്ട്, പരിശുദ്ധാത്മ ചിലരോടൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞാൻ പറയുന്ന ചില വാക്കുകളിൽ കൂടി അവർക്ക് പരിശുദ്ധാത്മ ഇടപെടുന്നുണ്ട്. അതെനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് ആത്മാവിൽ. ഹല്ലേലൂയ. എടുത്ത പല തീരുമാനങ്ങൾ, ഈ കോവിഡിന്റെ സമയത്ത് എടുത്ത ചില തീരുമാനങ്ങൾ, ഞാൻ അത് ചെയ്തോളാം. മനസ്സിലായോ? കോവിഡ് ആയിട്ട് കിടന്നപ്പോൾ എടുത്ത തീരുമാനങ്ങൾ, കോവിഡ് പോയതിനു ശേഷം എടുത്തത്, എന്നാൽ അതിൽ എത്ര എണ്ണം ചെയ്തിട്ടുണ്ട്? വിട്ട് കളയാമെന്ന് പറഞ്ഞ ചിലതുണ്ട്. ഞാൻ ഇനി അത് ചെയ്യത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? ദൈവസന്നിധി നമ്മൾ എടുക്കും തീരുമാനം. ഞാൻ ഇനി എന്റെ ഫോൺ അങ്ങനെ ഉപയോഗിക്കത്തില്ല, ഞാൻ ഇത്ര നേരമേ ഫോൺ ഉപയോഗിക്കത്തുള്ളൂ. എന്നാൽ പറയും, പിന്നെയും അഡിക്ഷൻ. മനസ്സിലാവുന്നല്ലോ? ഇന്നത്തെ ആത്മീക കോളത്തിൽ നമ്മൾ പറയുന്നുണ്ട്, എന്റെ മോൻ കള്ളു കുടിക്കത്തില്ല, അല്ലെങ്കിൽ എന്റെ തലമുറയ്ക്ക് കള്ളുകുടിയില്ല, വീട് വലിയില്ല. ദാറ്റ് ഇസ് ഗുഡ്.
പക്ഷെ അതിന് തുല്യമായി ദൈവം കാണുന്ന പാപമാ ഫോൺ അഡിക്ഷൻ. അതാരെങ്കിലും അറിയാമോ? നമ്മളിൽ എത്ര പേര് അങ്ങനെയാണെന്നൊന്ന് ചിന്തിക്കണം. എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിച്ച വാക്കാ ഞാൻ ഈ പറയുന്നത്. എന്നോട് സംസാരിച്ചതാ പറയുന്നത്. നിങ്ങളോട് സംസാരിക്കാൻ ഞാനതിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ എപ്പോൾ എന്റെ ഫോൺ കയ്യിലെടുത്താലും പരിശുദ്ധാത്മാവ് എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ എത്ര മണിക്കൂറാ ഫോണിനകത്തിരിക്കുന്നത്? ഒരു ദിവസം വെളുപ്പിനെ ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക എന്നവ പരിശുദ്ധാത്മാവിനോട് വ്യക്തമായിട്ട് സംസാരിച്ചു. അന്ന് എനിക്ക് ഫേസ്ബുക്ക് ഉള്ള സമയമാണ്, 1.5 വർഷത്തിന് മുമ്പ്. ഞാൻ കോവിഡിന്റെ ടൈമിൽ ഇരിക്കുന്ന സമയം, കോവിഡിന്റെ ഒക്കെ ഭയങ്കര രൂക്ഷമായ എല്ലായിടത്തും ലോക്ക്ഡൌൺ ആയിട്ടിരിക്കുമ്പോൾ, ലോക്ക്ഡൌൺ ഒക്കെ അല്ലേ എപ്പോഴും ഫോണിലാണ്. ഞാൻ ആദ്യം അത് ശ്രദ്ധിക്കുന്നില്ല, കാരണം ആകെയുള്ള കോൺടാക്ട് ഫേസ്ബുക്ക് ആയതുകൊണ്ട് ഫേസ്ബുക്കിൽ ഇങ്ങനെ ഇരിക്കുക. ഒന്ന് തുടങ്ങും, ഒരു പോസ്റ്റല്ല തുടങ്ങുന്നത്, പക്ഷെ പിന്നെ ഞാൻ അറിയുന്നില്ല എത്ര മണിക്കൂർ അതിന്റെ മുമ്പ് ഇരുന്നത്. ഒരു ദിവസം പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുക, പ്രാർത്ഥിച്ചിട്ടും എനിക്ക് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഫീൽ ചെയ്യുന്നില്ല. ഈ സാന്നിധ്യം ഫീൽ ചെയ്യാതെ വരുമ്പോൾ എനിക്കറിയാം എവിടെയോ എന്റെ ജീവിതത്തിൽ തെറ്റു വന്നിട്ടുണ്ട്. എനിക്കറിയത്തില്ല നിങ്ങളുടെ അനുഭവങ്ങൾ എങ്ങനെയാണ്. എനിക്ക് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ എനിക്കത് എന്റെ നാവിൽ അറിയാൻ പറ്റും. എന്റെ ചെവിയിൽ ഇങ്ങനെ എനിക്കൊരു പ്രസൻസ് ഫീൽ ചെയ്യും, ഒരു ചൂട് പോലെ. പക്ഷെ ചില സമയത്ത് അത് ഫീൽ ചെയ്യാൻ വരുമ്പോൾ എനിക്കറിയാം എവിടെയോ തകരാറ് വന്നിട്ടുണ്ട്. ഞാൻ അപ്പൊ തന്നെ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ എന്താ കുറവ്, പറഞ്ഞതാ. പെട്ടെന്ന് ഹോളി സ്പിരിറ്റ് എന്നോട് സംസാരിച്ചു, നീ നിന്റെ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്യണം. എനിക്ക് പറ്റാത്തൊരു കാര്യമാണ്, എനിക്ക് പറ്റത്തില്ല. ബിക്കോസ് എന്റെ മുഴുവൻ കോണ്ടാക്ട് അതിനകത്താണ്. ഞാൻ എന്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സ്, ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ എന്റെ കോവർക്കേഴ്സ്, ഞാൻ പഠിപ്പിച്ച സ്റ്റുഡൻസ്, ഇവരൊക്കെ ആയിട്ടുള്ള കോണ്ടാക്ട് അതിനകത്ത്. ആരുടെയും ഫോൺ നമ്പേഴ്സ് എല്ലാവരുടെയും നമ്മുടെ കയ്യിൽ ഇല്ലല്ലോ. എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പൊ കർത്താവിനോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ച, കർത്താവ് എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ കുറച്ച് വേണേ ഉപയോഗിക്കാം, പക്ഷെ ഡിലീറ്റ് ചെയ്യാൻ പറയല്ലേ. അക്കൗണ്ട് ഡിലീറ്റ് ചെയ്താൽ പിന്നെ ഞാൻ എവിടെ കോണ്ടാക്ട് ചെയ്യും? കർത്താവിനോട് ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെയാണ്, നിനക്ക് ജീവന്റെ പുസ്തകത്തിൽ പേര് വേണോ അതോ ഫേസ്ബുക്കിൽ പേര് വേണോ? മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഓർക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരിക്കൽ ജീവപുസ്തകത്തിൽ പേരെഴുതി ഇനി അത് അവിടെ തന്നെ സ്ഥിരമാണ്. അല്ല, ദൈവസന്നിധിയിൽ വീണ് പോയാൽ ആ പേര് മായ്ച്ചു കളയാനും കർത്താവിന് കഴിയും. അതുകൊണ്ട് ദാവീദ് പോലും പ്രാർത്ഥിച്ചത്, എന്റെ ജീവപുസ്തകത്തിൽ നിന്ന് എന്റെ പേര് മായ്ച്ചു കളയല്ലേ. അതുകൊണ്ട് യുവതി യുവാക്കന്മാരെ, ആത്മീക ജീവിതത്തെ തമാശയായിട്ട് എടുക്കരുത് കേട്ടോ. ദൈവവുമായിട്ടുള്ള ബന്ധത്തെ തമാശയായിട്ട് എടുക്കരുത് കേട്ടോ. നമ്മളെ നിസ്സാരമെന്ന് കാണുന്ന ചില പാപങ്ങൾ നിന്റെ ജീവിതത്തെ നാശത്തിലേക്ക് നയിക്കും. മനസ്സിലാവുന്നുണ്ടോ? പണ്ട് മണിക്കൂറുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർ ഇന്ന് എത്ര നേരം ആ ഫോണിനകത്ത് സമയം സ്പെൻഡ് ചെയ്യുന്നു. ഞാൻ അന്ന് ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു, കർത്താവെ ഞാൻ ഡിലീറ്റ് ചെയ്യാം, പക്ഷെ അതിനുള്ള കൃപ എനിക്ക് തരണം. എനിക്ക് തന്നെ പറ്റത്തില്ല, കാരണം എന്റെ ജഡ സമ്മതിക്കുന്നില്ല. എന്റെ ഈ ജഡത്തിനെ അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ സമ്മതിക്കാൻ പറ്റുന്നില്ല. ഞാൻ ദൈവസന്നിധി കരയാൻ തുടങ്ങി. ഞാൻ 2 ദിവസം അതിനുവേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചു. 3-ാമത്തെ ദിവസം പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റപ്പോൾ ഞാൻ പറഞ്ഞു, ഐ എം ഗോയിങ് ടു ഡിലീറ്റ് മൈ ഫേസ്ബുക്ക്. അപ്പൊ എന്തോ എനിക്കൊരു ഭയങ്കര ബലം വന്നു, ഞാൻ ഡിലീറ്റ് ചെയ്തു. പക്ഷെ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്യാൻ പാടാക്കി അവര്. എന്തുവാ, 1 മാസം എടുക്കുമ്പോൾ അത് ഡിലീറ്റ് ആയി വരണമെങ്കിൽ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഒരു ടെൻഡൻസി, ഡിലീറ്റ് ആയോ എന്ന് നോക്കാനുള്ള ഒരു ടെൻഡൻസി. അപ്പൊ നോക്കാൻ കയറുന്നതാ, വീണ്ടും അത് ഡിലേ ആയി. പക്ഷെ ഒരു ദിവസം പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, ഇനി നീ ആ ഫേസ്ബുക്ക് എന്നുള്ള ഒരു ഇതുപോലും ഗൂഗിളിൽ സെർച്ച് ചെയ്യരുത്. ഞാനത് കംപ്ലീറ്റ് ആയിട്ട് ഡിലീറ്റ് ചെയ്തു. എന്നാൽ ദൈവമക്കളെ, കഴിഞ്ഞ 1.5 വർഷമായി ഫേസ്ബുക്കിൽ ദൈവത്തിന്റെ കൃപ, അത്രയും സമയം കൂടെ ദൈവസന്നിധി ഇരിക്കാൻ കിട്ടുന്നുണ്ട്. മനസ്സിലായോ? എന്റെ ജീവിതത്തിൽ അതൊരു കുറവായിരുന്നു, വലിയ കുറവായിരുന്നു. ചെറിയ കുറവെന്ന് ഞാൻ പറയത്തില്ല, വലിയ കുറവായിരുന്നു. ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഞാൻ വിട്ടു. എനിക്ക് മനുഷ്യരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ മതി. ദൈവവുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് ആവശ്യം പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസിനേക്കാൾ ഉപരി സെയിം ഏജ് ഗ്രൂപ്പ് മോട്ടിവേഷണൽ സ്പീക്കേഴ്സ്. ഇന്ന് ഏറ്റവും കൂടുതൽ കടന്നുകൂടിയിരിക്കുന്ന ഒരു കാര്യം മോട്ടിവേഷണൽ സ്പീക്കേഴ്സ്. അവര് മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര എൻകറേജ്മെന്റാ. എന്നാൽ പരിശുദ്ധാത്മാവ് ചോദിക്കുക, ഈ ലോകത്തിലെ ഏറ്റവും പവർഫുൾ മോട്ടിവേഷണൽ സ്പീക്കർ ആരാന്നറിയോ? പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന് നിന്നെ എൻകറേജ് ചെയ്യാൻ കഴിയുന്നിടത്തോളം വേറെ ഒരു മാനുഷിക ശബ്ദത്തിന് നിന്നെ എൻകറേജ് ചെയ്യാൻ കഴിയത്തില്ല. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് എത്ര പേര് നിന്നെ കേൾക്കുന്നുണ്ട്? പരിശുദ്ധാത്മ സ്നാനം പ്രാപിച്ച വ്യക്തികൾക്കറിയാം പാപത്തെക്കുറിച്ച് കറക്റ്റ് സമയത്ത് ബോധം വരുത്തും. ഈ ലോകത്തിലെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് അവർ പറഞ്ഞിട്ട് അവർ സൈൻ ഓഫ് ചെയ്തിട്ട് പോകും. നിന്റെ കൂടെ അവർ നടക്കത്തില്ല, നിന്നെ സഹായിക്കാൻ അവർ വരത്തില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് 24/7 നിന്റെ കൂടെയുണ്ട്. അവൻ നിനക്ക് പാപത്തെക്കുറിച്ച് ബോധം വരുത്തും, നീതിയെക്കുറിച്ച് ബോധം വരുത്തും. നീ ചെയ്യുന്ന പാപം നിനക്കത് വ്യക്തമാക്കി തന്നുകൊണ്ടേയിരിക്കും. ഒരു വട്ടം പറഞ്ഞിട്ട് മാറിപ്പോകുന്നവനല്ല, പിന്നെയും നിനക്ക് ബോധം വരുത്തും. മോളെ, നിന്റെ വഴി തെറ്റാ, ഇപ്പോൾ നീ പോകുന്ന വഴി തെറ്റാ, ഇപ്പോൾ ആരോടാ പരിശുദ്ധാത്മാവ് ഇടപെടുക, നീ ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്റ്റെപ്പ് തെറ്റാ, തിരിഞ്ഞു വന്നോ, അതാ ഏറ്റവും നല്ലത്. ഫോൺ അഡിക്ഷൻ നിന്നെ തകർത്ത് കളയും. നിന്റെ ചില ഫോണിൽ കൂടെയുള്ള കണക്ഷൻസ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുക. ഇന്ന് സ്റ്റോപ്പ് ചെയ്തോ, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. പിന്നീട് പരിശുദ്ധാത്മാവ് നിന്നെ മടക്കി കൊണ്ടുവരുന്ന വഴി നിനക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ദൈവസന്നിധി താഴ്മ ധരിക്കണം. നമുക്ക് ദൈവാത്മാവ് വാണിങ്ങി തരുമ്പോൾ അതിനെ വെട്ടിക്കളഞ്ഞിട്ട് പോവരുത്. മനസ്സിലാവുന്നുണ്ടോ? അതിലൊരു വ്യക്തിയെ ശൗൽ.
ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിക്കുന്ന രണ്ട് വ്യക്തികളാണ് ശൗലും ദാവീദും. ശൗൽ പ്രവാചകൻ പറഞ്ഞ വാക്കിനെ ധിക്കരിച്ച് അവൻ തന്റെ സ്വയം ഇഷ്ടത്തിന് മാറിപ്പോയി. പകരം ചെറിയ ബാലകനായ ദാവീദ് പരിശുദ്ധാത്മാവിനെ അനുസരിക്കാൻ സന്നദ്ധനായി. ഭയന്ന് ഗോലിയാത്തിന്റെ വെല്ലുവിളിയെ ഭയന്ന ഒരു ശൗല് നിൽക്കുമ്പോ, ശൗലിന് ആ വലിയ പൊക്കമുള്ള മനുഷ്യനാന്ന് ഓർക്കണം, നല്ല പൊക്കവും നല്ല സൈസുള്ള മനുഷ്യനാ ശൗലും. എന്നാൽ അവനേക്കാൾ ഡബിൾ സൈസുള്ള ഗോലിയാത്തിനെ കണ്ടപ്പോൾ അവൻ പേടിച്ചു. അവൻ ആരാന്ന് അവൻ മറന്നു. അവന്റെ മേൽ പകർന്ന അഭിഷേകത്തെ അവൻ മറന്നു. പകരം വെറും ബാലകനായ ദാവീദ്, ഇടയ ചെറുക്കനായ ദാവീദ്, അവന്റെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ വലിപ്പം അവൻ അറിയായിരുന്നു. മനസ്സിലായോ? എന്നെ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ചിന്തിപ്പിച്ചത് അതാണ്. ഇന്നത്തെ യൂത്തിനോട് പരിശുദ്ധാത്മാവ് പറയുന്നതാ, നീ ആരെന്ന് നീ മറക്കരുത്. നീ എവിടെ പോയാലും മറക്കരുത്. നീ നിന്റെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യണം. മനസ്സിലായോ? മറ്റൊരാളെ പോലെ ആകാൻ ശ്രമിക്കരുത്. ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ ഞാൻ കണ്ടുവരുന്നത്, എന്നെ ചിന്തിപ്പിക്കുകയും എന്നെ ഭയപ്പെടുത്തുകയും ഈ ദിവസങ്ങളിൽ ഞാൻ ദിവസത്തിൽ കരയുകയും ചെയ്യുന്നതാ, പലരും പലരെ പോലെ ആകാൻ ശ്രമിക്കുക. മനസ്സിലായി? ആത്മീക ഗോളത്തിൽ പലരും പലരെ പോലെ ആകാൻ ശ്രമിക്കുക. യു ആർ ഡിഫറെന്റ്. നീ വ്യത്യസ്തനാ. യു കനോട്ട് ബിക്കം ലൈക്ക് someone else. നമ്മൾ എത്ര ശ്രമിച്ചാലും, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ചിലരുണ്ട് മേക്കപ്പ് ചെയ്യും. അവര് മേക്കപ്പ് ചെയ്ത് വേറൊരാളെ പോലെ ആകും കുറച്ചു നേരത്തേക്ക്. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ തിരിച്ച് വീട്ടിൽ വന്ന് മുഖം കഴുകുമ്പോൾ വീണ്ടും പഴയതാ. മനസ്സിലായോ? ഇതുപോലെയാ ഈ ലോകത്തിൽ നമ്മൾ ആരെ അനുകരിക്കാൻ ശ്രമിച്ചാലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നീ ആരാണ് അതാ നീ. നിനക്ക് ആരെ പോലെ ആകാൻ പറ്റത്തില്ല. മനസ്സിലായോ? 1 ശമൂവേൽ 17 അധ്യായം ഒന്ന് എന്റെ കൂടെ എടുക്കാമോ? 1 ശമൂവേൽ 17 അധ്യായം. ആ 1 ശമൂവേൽ 17 അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ കാണിക്കുന്ന രണ്ട് വ്യക്തികളാണ് ശൗലും ദാവീദും. മനസ്സിലായോ? ഇത് യൂത്തിനോടുള്ള ദൈവത്തിന്റെ ദൂത ആലോചന ഞാനിപ്പോൾ അറിയിക്കുന്നത്. എനിക്കറിയത്തില്ല എത്ര യൂത്ത് എന്നെ കേൾക്കുന്നുണ്ട്, പക്ഷെ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ദാവീദും ശൗലും, 3 വ്യക്തികളെ ഇവിടെ കാണാം. ഗോലിയാത്തും, മല്ലനായ ഗോലിയാത്തും അഭിഷേകം പ്രാപിച്ച 2 വ്യക്തികൾ. മനസ്സിലായോ? അഭിഷേകം പ്രാപിച്ച 2 വ്യക്തികൾ ഇവിടെ ഉണ്ട്. ഒരാള് രാജാവാണ്, നമ്മളുടെ ഭാഷയെ പറഞ്ഞ ഒരു അഡൽട്ടാ. മനസ്സിലായോ? ഒരു 30-35 വയസ്സല്ലെങ്കിൽ വേണ്ട 40 years എബാവ് ഉള്ള ഒരു മനുഷ്യൻ. ദാവീദ് ഒരു ചെറിയ ബാലകനാ, ഒരു യൂത്താ. മനസ്സിലാവുന്ന ഒരു ടീനേജർന്നോ യൂത്ത് ഒക്കെ പറയും. ഇന്ന് ഓർത്ത് നോക്കണം, ഈ 2 പേർക്കും വിവിധ തരം അഭിഷേകത്തെ അല്ല, ഒരേ അഭിഷേകത്തെ ദൈവം കൊടുത്തത്. എന്നാൽ 2 പേരും ശത്രുവിനെ കാണുന്ന രീതി ഒന്ന് നോക്കിക്കേ. നിങ്ങളുടെ മുമ്പിലുള്ള ലോകത്തെ, നിങ്ങളുടെ മുമ്പിലുള്ള വെല്ലുവിളികളെ നിങ്ങൾ എങ്ങനെയാ കാണുന്നത്? ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണെന്ന് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് അഭിഷേകം പ്രാപിച്ചതാ. മനസ്സിലാവുന്നുണ്ടോ? പ്രാപിച്ചതാ. ചില യുവതീവാക്കന്മാരുണ്ട്, ചിലപ്പോൾ ഇപ്പൊ റീസെന്റ് അഭിഷേകം പ്രാപിച്ചവര് കാണും, കൊച്ചു പിള്ളേര് കാണും അഭിഷേകം പ്രാപിച്ചവർ. എന്നാൽ അഭിഷേകം സെയിം, അഭിഷേകം ഒരുപോലെ ദൈവം പകർന്നു, ഒരേ പ്രവാചകനിൽ കൂടെ പകർന്നു. എന്നാൽ വന്ന രീതി നോക്കിക്കുക. അഭിഷേകം പ്രാപിച്ചു, എന്നാൽ 2 പേരുടെ മുമ്പിൽ നിൽക്കുന്ന ഒരേ ശത്രുവ. എന്നാൽ ശൗൽ തന്റെ മേലുള്ള അധികാരം 2 രീതി, ഒന്ന് അഭിഷേകമുണ്ട്, 2 രാജാവാണ്, അവനൊരു സൈന്യമുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും അവൻ ഭീരുവായിട്ട് നിൽക്കുക. ശത്രുവിന്റെ വെല്ലുവിളി കണ്ടപ്പോഴേ പേടിച്ച് നിൽക്കുക, ഒളിച്ചിരിക്കുക. എന്നാൽ ഒന്ന് നോക്കിക്കേ, കൊച്ചു പയ്യനായ ദാവീദ്, അവനും അഭിഷേകം പ്രാപിച്ചവനാ. എന്നാൽ അവൻ ആ പോർക്കളത്തിലേക്ക് വരുമ്പോൾ അവന്റെ കാഴ്ചപ്പാട് ഡിഫറന്റ് ആയിരുന്നു. മനസ്സിലായോ? എന്നെ ഈ ദിവസങ്ങളിൽ, ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഈ വചനം ഞാൻ പഠിക്കാൻ എടുക്കുമായിരുന്നു. ഈ വചനം എന്നോട് പരിശുദ്ധാത്മ പഠിക്കാൻ പറഞ്ഞു. എങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൽ നിന്റെ മേലുള്ള അഭിഷേകം ഉപയോഗിക്കണം, അതിനുവേണ്ടി ഞാൻ പഠിച്ചതാണ്. എന്നെ പരിശുദ്ധാത്മാവ് ഇരുത്തിയേക്കുമായിരുന്നു അവന്റെ സന്നിധി. ഞാൻ പഠിച്ചപ്പോൾ എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. യുവതിവാക്കന്മാരോട് എസ്പെഷ്യലി ഞാനിത് പറയുന്നു. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, 17 അധ്യായത്തിന്റെ 17 വാക്യത്തിൽ ഇശായി തന്റെ മകനായ ദാവീദിനോട് പറഞ്ഞത്, ഈ ഒരു പറ മലരും അപ്പം 10 എടുത്ത് പാളയത്തിൽ നിന്റെ സഹോദരന്മാരുടെ അടുക്കൽ വേഗം കൊണ്ട് എന്ന് കൊടുക്കുക. അപ്പൻ അവിടെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിക്കുക. എന്തോ ഉത്തരവാദിത്തം? നീ നിന്റെ സഹോദരന്മാരുടെ അടുക്കൽ അപ്പവും മലരുമായിട്ട് പോകണം. ഇവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പൻ ഇത് പറയുന്നത്? ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുന്ന ദാവീദ് വീട്ടിലേക്ക് ഓടി വന്ന് വിളിച്ചു, അപ്പം വിളിച്ചു, അവനെ ഏൽപ്പിച്ചു. അവിടെ ചെയ്യേണ്ട കാര്യം ഇതാണ്. അവിടെ എഴുതിയിരിക്കുന്നത് 20ാമത്തെ വാക്യത്തിൽ, അവിടെ 18ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഈ പാൽക്കട്ട 10 സഹസ്രാധിപന് കൊടുക്കുക, നിന്റെ സഹോദരന്മാരോട് ക്ഷേമം അന്വേഷിക്കുക, എന്നിട്ട് തിരിച്ച് നീ വരണം. ഇങ്ങനെയാ പറയുന്നത്. അപ്പൊ കുറച്ച് കാര്യങ്ങൾ അപ്പം പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. നിന്റെ ഈ പാൽക്കട്ട സഹസ്രാധിപന് കൊടുക്കണം, മലരും അപ്പവും നിന്റെ സഹോദരന്മാർക്ക് കൊടുക്കണം, നീ അവരുടെ ക്ഷേമം അന്വേഷിക്കണം, മടങ്ങി വരണം. ഇതൊക്കെ പറഞ്ഞു.
ഇതൊക്കെ കേട്ടു. എന്നാൽ ദാവീദ് ചെയ്തൊരു കാര്യം, ഞാൻ ഇത് പലവട്ടം വായിച്ചിട്ടുണ്ടെങ്കിലും ദൂത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു കാര്യം പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. അങ്ങനെ ദാവീദ്, അതിന്റെ 20-ാമത്തെ വാക്യം, അങ്ങനെ ദാവീദ് അതികാലത്ത് എഴുന്നേറ്റു, ആടുകളെ കാവൽക്കാരന്റെ പക്കൽ വിട്ടു. ഞാൻ അപ്പൊ ചിന്തിച്ചൊരു കാര്യമുണ്ട്, നമ്മുടെയൊക്കെ ടീനേജേഴ്സ്, ഞാനും ഒരു ടീനേജർ ആയിരുന്നു, ഞാനും ഒരു യൂത്ത് ആയിട്ടാണ്, ഇപ്പോഴും യൂത്താ ഇങ്ങനെ ഇരിക്കുന്നത്. എന്നാൽ ഞാൻ ഓർക്കുന്നൊരു കാര്യം, മമ്മിമാരും അപ്പന്മാരൊക്കെ നമ്മളോട് ചില കാര്യങ്ങളൊക്കെ പറയും ചെയ്യാൻ. ഞാൻ ദാവീദിന്റെ സ്ഥാനത്ത് കുറച്ചു നേരം നിന്നു. ശരിയാ, ഞാനിപ്പോ ആട്ടിടേനാന്ന് ഇരുന്നോട്ടെ, ഞാന് ആടുകളെയൊക്കെ മേയിച്ചു. അപ്പൊ എനിക്ക് ആടുകളെ മേയ്ക്കുമ്പോൾ എന്റെ കൈ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, ആടിന് ആവശ്യമായത് ഇതൊക്കെ എന്റെ കയ്യിലുണ്ട്. എന്നെ അപ്പൻ ഒരു സ്ഥലത്തേക്ക് വിടുവോ, മോളെ നീ പോന്ന് ഓടി കടയിൽ പൊക്കെ എന്ന് പറയുമ്പോൾ ഞാൻ എങ്ങനെയായിരിക്കും ചെയ്യുന്നത്? കടയിൽ പൊക്കെ അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക്, ഒരു ദൂര സ്ഥലത്തേക്ക് വിടുവാ, നീ പോയി നിന്റെ സഹോദരങ്ങളെ കാണുമെന്ന് പറയുമ്പോൾ നമ്മൾ എടുക്കുന്ന ഒരു തയ്യാറെടുപ്പുണ്ട് അല്ലെ, ഒരു കാര്യം ഉത്തരവാദിത്തത്തോടെ ചെയ്യാൻ. ഇവിടെ ദാവീദ് ചെയ്ത് അവൻ അതികാലത്തെ എഴുന്നേറ്റു ആടുകളെ കാവൽക്കാരന്റെ പക്കൽ ഏൽപ്പിച്ചു. ചെയ്തത് അങ്ങ് ഓടി അങ്ങ് പോവല്ല, കേട്ട പാടെ കേൾക്കാത്ത പാടെ ഓടി പോവല്ല, അവൻ അവന്റെ ഉത്തരവാദിത്തത്തെ മനസ്സിലാക്കി. മനസ്സിലായോ? ഹി നോ വാട്ട് ഹി ഷുഡ് ഡു. എന്തുവാ ചെയ്തത്? ഹി നോ ഹൂ ഹി ഈസ്. അവന്റെ ഐഡന്റിറ്റി ദാവീദിന് അറിയാം. അവനൊരു ആട്ടിടയനാണ്. അപ്പനൊരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചെന്ന് ഓടാൻ പറ്റത്തില്ല. അവൻ ചെയ്തത്, ആ ചെറിയ പ്രായത്തിൽ ദൈവം അവന് കൊടുത്ത വിവേകം നോക്കിക്കേ. അപ്പൻ ഇനി ഞാൻ പൊക്കോളാം, ഇനി അപ്പൻ ഇനി എന്റെ ആടുകൾ എന്നെ എടുക്കോ, അപ്പനുണ്ടല്ലോ, അപ്പൻ അത് ചെയ്തോളും, അപ്പൻ എന്താന്ന് വെച്ചാൽ അതിനെ ചെയ്തോളൂ എന്ന് ഓർത്ത് ഓടുവല്ല. അവൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം അവൻ ചെയ്തു. എന്തുവാ? കാവൽക്കാരനെ തന്റെ ആടുകളെ ഏൽപ്പിച്ചു. അതിനുശേഷം ഇശായി തന്നോട് കൽപ്പിച്ചതൊക്കെയും എടുത്തു. ആദ്യം അവന്റെ ഉത്തരവാദിത്തം അവൻ ചെയ്തു. രണ്ട്, അവന്റെ അപ്പൻ അവനോട് കൽപ്പിച്ചതൊക്കെ എടുത്തു. അവിടെ ചെന്നിട്ട് പിന്നെ നമ്മൾ കാണുന്നത്, അവൻ നേരെ ചെല്ലുന്ന അവന്റെ സഹോദരങ്ങളെ കാണാനാ. മനസ്സിലായോ? കാണുന്നു. പിന്നെ അവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം. അവൻ അറിയുന്നു മല്ലനായ ഗോലിയാത്ത് വെല്ലുവിളിക്കുക. ഈ വെല്ലുവിളിയൊക്കെ ഇവൻ കേട്ടു. എല്ലാം കേട്ടിട്ട് പിന്തിരിഞ്ഞു പോലെ, എന്നെ ഏൽപ്പിച്ച കാര്യമല്ല, എന്നെ ഇപ്പോൾ ദൈവം വിളിച്ചിരിക്കുന്നത് ആടുകളെ മേയ്ക്കാനോ, എന്റെ ആടുകൾ അവിടെ വെയിറ്റ് ചെയ്യുക എന്നോർത്ത് അവൻ ഓടുവല്ല. അവന്റെ ഉള്ളിൽ ഒരു എരിവുണ്ട്. എന്തുവാണെന്നറിയോ? ഇവൻ കേൾക്കുന്നത് മൊത്തം സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ പരിഹസിക്കുന്ന ഒരു ശത്രുവിനെയാണ്. മനസ്സിലായോ? അവൻ അത് സഹിക്കാൻ പറ്റത്തില്ല. ബിക്കോസ് അവന്റെ മേലുള്ള അഭിഷേകത്തിന് അത് സഹിക്കാൻ പറ്റത്തില്ല. അവൻ വ്യത്യസ്തനാണെന്നുള്ളതിന്റെ തെളിവ് അവിടെയാണ്. അവൻ ചെയ്യുന്നത് എന്നെ ചിന്തിപ്പിച്ചതും ആ ഭാഗമാണ്. അതിന്റെ 40-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, പിന്നെ അവൻ തന്റെ വടിയെടുത്തു. എന്നെ ചിന്തിപ്പിച്ചു, എന്തിനാ വടിയെടുത്തത്? മനസ്സിലാവുന്നുണ്ടോ? പിന്നെ അവൻ തന്റെ വടിയെടുത്തു, തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ലും തിരഞ്ഞെടുത്ത്, കേൾക്കണം, ഇടയ സഞ്ചിയായ പൊക്കണത്തിലിട്ടു. ഇടയ സഞ്ചി, ആദ്യം വടി, 2 ഇടയ സഞ്ചി, 3 കവിണ. എന്നെ ചിന്തിപ്പിച്ച മറ്റൊന്നുമല്ല. അപ്പം പറഞ്ഞത് ഇതൊക്കെ കൊണ്ടുപോകാനാണ്. അപ്പം പറഞ്ഞിട്ടില്ല. അപ്പം പറഞ്ഞതിന് അപ്പം കൊടുത്ത കുറെ സാധനങ്ങളുണ്ട്. ഞാൻ തന്നെ ചിന്തിച്ചു, മലരുണ്ട്, അപ്പമുണ്ട്, പാൽക്കട്ടയുണ്ട്. ഞാനാണെങ്കിൽ ചിന്തിക്കും, പിന്നെ ദൂരെ യാത്രയാ, വണ്ടിയിലല്ല, നടന്നു വേണം പോകാൻ, അവന് കുടിക്കാൻ വെള്ളം വേണം, അല്ലെങ്കിൽ അവന് കഴിക്കാനുള്ള ഭക്ഷണം. ഒന്നോർത്തെ, കൈ നിറച്ച് സാധനം. ഉറപ്പായിട്ടും ഞാനാണ് അവന്റെ സ്ഥാനത്തെങ്കിൽ ഞാൻ ചിന്തിക്കും, എന്റെ ആടുകളെ ഓൾറെഡി ഞാൻ എന്റെ കാവൽക്കാരനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ കാവൽക്കാരന് കൊടുക്കും വടിയും ഇടയ സഞ്ചിയും കവണയും. ഞാൻ ഇപ്പൊ പോകുന്ന ദൗത്യം എന്താ? ഞാൻ ഇപ്പൊ പോകുന്ന എങ്ങോട്ടാ? യുദ്ധസ്ഥലത്തേക്കാ. എന്റെ ദൗത്യം എന്താ? അവിടെ ചെല്ലുക, ഫുഡ് എല്ലാം അവർക്ക് കൊടുക്കുക, ക്ഷേമനുഷ്ഠിക്കാൻ തിരിച്ചു വരിക. അതിനിപ്പോ വടിയുടെ ആവശ്യമുണ്ടോ? ഇടയന്മാരുടെ ഇരിക്കുന്ന വടിയുടെ ആവശ്യമുണ്ടോ? ഇല്ല. കവണയുടെ ആവശ്യമുണ്ടോ? ഇല്ല. ഇടയ സഞ്ചിയുടെ ആവശ്യമുണ്ടോ? ഇല്ല. എന്നാ ഇതൊക്കെ ഇവിടെ വെച്ചേക്കാം, എന്നെ ഏൽപ്പിച്ചത് മാത്രം ഞാൻ കൊണ്ടുപോവാം. ഒന്ന് ഓർത്ത് നോക്കിക്കേ, ദാവീദ് അങ്ങനെ ചെയ്തില്ല. പകരം ദാവീദ് ചെയ്തത് എന്താണെന്നറിയാമോ? അവൻ വടിയെടുത്തു, അവൻ ഇടയ സഞ്ചി എടുത്തു, അവൻ കവണയും എടുത്തു. അത് ഭാരമായിട്ട് തോന്നിയില്ല. ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നു, പ്രിയ ടീനേജേഴ്സ്, പ്രിയ യൂത്ത്, ദൈവം നിങ്ങളുടെ മേൽ പകർന്ന അഭിഷേകം, ദൈവം നിങ്ങളുടെ മേൽ പകർന്ന അഭിഷേകം, ദൈവം നിങ്ങളുടെ മേൽ പകർന്ന കൃപാവരങ്ങൾ, ദൈവം നിങ്ങളെ വിളിച്ച വിളി, wherever you go you have to carry those. ദൈവം നിങ്ങളെ വിളിച്ച വിളി, ദൈവം നിങ്ങൾക്ക് തന്ന നിയോഗം, ദൈവം നിങ്ങളുടെ മേൽ പകർന്ന അഭിഷേകം, ഇത് നിങ്ങൾ ക്യാരി ചെയ്യണം. മനസ്സിലായോ? തൊട്ടടുത്ത കടയിൽ പോകാനാ മമ്മി പറയുന്നതെങ്കിലും അഭിഷേകത്തിൽ പോണോന്നാ പറഞ്ഞതിന്റെ അർത്ഥം. സ്കൂളിൽ പോകുമ്പോഴും അഭിഷേകം കൊണ്ടുപോകണമെന്നാ പറഞ്ഞതിന്റെ അർത്ഥം.
മനസ്സിലാവുന്നുണ്ടോ? അത് യുവതിവാക്കന്മാരോട് മാത്രമല്ല, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയുക. നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യത്തിൽ തൽക്കാലം ഓടിപ്പോകേണ്ടതുപോലെ ഓടിപ്പോകാനല്ല പറയുന്നത്. കൊണ്ടുപോകേണ്ട സ്ഥലത്ത് കൊണ്ടുപോകണം. അത് ജോലി സ്ഥാനത്തായിക്കൊള്ളട്ടെ. നിങ്ങൾ ആരെന്നുള്ള ഐഡന്റിറ്റി. ദാവീദ് ഗോലിയാത്തിന്റെ നേരെ ചെല്ലുമ്പോൾ അവൻ വടി എടുത്തു എന്ന് എഴുതിയത്. ആ വടി അവൻ കയ്യിലേക്ക് പിടിച്ച് ഇടയസഞ്ചി അരയിലും കെട്ടി കവണെ വലത്തെ കയ്യിലും പിടിച്ച് അവൻ പോകുന്ന കാണുമ്പോഴേ ഗോലിയാത്തിനറിയും ഇവൻ ഒരു ഇടയച്ചറക്കനാണ്. അതുകൊണ്ട് ഗോലിയാത്ത് അവനെ വീണ്ടും കളിയാക്കാൻ തുടങ്ങി. നീ എന്നെ വടിയായിട്ട് വരാൻ ഞാൻ നായാണോ? പക്ഷെ ദാവീദ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്കിപ്പോ എന്നെ ഇടയച്ചറക്കനായിട്ടാ തോന്നുന്നത്, നിനക്ക് എന്റെ വടി കാണുമ്പോൾ കളിയാക്കാനൊക്കെ തോന്നും, എന്നാൽ ഞാൻ ഈ അപ്പിയറൻസിലല്ല വരുന്നത്, ഇതിന്റെ പിൻപിൽ വ്യാപരിക്കുന്ന ഒരു ദൈവിക ശക്തിയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഗോലിയാത്തിനെ അറിയത്തില്ല ഇവന്റെ മേൽ ദൈവിക അഭിഷേകം പ്രാപിച്ചപ്പോൾ ഇത് മൂന്നും അവന്റെ കയ്യിലുണ്ടായിരുന്നു. അല്ലേ? കാട്ടിൽ നിന്ന് ഇശായി അവനെ വിളിച്ചുകൊണ്ട് വന്ന് ശമൂവേൽ കയ്യിലെ കൊമ്പെടുത്ത് അവന്റെ മേൽ അഭിഷേകം പ്രാപിച്ചപ്പോൾ ദാവീദിന്റെ കയ്യിൽ വടി ഉണ്ടായിരുന്നു, ദാവീദിന്റെ കയ്യിൽ കവണയുണ്ടായിരുന്നു, ദാവീദിന്റെ അരയില ഇടയ സഞ്ചിയും ഉണ്ടായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അഭിഷേക തൈലം അവന്റെ തലയിൽ കൂടി വരുമ്പോൾ ഹല്ലേലൂയ, ഞാൻ വിശ്വസിക്കുന്നു അവന്റെ കവണയിലും ആ അഭിഷേകം വീണിട്ടുണ്ട്, അവന്റെ വടിയിലും അഭിഷേകം വീണിട്ടുണ്ട്. ആകയാൽ അവനത് കൊണ്ടുപോകാൻ മറന്നില്ല. എന്നാൽ അതിന്റെ തൊട്ടു മുമ്പുള്ള വാക്യം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം അവന്റെ ഐഡന്റിറ്റിയെ മാറ്റാൻ ചിലർ നോക്കി. ആരാ? ശൗല്. അഭിഷേകം നഷ്ടപ്പെട്ടവന്റെ എപ്പോഴും എയിം, അവന്റെ ലക്ഷ്യം അഭിഷേകം ഉള്ളവന്റെ ഐഡന്റിറ്റി മാറ്റണം. ഒന്ന് ഓർത്തേ, ദാവീദിന്റെ ഐഡന്റിറ്റിയെ മാറ്റാൻ ശൗല് പരിശ്രമിക്കുക, പടനായകന്മാരെ കൊടുത്തു വിടുക. ശൗലിന്റെ വലിപ്പമുള്ള പടച്ചട്ട, കുന്തവും വാളും പരിചയം അറിയാതെ ആണെങ്കിൽ പോലും ദാവീദ് അതൊന്ന് ഇട്ടു നോക്കി. മനസ്സിലാവുന്നുണ്ടോ? ഇട്ടു നോക്കി നടക്കാൻ തുടങ്ങിയപ്പോ അവൻ പറയുക, ഇവ ധരിച്ചുകൊണ്ട് നടപ്പാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞ് അവൻ ഊരി വെച്ചു. മനസ്സിലായോ? ചില ഐഡന്റിറ്റി ഊരി വെക്കണം കേട്ടോ. പരിശുദ്ധാത്മാവിന്റെ നിയോഗം പ്രാപിച്ച തലമുറയെ, വ്യക്തികളെ, നിങ്ങൾക്ക് ചേരാത്ത ഐഡന്റിറ്റി നിങ്ങൾ ക്യാരി ചെയ്യരുത്. നീ അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണോ, നീ എവിടെ പോയാലും ഐഡന്റിറ്റി കീപ്പ് ചെയ്യണം. നിന്റെ ജോലി സ്ഥാനത്ത് നീ എവിടെ പോയാലും നിന്റെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യണം. എന്റെ ജീവിതത്തിൽ നടന്ന ഒരു ടെസ്റ്റിമണി ഞാൻ പറയാം. കോവിഡിന്റെ സമയത്ത് എല്ലാവരും മാസ്ക് വെക്കണം എവിടെയും പോകുമ്പോൾ. എന്നാൽ ഞാനിങ്ങനെ ആ സമയത്ത് ഞങ്ങളുടെ ചർച്ചിലൊക്കെ മാസ്ക് ഇങ്ങനെ കിട്ടും, യൂഷ്വലി അങ്ങനെയാണ്. പക്ഷെ ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. ഒരു കടയിൽ ഞാനിങ്ങനെ നിൽക്കുക, നീ ഒരു മാസ്ക് എടുക്കണം. ഞാൻ മാസ്ക് എടുത്തിട്ട് എനിക്ക് അവിടുത്തെ മാസ്ക് ഒന്നും സംതൃപ്തി തോന്നില്ല. അപ്പം എന്റെ ഒരു ശീലമുണ്ട്, ചെറിയ പ്രായം തൊട്ട് ഇപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ കടയിൽ സാധനം മേടിക്കാൻ പോയാലും, പച്ചക്കറി ആയിക്കോട്ടെ, ഈവൻ ഒരു മുട്ടായി മേടിക്കാൻ പോയാലും ഞാൻ പരിശുദ്ധാത്മാവിനെ കൂടെ കൊണ്ടുപോകും. അത് എന്റെ മമ്മി പഠിപ്പിച്ചൊരു പാഠമാണ്. കുഞ്ഞു പ്രായത്തിൽ മമ്മി പറയും, മോനെ നിനക്കറിയത്തില്ല ഏതാ നല്ലത് ഏതാ അഴുക്കുന്നു. ചില സമയത്ത് പച്ചക്കറിയൊക്കെ മേടിക്കാൻ പോകുമ്പോൾ നമ്മൾ ആദ്യ കാലത്തൊക്കെ അബദ്ധം പറ്റും, ചീഞ്ഞ തക്കാളിയും ചീഞ്ഞ സവാളയൊക്കെ മേടിച്ചോണ്ടിരും. മമ്മി പറയും ഇങ്ങനെയല്ല നോക്കിയെടുക്കണം. അപ്പൊ ഞാൻ മമ്മി എനിക്ക് അറിയത്തില്ല, എനിക്ക് അത്ര നോക്കിയെടുക്കാൻ അറിയത്തില്ല. അപ്പൊ ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ മമ്മി എന്നോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ പോകുമ്പോഴെല്ലാം പറയും, പരിശുദ്ധാത്മാവെ അങ്ങ് എന്റെ കരത്തിന് പിടിക്കണം, അങ്ങ് എനിക്ക് ബുദ്ധി പറഞ്ഞു തരണം. അങ്ങനെ ഞാൻ കൊണ്ടു. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും എവിടെ ഷോപ്പിങ്ങിന് പോകുമ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനോട് പറയും, അങ്ങ് എന്റെ കൂടെ വരണം, അങ്ങ് എനിക്ക് പറഞ്ഞു തരണം. അങ്ങനെ ഞാൻ കടയിൽ സാധനം എടുക്കുമ്പോൾ എനിക്കിതൊന്നും ഇഷ്ടപ്പെടുന്ന എല്ലാം എനിക്ക് വിലക്കുക, എനിക്കത് പറ്റുന്നില്ല. തീർച്ചയായും ഞാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തു. ഞാനിങ്ങനെ ഓൺലൈൻ മാസ്ക് നോക്കിയപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഒരു മാസ്ക് എന്റെ കണ്ണിപ്പെട്ടു. ആ മാസ്ക് ഇങ്ങനെയാണ്, അതൊരു വചനത്തിന്റെ മാസ്ക് ആയിരുന്നു. ആ വചനം ഇതായിരുന്നു, വിത്ത് ഗാഡ് ഓൾ തിങ്സ് ആർ പോസിബിൾ, ദൈവത്താൽ സകലതും സാധ്യം. ഈ വചനം കണ്ടപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഇത് നീ ഓർഡർ ചെയ്യാൻ പറഞ്ഞു. ഞാൻ ഓർഡർ ചെയ്തു. ഇച്ചിരി വില കൂടുതലാണ്, ദൈവവചനം ഉള്ളതുകൊണ്ട് ഇച്ചിരി വില കൂടുതലാണ്. മാനുഷികമായി നമ്മൾ ചിന്തിക്കും, ഒരു മാസ്ക് അല്ലേ, ഇത് കഴുകി ഉപയോഗിക്കാനല്ലേ, $5 മതി അല്ലെങ്കിൽ. പക്ഷെ കർത്താവിനോട് പറഞ്ഞു, നീ ഇത് തന്നെ മേടിക്കണം, നിനക്ക് ഒരെണ്ണം മതി, പക്ഷെ ഇത് മേടിക്കണം. ഞാനത് മേടിച്ചു. പിറ്റേ ദിവസം എനിക്ക് ഇവിടുത്തെ US ഒരു ഓഫീസിൽ പോകേണ്ടത് ആവശ്യമായിരുന്നു. എന്റെ ബയോമെട്രിക്, എന്റെ ഗ്രീൻ കാർഡിനോടുള്ള ബന്ധത്തിൽ ഞാൻ അവിടെ ചെന്നു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഭയങ്കര റെസ്ട്രിക്ഷൻസാ, ഇത്ര പേരെ നിൽക്കാവുള്ളൂ, ഇത്ര ഡിസ്റ്റൻസ് നിൽക്കണം, ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഉള്ള സമയം. ഞാൻ ഈ മാസ്ക് ഇട്ടിട്ട് ഞാൻ അവിടെ നിൽക്കുന്നത്. അപ്പൊ എന്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, ഈ മാസ്ക് ഇട്ടുകൊണ്ട് പോകണോ? കാരണം ഇവിടെ ചിലയിടത്തൊക്കെ സ്പിരിച്വൽ ആയിട്ട് ഒത്തിരി ഉണ്ട്. എന്നോട് ഹോളി സ്പിരിറ്റ് പറഞ്ഞു, നീ ഇത് ഇട്ടുകൊണ്ട് ഇന്ന് പോയേ പറ്റൂ. ഞാൻ പറഞ്ഞു, ഇത് തന്നെ ഇടുന്നുള്ളൂ, ഞാൻ എന്തിനാ ലജ്ജിക്കുന്നത്, ദൈവവചനത്തെ കുറിച്ച് ഞാൻ എന്തിനാ ലജ്ജിക്കുന്നത്, ഞാൻ ഇതിട്ടോണ്ടേ പോകുന്നുള്ളൂ. അപ്പൊ ഞാൻ ഈ മാസ്ക് ഇട്ടിട്ട് ഞാൻ ആ ഓഫീസിന്റെ വാതിൽക്ക് നിൽക്കുക. അപ്പൊ വരുന്നവരും പോകുന്നവരും എല്ലാം ഇത് കാണുന്നുണ്ട്, എന്നെ നോക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത സെക്ഷൻ, അപ്പൊ നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ടാണ് അവിടുത്തെ ഓഫീസേഴ്സ് വിളിക്കുന്നത്. അവിടെ 2 പോലീസുകാരൊക്കെ നിൽപ്പുണ്ട്. അപ്പം എനിക്ക് തന്ന ലോട്ടിൽ ഞാൻ ഇരുന്നു. എന്റെ ടോക്കണിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുക. ടോക്കൺ വന്നു. പെട്ടെന്ന് എന്റെ ഉള്ളിൽ ഒരു ചിന്ത, കർത്താവേ, അവിടെ ഇരിക്കുന്ന ആ ലേഡിയെ കണ്ടപ്പോൾ ഇച്ചിരി ഗൗരവമുള്ള ഒരു ലേഡിയെ പോലെ തോന്നി. കണ്ടാൽ ഇച്ചിരി പേടിയൊക്കെ വരും. അപ്പൊ ഞാൻ ഓർത്ത്, ദൈവമേ മാസ്ക്, ഞാൻ നോക്കുമ്പോൾ എല്ലാവരും കയറുന്നുണ്ട്, മാസ്ക് ഊരുന്നുണ്ട്, വെക്കണമെന്ന് പറയുന്നു, അവർ ചെക്ക് ചെയ്തിട്ടൊക്കെ കയറ്റുന്നത്. ഞാൻ ഓർത്ത്, ദൈവമേ അവർക്ക് ഇഷ്ടപ്പെടുമെന്നുള്ള ചിന്ത മാനുഷികമായി വന്നു. പക്ഷെ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, നോ, നീ അത് അഴിക്കരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ, ഞാൻ പരിശുദ്ധാത്മാവിനെ അനുസരിക്കണമല്ലോ. ഞാനിങ്ങനെ കർത്താവ് എനിക്ക് കൃപ തരണം, എനിക്ക് ബലം തരണം. എനിക്ക് അവരോട് മീറ്റ് ചെയ്ത് കോൺവെർസേഷനേക്കാൾ എനിക്ക് ടെൻഷൻ ഈ മാസ്കാ.
എങ്ങനെ ഇരിക്കും എന്നുള്ളത്. എന്നാൽ എന്നോട് ഹോളി സ്പിരിറ്റ് പറഞ്ഞാണ് ഞാൻ കർത്താവ് എനിക്ക് ബലം തരണം എന്ന് പറഞ്ഞ് ഞാൻ ആ റൂമിനകത്തോട്ട് കയറി. അപ്പൊ പുള്ളിക്കാരി എന്നെ ഇങ്ങനെ കണ്ടു, എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, അത് ഇംഗ്ലീഷിൽ പറഞ്ഞു, യു കീപ് ഇറ്റ് ദാറ്റ് പ്രോപ്പർ ആയിട്ട് വെക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു ഇനി മാസ്ക് ഇങ്ങനെ താന്ന് കിടക്കുന്നതുകൊണ്ട്, മാസ്ക് അല്ലേ ആ സമയത്ത് ഭയങ്കര കെയർഫുൾ ആയിട്ട് വെക്കണം എന്ന് ഓർത്ത് ഞാനത് പ്രോപ്പർ ആയിട്ട് വലിച്ച് നല്ല വൃത്തിക്കിട്ടു. അപ്പൊ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു അത് അങ്ങോട്ട് മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു ഇഷ്ടപ്പെട്ടില്ല. പെട്ടെന്ന് എന്നെ ഇങ്ങനെ മാറി പുള്ളിക്കാരി ഇങ്ങനെ എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് 3 വട്ടം അത് ഉറക്കെ വായിച്ചു. വിത്ത് ഗാഡ് ഓൾ തിങ്സ് ആർ പോസിബിൾ, വിത്ത് ഗാഡ് ഓൾ തിങ്സ് ആർ പോസിബിൾ, വിത്ത് ഗാഡ് ഓൾ തിങ്സ് ആർ പോസിബിൾ. എന്നിട്ട് പുള്ളിക്കാരി പറയാ നീ ഇത് എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർത്തു എന്തുവാ, എനിക്ക് മനസ്സിലായില്ല. പെട്ടെന്ന് എന്നെ അടുത്ത് വിളിച്ചു. അതുവരെ ഉണ്ടായിരുന്ന മുഖം അങ്ങ് മാറി. ഞാൻ കണ്ട വ്യക്തി ഗൗരവമുള്ള വ്യക്തിയാണ്, എന്നാൽ ഈ പുള്ളിക്കാരി അങ്ങ് ശാന്തമായി. എന്നെ അടുത്ത് വിളിച്ചു, എന്നെ അടുത്തിരുത്തി. പിന്നെ എന്റെ പേപ്പർ വർക്കൊക്കെ പെട്ടെന്ന് ചെയ്തു. എന്നിട്ട് പുള്ളിക്കാരി എന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയാം ഞാനിന്ന് ഭയങ്കര തകർന്ന വന്നെ, ഭയങ്കര വിഷമിച്ച ഒരു വിഷയത്തിൽ ഞാൻ വളരെ വിഷമിച്ചാ വന്നെ. എന്റെ ലൈഫ് പോലും ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ നീ ഇന്ന് ആ എഴുതി വാക്കില്ലേ, അത് മതി എനിക്ക്. ഞാൻ എടുത്ത തീരുമാനത്തിൽ ഞാൻ മാറുവാന്ന് പറഞ്ഞു. അത് എന്തുവാന്ന് നമുക്കറിയത്തില്ല തീരുമാനം. പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, നീ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് ചില കാര്യങ്ങൾ ചെയ്താലുണ്ടല്ലോ, യുവതിവാക്കന്മാരോടാ പറഞ്ഞത്, നിങ്ങൾ യു ഹാവ് ടു ക്യാരി യുവർ ഐഡന്റിറ്റി. ദൈവ പൈതലാന്ന് പറയുന്നതിൽ നിനക്ക് ലജ്ജ തോന്നേണ്ട കാര്യമില്ല. നിന്നെ എവിടെയും ദൈവം മാനിക്കും, എവിടെയും ഞാൻ വീണ്ടും പറയുക, എവിടെയും ദൈവം മാനിക്കും. ടേക്ക് യുവർ ഐഡന്റിറ്റി വേർ എവർ യു ഗോ. നീ ദൈവ പൈതലാ, ബൈബിള് നെഞ്ചത്ത് വെച്ചിട്ട് നിനക്ക് ധൈര്യത്തോടെ പറയാം, കർത്താവിന്റെ മക്കളാ ഞാൻ, സ്വർഗീയ രാജാവിന്റെ മകളാ ഞാൻ പോകുന്നിടത്തൊക്കെയും ഞാൻ എന്റെ ഐഡന്റിറ്റി കീപ്പ് ചെയ്യും. ദാവീദ് നമുക്ക് കാണിച്ചു തരുന്ന ഏറ്റവും വലിയ മാതൃകയാണ്. എന്തുവാ മാതൃക? അവൻ വടിയെടുക്കാൻ മറന്നില്ല, അവൻ കവണയെടുക്കാൻ മറന്നില്ല. ഞാൻ ഓരോരുത്തർ കൊച്ചല്ലേ, ഉറപ്പായിട്ടും അവൻ അത് മാറ്റി വെച്ചിട്ട് സഹോദരന്മാരെ എടുക്കാൻ പോകുന്നതിന് തന്നെ വടിയും കവണയൊക്കെ ഓൾറെഡി കവർക്കാരനെ ഏൽപ്പിച്ചിട്ട് പോകും. നോ, അവൻ കൊണ്ടുപോയി. അവൻ അറിയില്ല പോകുന്ന വഴിയിൽ അവനൊരു യുദ്ധമുണ്ടെന്ന്. അവൻ അറിയില്ല അവനാണ് യുദ്ധം ചെയ്യാൻ പോകുന്നതെന്ന്. അവൻ അറിയാം ഞാൻ പോകുന്നിടത്തൊക്കെയും ഇതെനിക്ക് ആവശ്യമാ. ഞാൻ ഇടയനായിട്ടാ പോകുന്നത്, യോദ്ധാവായിട്ടല്ല. ഗോലിയാത്തിന്റെ മുമ്പിൽ അവൻ നിന്നത് യോദ്ധാവായിട്ടല്ല, ഇടയച്ചെറുക്കനായിട്ട്, അഭിഷേകമുള്ള ഇടയച്ചെറുക്കനായിട്ട്. പലപ്പോഴും നമ്മൾ ശ്രമിക്കുന്ന എന്താ, നമ്മളെ ഒരു ഇവന്റിന് വിളിച്ചു അല്ലെങ്കിൽ നമ്മളെ ഒരു കാര്യത്തിന് വിളിക്കുമ്പോൾ നമ്മൾ നോക്കുന്ന എന്നാ, ഞാൻ എങ്ങനെ അവരുടെ മുമ്പിൽ അപ്പിയർ ചെയ്യണം, അവരുടെ മുമ്പിൽ കൊള്ളാവുന്നവനായിട്ട്. 10 പേര് നമ്മൾ പറഞ്ഞാൽ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയുടെ രീതി പറഞ്ഞാൽ എനിക്ക് ഇത്ര ഫോളോവേഴ്സ് ഉണ്ടാവണം, എനിക്ക് ഇത്ര ലൈക്ക് വേണം, ഇങ്ങനെയാണോ ചെല്ലുന്നത്? എന്നെ ആരും ലൈക്ക് ചെയ്തില്ലെങ്കിലും ഒരു വ്യക്തിയുടെ ലൈഫിനെ എനിക്ക് മാറ്റാൻ കഴിയുമെങ്കിൽ എനിക്ക് അത് മതി. അങ്ങനെയാണോ പോകുന്നത്? ദൈവിക അഭിഷേകം പ്രാപിച്ചു പോകുന്ന വ്യക്തികൾക്ക് ലോകത്തിന്റെ ഫോളോവേഴ്സിനെ കിട്ടിയില്ലേലും കർത്താവിന് വേണ്ടി ചില ഫോളോവേഴ്സിനെ നേടാൻ കഴിയും. മനസ്സിലാവുന്നുണ്ടോ? സോ എല്ലാവരോടുമായിട്ട് ഞാൻ പരിശുദ്ധാത്മാവി പറയുക, ക്യാരി യുവർ ഐഡന്റിറ്റി. ഇവിടെ ദാവീദ് ചെയ്തത്, അവൻ വടിയെടുത്തു, അവൻ കല്ലെടുത്തു, അവന്റെ ഇടയ സഞ്ചിയിലിട്ടു. അതിനുശേഷം അവൻ ഫെലിസ്തീന്റെ നേരെ ചെല്ലുകയാണ്. അപ്പോൾ ഫെലിസ്തീൻ അവനെ കളിയാക്കുന്നുണ്ട്, നിന്ദിക്കുന്നുണ്ട്. എന്നാൽ 45-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ മുമ്പിൽ പ്രതികൂലമായി നിൽക്കുന്ന, മല്ലനെ പോലെ നിൽക്കുന്ന പ്രശ്നത്തെ നോക്കി നീ അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ പറയേണ്ട ഒരു കാര്യമുണ്ട്. അഭിഷേകത്തിന്റെ കൃപയെ നിൽക്കുന്ന, ഇഫ് യു കീപ് യുവർ ഐഡന്റിറ്റി, ധൈര്യത്തോടെ പറയാൻ പറ്റും, ഈ പ്രശ്നം എന്നെ മുക്കിക്കളയത്തില്ല. നമുക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും. ഞാൻ എന്റെ ഒരു ടെസ്റ്റ് മണിയും കൂടെ നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങളെ ധൈര്യപ്പെടുത്താൻ പറയാം. ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ ഈ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് നമ്മൾ നിയോഗം പ്രാപിക്കുമ്പോൾ ചിലതൊക്കെ പരിശുദ്ധാത്മാവ് നമ്മളെ വിലക്കും. മനസ്സിലാവുന്നത്? ചിലപ്പോൾ ലോകം അതിനെ പൊട്ടരെന്ന് വിളിക്കും, അവർക്ക് വിവരം ഇല്ലെന്ന് പറയും. പക്ഷെ പരിശുദ്ധാത്മാവിനെ പറഞ്ഞതനുസരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമുണ്ട്. അതാ ഞാൻ പറയുന്നത്. ഇപ്പം ദാവീദ് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോഴും ശൗല് പറഞ്ഞൊരു കാരണം, എന്റെ മോനെ നീ എന്നാ പൊട്ടത്തര കാണിക്കുന്നത്, നീ വടിയും കവണയൊക്കെ ആയിട്ട് നിന്നാല് നിനക്കറിയാം അവന്റെ ഒരു വെട്ട് കിട്ടിയാൽ മതി, നീ ഒരു പ്രൊട്ടക്ഷനും ഇല്ലാതാ നിൽക്കുന്നത്, ഇത് പ്രൊട്ടക്ഷൻ കൂടെ വേണം നിൽക്കാന്നൊക്കെ പറയാം. പക്ഷെ ദാവീദിന്, ഗോലിയാത്തിന് പോലും അത് പൊട്ടനായിട്ടും അല്ലെങ്കിൽ കളിയായിട്ടും തോന്നിയെങ്കിലും അവന്റെ മേൽ പകർന്ന അഭിഷേകത്തെ തിരിച്ചറിയാൻ അവന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതുപോലെ എന്റെ ജീവിതത്തിൽ നടന്നൊരു വലിയ ടെസ്റ്റ് മണി ഞാൻ പറയാം. എനിക്ക് തോന്നുന്നു ഞാനത് ആസാദി പറഞ്ഞിട്ടുണ്ട്, കേൾക്കാത്തവരോടായിട്ട് ഞാൻ പറയുകയാണ്. ഞങ്ങള് കോവിഡിന്റെ സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായിട്ട് ഇടപെട്ടു, കോവിഡിന്റെ വാക്സിൻ എടുക്കരുത്. എന്നോട് പേഴ്സണലായിട്ട് ഇടപെട്ട കാര്യം ഞാൻ പറയുന്നത്. എന്നോട് പറഞ്ഞു നീ വാക്സിൻ എടുക്കരുത്. അപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ ജോലി സ്ഥലത്തും ഇങ്ങനെ വാക്സിൻ എടുത്താലേ ജോലി ചെയ്യാൻ കഴിയുള്ളൂ. അമേരിക്കയിലൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആക്കിയ നോട്ടീസ് വന്നിരുന്നു. അപ്പൊ എന്റെ ഹസ്ബൻഡ് ആ സമയത്ത് ഹോസ്പിറ്റലിൽ ഒരു അഡ്മിഷൻ കോർഡിനേറ്റർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് വാക്സിൻ എടുത്തില്ലെങ്കിൽ ജോലിയെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞു. എന്നാൽ എന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു എനിക്ക് വാക്സിൻ എടുക്കാൻ പറ്റത്തില്ല, എനിക്ക് താല്പര്യമില്ല. അച്ഛനോടും ഹോളി സ്പിരിറ്റ് സംസാരിച്ചു, എടുക്കണം. അപ്പോൾ അദ്ദേഹം എന്നോട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അച്ഛൻ പ്രാർത്ഥിക്കും. നിന്നോട് എന്തോ പറയുന്നത്? ഞാൻ പറഞ്ഞു ലെറ്റ് മീ പ്രേ, എനിക്ക് പ്രാർത്ഥിച്ചാലേ അറിയുള്ളൂ, എനിക്ക് എടുക്കണമെന്ന് മനസ്സിൽ വരുന്നില്ല, പക്ഷെ ഞാൻ ഒന്ന് പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കായിരുന്നു, കർത്താവ് എന്നോട് സംസാരിക്കും, ഞാൻ എടുക്കണം.
അപ്പം ഞങ്ങളുടെ ചർച്ചിലുള്ളവരും ഞങ്ങളുടെ ചുറ്റുമുള്ള എല്ലാവരും എടുത്തിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു ടെൻഡൻസി ഉണ്ടല്ലോ എടുക്കണമെന്നുള്ള, എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് നമുക്കും ചെയ്യണം. പക്ഷെ ഞാൻ ദൈവസന്നിധിയിൽ ഉപസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഉപസിച്ച് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ച വാക്കിതാണ്, ഈ തലമുറയിൽ ഒരു ശന്ദ്രക്കിനെ പോലെ, ഒരു മേശക്കിനെ പോലെ, ഒരു ദാനിയലിനെ പോലെ വ്യത്യസ്തനാകാൻ നീ തയ്യാറാണ്. ഇതായിരുന്നു ദൈവശബ്ദം. എനിക്ക് ആദ്യം മനസ്സിലായില്ല. ഞാൻ ചോദിച്ചു, കർത്താവ് എനിക്ക് വ്യക്തമാക്കിത്താ. കർത്താവ് ഇങ്ങനെ എന്നോട് വീണ്ടും പറഞ്ഞു, ഈ തലമുറയിൽ ഒരു ദാനിയലിനെ പോലെ, ഒരു ശന്ദ്രക്കിനെ പോലെ, ഒരു മേശക്കിനെ പോലെ നീ വ്യത്യസ്തനാകാൻ തയ്യാറാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എങ്ങനെയാ? അപ്പോൾ എങ്ങനെയാ ശന്ദ്രക്ക്, മേശക്ക്, ദാനിയേലൊക്കെ വ്യത്യസ്തനായിരുന്നത്? രാജാവ് കുടിക്കുന്ന വീഞ്ഞുകൊണ്ടും രാജാവ് കഴിക്കുന്ന ഭോജനം കൊണ്ടും ഞങ്ങളെ അശുദ്ധരാക്കിയില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, മറ്റുള്ളവർ എടുത്തോട്ടെ, പക്ഷെ നീ എടുക്കണ്ട, എനിക്ക് നിന്നിൽ കൂടി ഒരു കാര്യം ചെയ്തെടുക്കാനുണ്ട്. ഞാൻ പറഞ്ഞു, യെസ് ലോർഡ്, ഹിയർ ഐ ആം. ഞാൻ എടുക്കത്തില്ല. ഞാൻ അച്ഛനോട് പറഞ്ഞാൽ എന്നോട് പരിശുദ്ധാത്മാവ് എടുക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എടുത്തില്ല. അച്ഛൻ്റെ ജോലിയിൽ അത് ബാധിക്കുന്നു. അച്ഛൻ ഒരു റിലീജിയസ് എക്സെപ്ഷണൽ ഫോം ഉണ്ട് എടുക്കാൻ, നമ്മുടെ മതം ഇത് ചെയ്യുന്നില്ല എന്നുള്ളൊരു എക്സെപ്ഷണൽ ഫോം. അപ്പൊ അച്ഛൻ അത് ഞങ്ങളുടെ പാസ്റ്ററെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് അച്ഛൻ അത് കൊടുത്തു. തൽക്കാലം കുറച്ച് നാളും കൂടെ ജോലി ചെയ്യാം. അതിനുശേഷം പ്രഷർ കൂടിയപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ ജോലി ക്വിറ്റ് ചെയ്യുക. പെട്ടെന്ന് എല്ലാവരും പറഞ്ഞു, അബദ്ധമാണ് കാണിക്കുന്നത്. ഈ രാജ്യത്ത് 2 പേര് ജോലി ചെയ്തിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. ഞാൻ ജോലി ചെയ്യുന്നില്ല, ഞാൻ ഓൾറെഡി കർത്താവിന്റെ വേലയിലാണ്. അപ്പൊ എന്റെ ഹസ്ബൻഡും കൂടെ ജോലി നിർത്തിയാൽ എങ്ങനെ എന്നുള്ളൊരു വലിയ ചോദ്യം ഞങ്ങളുടെ മുമ്പിലുണ്ട്. എന്നാൽ അച്ഛൻ പറഞ്ഞു, ഞാൻ ജോലി ക്വിറ്റ് ചെയ്യുക. ബിക്കോസ് എനിക്ക് വാക്സിൻ എടുത്തുകൊണ്ട് ജോലി വേണ്ട. അച്ഛൻ ജോലി ക്വിറ്റ് ചെയ്തു. ജോലി ക്വിറ്റ് ചെയ്ത് കുറച്ച് മാസങ്ങൾ പോയി. പക്ഷെ ദൈവം നടത്തി കേട്ടോ. ഓരോ ദിവസവും അത്ഭുതകരമായി ഞങ്ങളെ നടത്തി. അത് എനിക്ക് പറയാനുള്ളൂ. അതൊക്കെ വലിയ സാക്ഷ്യങ്ങളാണ്. എന്നാൽ ദിവസങ്ങൾ മുന്നോട്ട് ഇപ്പൊ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് ഇന്ത്യയിൽ ഒന്ന് പോകണം. കാരണം എന്റെ കുഞ്ഞുങ്ങളെ, എന്റെ പപ്പായും എന്റെ സഹോദരങ്ങൾ ആരും കണ്ടിട്ടില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം അവരെ ഒന്നുകൊണ്ട് എന്റെ കുഞ്ഞുങ്ങളെ കാണിക്കണം. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 2021 ആരംഭം തൊട്ട് പ്രാർത്ഥിച്ചു. എന്നാൽ 2022 ആയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവ് എന്നാ പോകുന്നത്? അപ്പൊ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. എന്റെ മമ്മിയിൽ കൂടി മമ്മി ഇങ്ങനെ പ്രാർത്ഥിച്ചു, മോനെ നവംബർ അവസാനം നിങ്ങൾ നാട്ടിൽ വരുന്നതായിട്ട് പരിശുദ്ധാത്മാവ് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടോ, നിങ്ങൾ വരൂ എന്ന് പറഞ്ഞു. വരൂ എന്ന് പറഞ്ഞപ്പം എനിക്ക് കൺഫർമേഷൻ ആയി, ഞങ്ങൾ പോകും, ബാക്കിയെല്ലാം കർത്താവ് ചെയ്തോളൂ. എനിക്ക് 100% ഉറപ്പായി. ഞാൻ വിശ്വാസത്തോടുകൂടെ എന്റെ പിള്ളേർക്ക് പാസ്പോർട്ട് എടുത്തു. എന്റെ ഇന്ത്യൻ പാസ്പോർട്ട് എക്സ്പയർഡ് ആയിരുന്നു, ഞാനത് റിന്യൂവലിന് കൊടുത്തു. പിള്ളേർക്ക് 2 പേർക്കും വിസ വേണം, അവർക്ക് വിസ എടുത്തു. ഹസ്ബൻഡ് ഓൾറെഡി വിസ ഉണ്ട്. ഞങ്ങൾ പതുക്കെ കാര്യങ്ങൾ ക്രമീകരിക്കാൻ തുടങ്ങി. ദൈവമക്കളെ, ദൈവം ചെയ്തത്, നവംബർ 28-ാം തീയതിക്ക് വിശ്വാസത്തോടെ ഞാൻ ടിക്കറ്റ് കൊടുത്തു ഇന്ത്യയിൽ പോകാൻ. പക്ഷെ നിയമങ്ങൾ ഞങ്ങൾക്ക് എതിരാ. കാരണം എയർ സുവിധ വേണം, നാട്ടിൽ പോകണമെങ്കിൽ വാക്സിൻ എടുത്തിരിക്കണം, RT-PCR ടെസ്റ്റ് വേണം, എയർ സുവിധയ്ക്കകത്ത് കോവിഡ് വാക്സിൻ എടുത്തതിന്റെ അറ്റാച്ച് ചെയ്യണം, ഇതെല്ലാം ഉണ്ട്. നിയമങ്ങൾ എതിരാ. എന്റെ ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, വിശ്വാസത്തോടെ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞ് ഞാൻ ടിക്കറ്റ് എടുത്തു. എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞു, ഓക്കെ, വിഷമിക്കേണ്ട, നമുക്ക് എടുക്കാം. ഞങ്ങൾ നവംബർ 1st വീക്കാണ് ടിക്കറ്റ് എടുത്തത്. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഞാൻ നിന്നെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കേരളത്തിൽ വിടുമെന്ന്. അപ്പൊ പരിശുദ്ധാത്മാവ് ഓരോ ദിവസം എന്നോട് സംസാരിക്കുന്നുണ്ട്. നീ നാട്ടിൽ വരുന്നതും ഞാൻ ശുശ്രൂഷിക്കുന്ന എല്ലാം കർത്താവ് എന്നോട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ നാട്ടിൽ എത്തുമെന്ന്. പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അതിന് ഇതില്ലല്ലോ. അപ്പൊ എനിക്കൊരു കാര്യം വഴിയും കർത്താവ് ഒരുക്കും. അപ്പോൾ നവംബർ 14-ാം തീയതി ഞാൻ ഇങ്ങനെ ദിവസം പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവോട് പറഞ്ഞു, ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തീരുമാനം എടുക്കാൻ. അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് നാട്ടിൽ പോകുന്നത്, കൊച്ചുമക്കളാ. അപ്പൊ അവര് ഇന്ത്യയുമായിട്ട് അഡാപ്റ്റ് ആവും, അവിടുത്തെ ചൂടും നമുക്കറിയത്തില്ല ക്ലൈമറ്റ്. അപ്പൊ ഞാൻ ദിവസത്തിൽ പറയും, കർത്താവെ ചെറിയ പ്രായം തൊട്ട് അറിയാവുന്ന വിഷയങ്ങളുടെ നടുവിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ. ഞാൻ അപ്പൊ എന്റെ ഹസ്ബൻഡോട് പറഞ്ഞു, അച്ഛാ നമുക്ക് 7 ദിവസം ദിവസത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാം. ഞാനപ്പോ എന്റെ പ്രാർത്ഥന ബുക്ക് എടുത്തു. ഞാൻ അതിനകത്ത് ഓരോ വിഷയങ്ങൾ എഴുതി. അതിൽ ആദ്യത്തെ വിഷയം ഇതായിരുന്നു, കോവിഡ് ഫ്രീ ആയിട്ട്, അതായത് കോവിഡിന്റെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ ഞങ്ങൾക്ക് ഇന്ത്യയിൽ എത്തണം, കേരളത്തിൽ എത്തണം. കോവിഡിന്റെ ഒരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ. അതാണ് ആദ്യം എഴുതി വെച്ചത്. ഞാൻ പിന്നെ കർത്താവിനോട് പിന്നെ നല്ല യാത്രയ്ക്കും ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കാൻ മിനിസ്ട്രിക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, 14-ാം തീയതി തൊട്ട് 21-ാം തീയതി വരെ ഞാനും എന്റെ ഹസ്ബൻഡും രാവിലെ 10 മണി തൊട്ട് 2 മണി വരെ കരം കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഈ വിഷയത്തിന് വേണ്ടി. എല്ലാ ദിവസവും 7 ദിവസം ഉച്ച വരെ കരം കോർത്ത് പിടിച്ച് ഇതിനു വേണ്ടി മണിക്കൂറുകൾ കരയാൻ തുടങ്ങി. കർത്താവേ, ഞങ്ങൾക്കറിയില്ല, അങ്ങ് പറഞ്ഞ് ചെയ്യാൻ ഞങ്ങൾ ചെയ്തു, അങ്ങ് പറഞ്ഞ് അനുസരിക്കാൻ ഞങ്ങൾ അനുസരിച്ച്, ബാക്കി ഇനി നിന്റെ കരങ്ങളില്ല. അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഈ വിഷയത്തെ ഏൽപ്പിക്കുക. അങ്ങ് ഏറ്റെടുക്കണം, ഞങ്ങൾ ഇന്ത്യയിൽ എത്തിക്കണം എന്നുള്ളത് അങ്ങയുടെ ഉപദേശമാണെങ്കിൽ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടിയുള്ള വഴി തുറന്നു തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, എന്റെ ലൈഫിൽ ഒത്തിരി അനുഭവങ്ങൾ എനിക്ക് ജീവിതത്തിൽ പറയാനുണ്ട്, അതൊക്കെ ആസാദി കിടപ്പുണ്ട്. എന്നാൽ ഈ റീസെന്റ് 2022 എന്റെ ഹസ്ബൻഡിന്റെ കണ്ണുകൂടെ തുറന്നൊരു ടെസ്റ്റ് മണിയായിരുന്നു. അല്ലാത്തപ്പോൾ അതല്ല എന്റെ ടെസ്റ്റിമണിയാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ പോലും വർദ്ധിപ്പിച്ചു. നവംബർ 21-ാം തീയതി ഫാസ്റ്റിംഗ് കഴിഞ്ഞു. 7 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഇന്ത്യയിലോട്ട് യാത്ര തിരിക്കുക. ഞാൻ അന്നും ഫോൺ എടുത്ത് നോക്കിയപ്പോൾ നിയമങ്ങളെല്ലാം എതിരാ. ഇന്ത്യ വരുന്നവർ എയർ സുവിധ കൊണ്ടുവരണം, കോവിഡ് വാക്സിൻ എടുത്തതിന്റെ ഇത് അറ്റാച്ച് ചെയ്യണം,
RTCPR എടുക്കണം, എല്ലാം ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ചർച്ചിലുള്ള ആ ആഴ്ചയിൽ നാട്ടിൽ പോയ കുറെ പേരുണ്ട്. അവരൊക്കെ വന്ന് പറയുന്നുണ്ട് എയർസുവിധ ഇല്ലാതെ നാട്ടിൽ പോകാൻ പറ്റില്ല, വാക്സിൻ കാണിക്കണം, വാക്സിന്റെ ഡേറ്റ് പെർഫെക്റ്റ് ആയിരിക്കണം, ഡേറ്റിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ ഉടനെ തന്നെ അവർ അവിടെ എയർപോർട്ടിൽ നിന്ന് തന്നെ എവിടെ നിന്ന് എടുത്തു അവരെ കോൺടാക്ട് ചെയ്യും, നമ്മൾ ക്ലിയർ ചെയ്യാതെ അവർ കയറ്റി വിടത്തില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്തുക. അപ്പൊ ഒരു ദിവസം ഞാൻ ഒരു വ്യക്തിയായിട്ട് സംസാരിച്ചപ്പോൾ അന്ന് തന്നെ ഈ ഉപവാസം നടക്കുന്ന ദിവസം എന്നോട് പറഞ്ഞു, അക്സ എങ്ങനെ നാട്ടിൽ പോകും, വാക്സിൻ എടുത്തിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു കർത്താവ് എത്തിക്കും. എന്നിട്ട് ഞാൻ പെട്ടെന്ന് പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ ഒരു നിയോഗം പോലെ ഞാൻ ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് ഞാൻ പറഞ്ഞു, കഴിഞ്ഞ നാളുകളിൽ ദൈവം എനിക്ക് വേണ്ടി നിയമങ്ങളെ മാറ്റിയിട്ടുണ്ട്, അങ്ങനെയെങ്കിൽ ഇപ്പം നാട്ടി വിടണമെന്നുള്ള പരിശുദ്ധാത്മാവിന്റെ നിയോഗമാണ് ദൈവം എനിക്ക് വേണ്ടി നിയമങ്ങളെ മാറ്റുമെന്ന് പറഞ്ഞു. 21-ാം തീയതി ഫാസ്റ്റിംഗ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നിരിക്കുമ്പോൾ എന്നെ അന്ന് കാണാൻ ഒരു ആന്റി ഇവിടെ വന്നിട്ടുണ്ട്. ഞാനും ആന്റി കൂടെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഞങ്ങൾ ഇങ്ങനെ ദൈവവചനങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് പെട്ടെന്ന് എന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. ഞാനിപ്പോൾ ആരാണെന്നറിയാൻ ഇങ്ങനെ പെട്ടെന്ന് മെസ്സേജ് ഓപ്പൺ ചെയ്യുന്നപ്പോൾ ഒരു പ്രെയർ ലൈനിന്റെ ഒക്കലഹോമ എന്ന് പറഞ്ഞ പ്രെയർ ലൈനിന്റെ സൈറ്റിൽ വന്നിരിക്കുന്ന ന്യൂസ് ഇതാ, ഇന്ത്യ എയർ സുവിധ നിയമം എടുത്തു മാറ്റി. അപ്പം അന്ന് ഉച്ചയ്ക്ക് ഫാസ്റ്റിംഗ് കഴിഞ്ഞതേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് ഷോക്കായിട്ട് വീണ്ടും വായിച്ചു. അപ്പൊ ഇന്ത്യ എയർ സുവിധ എടുത്തു മാറ്റി. പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു, കർത്താവ്, ഇന്ത്യ എയർ സുവിധ എടുത്ത് മാറ്റിയിട്ട് കാര്യമില്ലോ, ഞങ്ങൾക്ക് കണക്ട് ചെയ്യേണ്ടത് ദുബായിയാണ്, ഒർലാൻഡോ ടു ദുബായ്. ദുബായിലെ UAE ഡിഫറെന്റ് നിയമമാണ്, UAE ഇന്ത്യയുടെ നിയമം കൊണ്ട് പോകാൻ പറ്റത്തില്ല. പെട്ടെന്ന് ഞാൻ നോക്കിയപ്പം നിയമങ്ങളുടെ ഓരോ ഗൈഡ് ലൈൻസ് വരുമോ, ഞാൻ പെട്ടെന്ന് ഗൈഡ് ലൈൻസ് നോക്കിയപ്പോ 21, 22 ഗൂഗിളിൽ ഇപ്പോഴും കിടക്കണം, നവംബർ 21 and 22, 23 ദിവസങ്ങളിലെല്ലാം നിയമങ്ങൾ ഓരോ രാജ്യത്തിന്റെ മാറാൻ തുടങ്ങി. ബൈ നവംബർ 24 രാജ്യങ്ങളുടെ നിയമത്തെ ദൈവം മാറ്റി. എന്തുവാണെന്നറിയാമോ, UAE പാസ് ചെയ്യുന്നവർക്ക് RTCPR വേണ്ട, കോവിഡിന്റെ വാക്സിൻ വേണ്ട. നേരത്തെ കോവിഡിന് മുമ്പ് എങ്ങനെയാ യാത്ര ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ മാസ്ക് പോലും വേണ്ട. ഞങ്ങൾ ഇന്ത്യയിൽ പോയത്, ഞാൻ എങ്ങനെ അമേരിക്കയിലോട്ട് 5 വർഷത്തിന് മുമ്പ് വന്നു അതുപോലെ ഞാൻ ഇന്ത്യയിൽ പോയത്, മാസ്കും വെച്ചില്ല, RTCPR സാധാരണ രീതി ജസ്റ്റ് ചെക്കിങ് ചെയ്യുക, ഫ്ലൈറ്റിൽ കയറുക, നാട്ടിൽ വരിക. എനിക്ക് അത്ഭുതമായി, കാരണം കർത്താവ് നിയമങ്ങളെ മാറ്റുന്ന ദൈവമാണെന്ന് എനിക്കറിയാം. എന്നാൽ ഇന്ത്യയുടെ നിയമത്തെ ദൈവം എനിക്ക് വേണ്ടി മാറ്റിയിട്ടുണ്ട്, എന്നാൽ മുഴു ലോകത്തിന്റെ നിയമം എനിക്ക് ഇതുവരെ മാറ്റിയിട്ടില്ല. എന്നാൽ അന്ന് ദിവസം എനിക്ക് മനസ്സിലായി, ദൈവ പൈതലെ, നിന്റെ മേൽ അഭിഷേകമുണ്ടോ, നിന്റെ മേൽ നിയോഗമുണ്ടോ, നിന്നെ ദൈവം ഒരു കാര്യം ദൗത്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടോ, അത് പൂർത്തീകരിക്കേണ്ടത് ദൈവത്തിന്റെ കടമയാ. പക്ഷെ നീ നിന്നു കൊടുക്കണം. യു ഷുഡ് ബി ഒബീഡിയന്റ്. മനസ്സിലാവുന്നുണ്ടോ? നീ ഒബീഡിയന്റ് ആയിരിക്കണം. നീ ദൈവസന്നിധിയിൽ താഴ്ത്തി, കർത്താവേ അടിയൻ ഇതാ, ഞാൻ റെഡിയാ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നിനക്ക് ആളുകൾ എതിരായെന്ന് വരും. ഞങ്ങൾ ഒത്തിരി കളിയാക്കൽ കേട്ടിട്ടുണ്ട്. ഇറ്റ് വാസ് നോട്ട് ഈസി. ഞങ്ങൾ മാത്രമോ വാക്സിൻ എടുക്കാൻ നിൽക്കുന്നവർ. അപ്പൊ ചിലർ പറഞ്ഞു ഞങ്ങൾ വാക്സിനെതിരായ ആൾക്കാരെ, വാക്സിനെതിരെ പ്രസംഗിക്കുന്നവരെ. ഞാൻ പറഞ്ഞു ഇതൊന്നുമില്ല, ഞാൻ ഒരിക്കലും വാക്സിനെതിരെ പ്രസംഗിച്ചിട്ടില്ല. ഞാൻ വാക്സിനെതിരല്ല. നിങ്ങൾക്ക് എടുക്കണമെന്നാണെങ്കിൽ നിങ്ങൾ എടുത്തു. പക്ഷെ എനിക്ക് എന്റെ കാര്യത്തിൽ പറയാം, എന്റെ അഭിഷേകം എന്റെ മേൽ പകർന്ന നിയോഗത്തിന് എതിരായതുകൊണ്ട് ഞാൻ എടുത്തില്ല. എന്തോരം കാര്യങ്ങൾ ചിലപ്പോൾ ദൈവാത്മാ നിങ്ങളോട് വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളോട് വ്യക്തിപരമായുള്ള കാര്യം, അതെല്ലാവർക്കും ബാധകമല്ല. ശിംശോന്റെ തലമുടി വെട്ടണമെന്നുള്ള ശിംശോന്റെ മേൽ പകർന്ന അഭിഷേകത്തിന്റെ പ്രത്യേകത മനസ്സിലാവുന്നുണ്ടോ? എല്ലാവരും അതുകൊണ്ട് മുടി വളർത്തണമെന്നാണോ? അല്ല, അത് ഡിഫറെന്റാ. എന്റെ മേലുള്ള നിയോഗം ഡിഫറെന്റ്. അത് പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചു, ഞാനത് ഏറ്റെടുത്തു. എന്നാൽ ഞങ്ങൾ തിരിച്ചു വരുന്നിടം വരെയും ദൈവം ആ നിയമങ്ങളെ അതുപോലെ വെച്ചു. ഞാൻ പറഞ്ഞ എന്തിനാ മനസ്സിലാവുന്നുണ്ടോ? കീപ് യുവർ ഐഡന്റിറ്റി. ദൈവം നിങ്ങളോട് പറഞ്ഞ ദൂത്, ദൈവം നിങ്ങളോട് പറഞ്ഞ വാക്തത്വങ്ങൾ ദൈവം നിവർത്തീകരിക്കും. പക്ഷെ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തരാകണം. 2 കാര്യങ്ങൾ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുന്നു. ഒന്ന്, എടുത്ത തീരുമാനത്തിലേക്കും പ്രതിഷ്ഠയിലേക്കും നേർച്ചയിലേക്കും മടങ്ങി വരണം. എവിടെയെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഏറ്റെടുത്ത് മടങ്ങി വരണം. പരിശുദ്ധാത്മാവ് കുറവുകൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നുണ്ട്. കാരണം എന്താണെന്നറിയോ? കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവ് നിങ്ങളോട് ഇടപെടുക. എടുത്ത നേർച്ചകൾ എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഈ ദിവസങ്ങളിൽ ക്ലിയർ ആക്കുമ്പോൾ നിങ്ങളുടെ വഴികൾ മൊത്തം പരിശുദ്ധാത്മാവ് ക്ലിയർ ചെയ്ത് തരും. 2, നിങ്ങൾ എവിടെ പോയാലും നിങ്ങളുടെ അഭിഷേകത്തെ കൂടെ കൊണ്ടുപോകണം. ജോലിയിൽ വേറൊരാള്, വീട്ടിൽ വരുമ്പോൾ വേറൊരു ഐഡന്റിറ്റി, സഭയിൽ വരുമ്പോൾ വേറൊരു ഐഡന്റിറ്റി. നോ. സഭയിൽ ആരാണോ അത് തന്നെയായിരിക്കണം വീട്ടിൽ. വീട്ടിൽ ആരാണോ അത് തന്നെയായിരിക്കണം നിങ്ങൾ ആയിരിക്കുന്ന സമൂഹത്തിൽ. നിങ്ങൾ അവിടെ ആരാണോ അത് തന്നെ ആയിരിക്കണം നിങ്ങൾ പോകുന്ന ഏത് വിഷയങ്ങളിലും. നിങ്ങളുടെ സ്കൂളിലായിക്കോട്ടെ, കോളേജിലായിക്കോട്ടെ, ജോലി സ്ഥലത്തായിക്കോട്ടെ. ക്യാരി യോർ ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങളുടെ അഭിഷേകത്തെ നിങ്ങൾ ക്യാരി ചെയ്യണം. ഈ ദിവസങ്ങളെല്ലാം പരിശുദ്ധാത്മാവിനെ പഠിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെ അനുസരിക്കും, പരിശുദ്ധാത്മാവിന് വേണ്ടി നിൽക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു ജനറേഷനെ പരിശുദ്ധാത്മാവ് നോക്കുക. ഈ ദിവസങ്ങളിൽ കർത്താവ് എനിക്ക് തന്നൊരു വെളിപ്പാടുണ്ട്. ആ വെളിപ്പാടിതാ ഈ ദിവസങ്ങൾ എന്നോട് വ്യക്തമായിട്ട് സംസാരിക്കുന്നേ. കർത്താവിനെ അനുസരിക്കുന്നില്ല പലരും. മനസ്സിലാവുന്നുണ്ടോ? പലരും പരിശുദ്ധാത്മാവിന്റെ നിയോഗത്തെ ചോദിക്കുന്ന പോലുമില്ല. മാനുഷികമായ തീരുമാനങ്ങൾ, മാനുഷികമായ നിയോഗങ്ങൾ. മനസ്സിലാവുന്നുണ്ട്? സഭാ നേതാക്കന്മാരൊക്കെ അങ്ങനെയായി. കർത്താവിനോട് നിയോഗം ചോദിക്കുന്നില്ല, സ്വയ തീരുമാനങ്ങൾ, സ്വയ ഇഷ്ടങ്ങൾ. എന്നാൽ ഈ കാലഘട്ടത്തിൽ ഒരു തലമുറയെ കർത്താവ് അന്വേഷിക്കുക. ദാനിയേലിനെ പോലെ, ശദ്രക്കിനെ പോലെ, ഹല്ലേലൂയ, മേശക്കിനെ പോലെ അഭിഷേകം ക്യാരി ചെയ്യുന്ന ഒരു തലമുറ. കർത്താവ് ആരെന്നും കർത്താവിനെ എങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ പരിചയപ്പെടുത്തണമെന്ന് നോക്കുന്ന ഒരു തലമുറ. ആ തലമുറയിലാകാൻ നിങ്ങൾ തയ്യാറാണോ? ഇന്ന് കർത്താവെ ഞാൻ റെഡിയാ.
സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഞാൻ പോകുന്നിട എല്ലായിടത്തും ഞാൻ സുവിശേഷം ക്യാരി ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് എന്റെ അനുഭവങ്ങളിൽ നിന്നാ. എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ സുവിശേഷം പറയുന്നത് കൊണ്ട് ഒരു വ്യക്തി ജീവിതമെങ്കിലും വിടുവിക്കപ്പെടും. ഞാൻ പറഞ്ഞില്ലേ, ചിലപ്പോൾ നമ്മൾ ക്യാരി ചെയ്യുന്ന ഒരു വാക്ക്, ഞാനൊരു മാസ്ക് ഇട്ടുകൊണ്ട് പോയുള്ളൂ, എന്നാൽ ആ മാസ്ക് കൂടി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവം അവരെടുത്ത തീരുമാനത്തെ മാറ്റാൻ അവരുടെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചെങ്കിൽ, നിങ്ങളായിരിക്കുന്ന ജോലി സ്ഥലത്ത് ഒരു പെന്തുക്കോസുകാരി എന്ന് പറയാൻ നാണത്തോടെയാണ് നിൽക്കുന്നെങ്കിൽ, പരിഹസിക്കുന്നവർ കാണും, കുറ്റപ്പെടുന്നവർ കാണും, സ്കൂളിലും കോളേജിലും എവിടെയായാലും ക്യാരി യുവർ ഐഡന്റിറ്റി. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ എന്റെ സ്കൂൾ ജീവിതവും കോളേജ് ജീവിതവും ഒക്കെ മാറി നോക്കുമ്പോൾ ഒറ്റപ്പെടലായിരുന്നു ഇവിടെ. കാരണം എന്നറിയോ, ഞാൻ സ്കൂളിൽ എവിടെ പോയാലും എൻ്റെ ഈ ബൈബിൾ ഉണ്ടായിരുന്നു. എന്നെ എല്ലാവരും കളിയാക്കുമായിരുന്നു. ഒന്നാമത് ഒത്തിരി ലോഡുണ്ട്, അതിന്റെ കൂടെ നീ വലിയ ബൈബിൾ ക്യാരി ചെയ്യുന്നുണ്ട് പറഞ്ഞോന്ന് എല്ലാവരും ചോദിക്കും. പക്ഷെ എന്റെ ഒരു പ്രത്യേകത ഏതായിരുന്നു, എന്റെ മമ്മി പറഞ്ഞു, മോനെ എവിടെ പോയാലും ദൈവവചനം ക്യാരി ചെയ്യണം കേട്ടോ, നടന്നു വേണം സ്കൂളിൽ പോകാൻ. എനിക്ക് അന്ന് എന്റെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ട് 50 രൂപ ST പോലും കൊടുക്കാൻ, 50 പൈസ ST പോലും കൊടുക്കാൻ എന്റെ പപ്പായ തരത്തിലായിരുന്നു. ഇല്ല, പപ്പ പറയും ഒരു മാസം ആകുമ്പോ എത്ര രൂപയാവും, അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 30 രൂപ വേണം. പപ്പ പറയും മോനെ അതില്ല പപ്പയുടെ കയ്യിൽ, എന്റെ കൊച്ച് നടന്നു പോക്കണം. പപ്പയൊക്കെ നടന്ന സ്കൂളിൽ പോയി, മോൻ നടന്നു പോക്കണം പറയും. 7 കിലോമീറ്റർ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. നടന്ന് സ്കൂളിൽ പോകുമ്പോഴും ഈ ലഗേജ് ഉണ്ട്, ഒത്തിരി ഉണ്ട് വെയിറ്റ്, അതിന്റെ കൂടെ ബൈബിളും. പക്ഷെ ഞാൻ ചെയ്യുന്ന ബാഗിനകത്ത് വെച്ചിട്ട് ബൈബിൾ കൈ വെച്ചോണ്ട് പോകുന്നത്, മനസ്സിലാകുന്നുണ്ട്? അങ്ങനെ പിടിച്ചോണ്ട് പോകും. അപ്പൊ എല്ലാവരും എന്നെ കളിയാക്കും സ്കൂളിൽ പോകും. പക്ഷെ എനിക്ക് ബ്രേക്ക് ടൈം കിട്ടുമ്പോൾ ചെയ്യുന്നത്, ഞാൻ ഈ ചുമ്മാ ഇരുന്ന് ബൈബിൾ വായിക്കും. എന്റെ ടേബിളിൽ ഇരുന്ന് എല്ലാവരും കളിക്കാനൊക്കെ പോകുമ്പോൾ ഞാൻ ഇരുന്ന് ബൈബിൾ വായിക്കും. പക്ഷെ ശ്രദ്ധിച്ചൊരു കാര്യം, ഞാൻ ഇങ്ങനെ ബൈബിൾ വായിക്കുമ്പോൾ കളിയാക്കുന്നവരുണ്ട്. നീ എന്നടി മടത്തി ചേരാൻ പോകണമെന്ന് ചിലർ ചോദിക്കും. മനസ്സിലാകുന്നുണ്ട്? അങ്ങനെയൊക്കെ കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഒരു കുട്ടി എന്റെ അടുക്ക വരും. അത് എല്ലാ ആഴ്ചയിലും എല്ലാ ദിവസവും അങ്ങനെ. എടി എന്നെ അടുക്കടി, നീ എന്തോ അടി വായിക്കുന്നേ, എനിക്ക് ബൈബിളിലെ കഥ ഇഷ്ടം, ഒന്ന് പറഞ്ഞു തരാമോ, നീ ഇപ്പൊ ഏത് കഥയെ വായിക്കും, ഇങ്ങനെയൊക്കെ ചോദിച്ച് പല കുഞ്ഞുങ്ങൾ വരും. പക്ഷെ ഞാൻ അവരുടെ ദൈവവചനം പറയാൻ തുടങ്ങി. മനസ്സിലാകുന്നുണ്ടോ? കർത്താവ് ആരെന്നും കർത്താവ് ചെയ്ത അത്ഭുതങ്ങളും അങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങളെ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, 12 വയസ്സുള്ളപ്പോഴാണ് ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിക്കുന്നത്. അഭിഷേകം പ്രാപിച്ച് വരുന്ന സമയം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ഭയങ്കര തീഷ്ണതയാണ്. മനസ്സിലാകുന്നുണ്ടോ? ഭയങ്കര തീഷ്ണത. ഞാൻ എവിടെ പോയാലും എനിക്ക് എപ്പോഴും സൂചന പറയണം എന്നുള്ള ചിന്ത. വഴിയെ നടന്നു പോകുമ്പോഴൊക്കെ സൂചന പറഞ്ഞോണ്ട് പോകും. അപ്പൊ ഞാൻ ക്ലാസ്സിലായിരിക്കും, എനിക്ക് എപ്പോഴും സൂചന പറയണം. അല്ലെങ്കിൽ എനിക്ക് ഒരാളോടെങ്കിലും സൂചന പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം. അപ്പൊ ക്ലാസ്സിൽ പോയി ഇങ്ങനെ സൂചന പറയും. അന്ന് അതിന്റെ മഹത്വം മനസ്സിലായില്ല, ഞാൻ അങ്ങ് പറഞ്ഞു. പക്ഷെ ഈ ദിവസങ്ങളിൽ എന്റെ ടെസ്റ്റിമണി കണ്ടിട്ട് എന്റെ പഴയ കുറെ ഫ്രണ്ട്സ് എന്നെ കോൺടാക്ട് ചെയ്തു, എൻ്റെ കൂടെ 7ലും 8ലും പഠിച്ച കുഞ്ഞുങ്ങൾ. അപ്പൊ അവര് പറഞ്ഞൊരു കാര്യമുണ്ട്, എടി നീ അന്ന് പറഞ്ഞത് നീ ഓർത്ത് ഞങ്ങൾ ആരും ഓർക്കുന്നില്ലെന്ന്. നീ നിന്റെ സാക്ഷ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ സത്യമായിട്ട് ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിന്റെ വിഷമസന്ധികളിൽ അക്സ അന്ന് പറഞ്ഞ ഓരോ വാക്കും ഞാൻ ഓർക്കാറുണ്ടടാ. മനസ്സിലാവുന്നുണ്ടോ? നിന്റെ കോൺടാക്ട് നമ്പർ കിട്ടാൻ ഞങ്ങൾ കൊതിച്ച സമയമുണ്ട്. അതിലൊരു കൊച്ചു പറഞ്ഞു, നിനക്ക് ഓർമ്മയുണ്ടോ, നീ അന്ന് എന്നെ രക്ഷയിലേക്ക് നയിച്ചായിരുന്നു, നീ ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ ഓർക്കുന്നില്ലടാ. നീ എന്നെ അന്ന് രക്ഷയിലേക്ക് നീ എന്നെ യേശുവിനെ പരിചയപ്പെടുത്തി. ഞാൻ ഇന്ന് ബോംബെയിൽ രക്ഷിക്കപ്പെട്ടു, സ്നാനോട് ഹിന്ദുവാ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇന്ന് ഞാനൊരു ചർച്ചിലെ അംഗമാണ്. എനിക്കത് കേട്ടപ്പോൾ വളരെ സന്തോഷം. അതുകൊണ്ട് പറഞ്ഞു, നിന്റെ അപ്പം വെള്ളത്തിന്മേൽ എറിയുക, ഏറിയ നാൾ കഴിഞ്ഞും അത് നിനക്ക് തിരികെ ലഭിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, നീ എവിടെ പോയാലും നിങ്ങൾ എവിടെയായിരുന്നാലും സുവിശേഷം പറയാൻ മറക്കല്ലേ. ഇത് അന്ത്യകാലമാണ്. നിങ്ങളുടെ ചുറ്റുമുള്ള ഓരോ വ്യക്തികളെ കുറിച്ച് നിങ്ങൾക്ക് ആത്മഭാരം വേണം, പ്രത്യേകിച്ച് തലമുറകളെ കുറിച്ച് ആത്മഭാരം വേണം. നിങ്ങളുടെ തലമുറകൾ കൈവിടപ്പെട്ടു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ഉത്തരവാദിത്തത്തിലേക്ക് മടങ്ങി വരിക, നേർച്ചയിലേക്ക് മടങ്ങി വരിക. ദൈവത്തെ ഭയപ്പെട്ട്, നീയോ ദൈവത്തെ ഭയപ്പെടുക. ദൈവത്തെ ഭയപ്പെട്ട് നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങൾ ക്യാരി ചെയ്യണം. മറഞ്ഞിരിക്കാനുള്ളവരല്ല നമ്മൾ. മനസ്സിലായോ? ഇനി പീഡാകാലത്തിന്റെ സമയം വരിക. ഒത്തിരി പീഡകൾ ഇപ്പൊ പലയിടത്തും നമ്മൾ കേട്ടോണ്ടിരിക്കുക. ഇന്നലെ അമേരിക്കയിൽ ഞങ്ങളെ ഷോക്ക് ചെയ്തൊരു ന്യൂസ് അറിഞ്ഞു. ഒരു ചർച്ചിന്റെ സ്കൂളിൽ ഒരു ട്രാൻസ്ജെൻഡർ പെണ്ണ്, ആണാണ് എന്നാൽ പെണ്ണായി, ട്രാൻസ്ജെൻഡർ, നിങ്ങൾക്കൊക്കെ ആ വാക്കറിയും. ആ കുട്ടി സ്കൂളിലേക്ക് കയറി വന്നിട്ട് തോക്ക് ഉപയോഗിച്ച് 3 വ്യക്തികളെ കൊന്നു. 3 അഡൽറ്റ് ആൻഡ് 3 പിള്ളേർ, കുഞ്ഞുമക്കൾ. അതിലൊരു കൊച്ചു പാസ്റ്ററുടെ മോളായിരുന്നു, 9 വയസ്സ് പ്രായമുള്ള ഒരു മകൻ. ഒന്ന് ഓർത്ത് നോക്കിക്കേ ഇന്നത്തെ ലോകം. ഒരു വ്യക്തി കടന്നു പോകുന്ന പ്രഷർ, ഓടി വന്ന് എന്താ ചെയ്യുന്നത്? തോക്കെടുക്കുക, വീട്ടിൽ നിന്ന് തോക്കെടുത്തുകൊണ്ട് വരിക, ക്ലാസ് റൂമിലേക്ക് കയറുക, കണ്ണി കണ്ടവരെ എല്ലാം വെടിവെക്കുക. എത്ര ജീവനുകൾ ഇന്നലെ പൊഴിഞ്ഞെന്നറിയാമോ? ആ വ്യക്തിക്കും അതിന്റെ ജീവൻ പോയി, കാരണം പോലീസുകാർ വെടിവെച്ചു. എന്നാൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ, നമ്മുടെ തലമുറകളൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എവിടെയെങ്കിലും വിടാൻ പറ്റുമോ? എന്നാൽ അവർ അഭിഷേകം ക്യാരി ചെയ്യുന്നവരാണെങ്കിൽ ഒരു പേടിയുടെയും കാര്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ഈ അമേരിക്കയിൽ ഒത്തിരി ആന്റിമാരുടെ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വൈറ്റ് ലേഡിയുടെ, ഇവിടെ ജനിച്ചു വളർന്ന ഒരു സ്ത്രീയുടെ ടെസ്റ്റിമണി കേൾക്കുവാനാണ്. എന്നെ ഭയങ്കര ടച്ച് ചെയ്തു. പുള്ളിക്കാരി ഒരു ദിവസം ഒരു ഷോപ്പിംഗ് മാളിൽ ഷോപ്പ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ആക്രമികൾ കയറി വന്നിട്ട് പെട്ടെന്ന് തോക്ക് ചൂണ്ടി, ചുറ്റുമുള്ള പലരെയും തോക്ക് ചൂണ്ടി പേടിപ്പിച്ചു, പലരെയും പേടിപ്പിച്ചു. ഇങ്ങനെ പേടിപ്പിച്ച കൂട്ടത്തിൽ ഈ പുള്ളിക്കാരിയുടെ അടുത്തിലേക്ക് വന്നിട്ട് പറഞ്ഞു, പൈസയും പേഴ്സും തലിപ്പ് നിന്നെ കൊന്നുകളയും. എന്നാൽ പുള്ളിക്കാരി ചെയ്തെന്താണെന്നറിയോ?
യേശുവിന്റെ നാമത്തിൽ നീ നിൽക്കുന്നിടത്ത് നിൽക്കണമെന്ന് പറഞ്ഞു, കൽപ്പിച്ചു. മനസ്സിലാവുന്നുണ്ട്? അതാ ഞാൻ പറയുന്നത്. നിന്റെ അഭിഷേകം വീട്ടിൽ വെച്ചിട്ട് പോകണതല്ല. ഷോപ്പിങ്ങിന് പോകുമ്പോൾ യു ഹാവ് ടു ക്യാരി യുവർ ഹോളി സ്പിരിറ്റ്. നിന്റെ അഭിഷേകം നീ പോകുന്നിടത്തൊക്കെ കൊണ്ടുപോകേണ്ടതാ. മനസ്സിലാവുന്നുണ്ടോ? ആ ദൈവദാസി പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ നിൽക്കാൻ കൽപ്പിക്കുന്നെന്ന് പറഞ്ഞു. അവിടെ പോലീസുകാർ വരുന്നിടം വരെ നടന്ന സംഭവ. പോലീസുകാർ വരുന്നിടം വരെ അവൻ അങ്ങനെ നിന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. ന്യൂസിനകത്ത് വന്നതാ. അത് ഫ്ലാഷ് ന്യൂസ് ആയിട്ട് വീണ്ടും വീണ്ടും വന്നു. മനസ്സിലാകുന്ന? പോലീസുകാർ വരുന്നിടം വരെ അവൻ തോക്കും പിടിച്ച് സ്റ്റാച്യു ആയിട്ട് നിന്ന്, മാറാൻ പറ്റുന്നില്ല. അപ്പൊ എല്ലാവരും ചോദിച്ചു ഇത് എന്താ സംഭവിച്ചത്? അപ്പോൾ അവള് പറഞ്ഞൊരു കാര്യമുണ്ട്, ഐ ജസ്റ്റ് സെഡ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. അപ്പൊ പോലീസുകാരോട് പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ ജീസസിന്റെ പേര് മായ്ച്ചിട്ട് എഴുതരുതെന്ന്. ആ അമ്മച്ചി പറയുക, നീ എഴുതി വരുമ്പോഴേ സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോ ആ വാക്ക് മറക്കരുതെന്ന്. ഏതാ? യേശുവിനെ എല്ലാവർക്കും മറക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോ, പോലീസുകാർ സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോഴേ യേശുവിന്റെ നാമം എഴുതാൻ മറക്കരുത്, അതൊന്ന് എഴുതിയേക്കണേ എന്ന് എടുത്തു പറഞ്ഞമ്മ. കാരണം എന്താ? അപ്പുള്ളിക്കാരിയുടെ ആ ന്യൂസ് റിപ്പോർട്ടേഴ്സിനോട് പറഞ്ഞത് പലരും അത് മറന്നു പോവാ. പക്ഷെ ആ വാക്കിന് ഭയങ്കര ശക്തി ഉണ്ടെന്ന്. മനസ്സിലായ ഞാൻ ഈ പറയുന്നത്? നമ്മുടെ നിസ്സാരമായ വാക്കായിട്ട് കാണരുത്. ഞങ്ങൾക്ക് ഇവിടെ ഒരു ഹാലോവീൻ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അമേരിക്കയിൽ. പല രാജ്യങ്ങളുണ്ട് ഹാലോവീൻ. സാത്താനെ വർഷിപ്പ് ചെയ്യുന്ന ഒരു ദിവസമാണ്. ഈവൻ പെന്തക്കോസ്തുകാർ ചെയ്യുന്നുണ്ട് ഹാലോവീൻ. സമൂഹത്തിലുള്ള എല്ലാവരും ചെയ്യുക. അതൊരു തമാശയായിട്ട് എടുക്കും, പിള്ളേരുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതെന്നാ പറയുന്നത്. പക്ഷെ ഇതിനകത്തൊക്കെ വ്യാപരിക്കുന്ന അന്ധകാര ശക്തിയുണ്ട്. ഒരു ദിവസം ഞാൻ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ ഞങ്ങളുടെ പോകുന്ന യാത്രയിൽ എല്ലാ വീടിന്റെ വാതിക്കൽ ഇങ്ങനെ അസ്ഥികൂടവും ഇങ്ങനെയൊക്കെ വെച്ചേക്കുക. കാണുമ്പോൾ തന്നെ നമുക്ക് വെറുപ്പ് തോന്നുന്ന പല രൂപങ്ങൾ. ഇപ്പം ഞങ്ങളുടെ വീടിന്റെ നേരെ പുറകിലുള്ള വീട്ടില് ഞങ്ങൾക്കിപ്പോ ഒരു വലിയ അസ്ഥികൂടം, ഭയങ്കര ഒരു വികൃത രൂപമാണ്. അപ്പം ഞാൻ ഇങ്ങനെ വണ്ടി ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ എന്റെ കുഞ്ഞുങ്ങളുണ്ട് അടുത്ത്. അപ്പം എന്നോട് എന്റെ മോള് പറയും, മമ്മി അതെന്തുവാ അത്? ഞാൻ പറഞ്ഞു ഡോണ്ട് ലുക്ക്, ദിസ് ഓൾ സൈറ്റാനിക് സ്റ്റഫ്, നോക്കരുന്നു. അപ്പൊ കൊച്ചിനോട് പറയും, മമ്മ അത് പേടിപ്പിക്കുക, ഇറ്റ് ലുക്സ് ലൈക്ക് പേടിയാ. ഞാൻ പറഞ്ഞു ഡോണ്ട് വറി മോനെ. പെട്ടെന്ന് ഹോളി സ്പിരിറ്റ് എന്നോട് പറഞ്ഞു വണ്ടി റിവേഴ്സ് ചെയ്യാൻ. ഞാൻ പെട്ടെന്ന് വണ്ടി റിവേഴ്സ് ചെയ്തു. ആരും ഇല്ല റോഡില്. ഞാൻ പെട്ടെന്ന് ആ അസ്ഥികൂടത്തിന്റെ നേരെ കൈ വെച്ചിട്ട് പറഞ്ഞു യേശുവിന്റെ നാമത്തിൽ തകർന്നു വീഴട്ടെന്ന് പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ തകർന്നു വീഴട്ടെ. ഞാൻ താമസിക്കുന്ന ഈ നെയ്ബർഹുഡിൽ നിന്റെ വാഴ്ച ഇവിടെ വേണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞിട്ട് ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്ത് പോയി. എന്റെ ഹസ്ബൻഡ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. വണ്ടി ഡ്രൈവ് ചെയ്ത് പോയി. ഞങ്ങൾ കുഞ്ഞുങ്ങളെ സ്കൂളാക്കി തിരിച്ചു വന്ന് ഞാൻ നോക്കിയപ്പോ ഉണ്ടല്ലോ, ഈ അസ്ഥികൂടം നിന്നെടുത്ത് അസ്ഥികൂടം ഇല്ല. ഞാൻ നോക്കിയപ്പോ അത് നേരെ കമണ് വീണ് കിടക്കുന്നു. വൈകുന്നേരം വന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു ആ കവണി വീണ സാധനം വീണ്ടും അവിടെ ഉയർന്നു നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. അതിനവിടെ വീണ്ടും ആ അപ്പച്ചനും അമ്മച്ചി ഉയർത്തി നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പേടിക്കേണ്ട, അത് അവിടെ നിൽക്കത്തില്ല, ഓൾറെഡി ആ ശക്തിയെ വെട്ടിയത്, ഇനി അവിടെ നിൽക്കത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അങ്ങോട്ട് നടന്നിട്ട് വീണ്ടും കൈവച്ചിട്ട് പറഞ്ഞു ഇനി മേല നിന്നെ ഇവിടെ കണ്ടേക്കരുത്. ഇത് ദൈവമക്കൾ താമസിക്കുന്ന ടെറിട്ടറി, ഇതിനകത്ത് നീ വേണ്ട, ഇവിടെ ഒരു ശക്തി മതി. ഈ ശക്തി ഞങ്ങളെ ദൈവം ഈ നെയ്ബർഹുഡിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് പർപ്പസ് ഉണ്ട്. ഞാൻ ഈ നെയ്ബർഹുഡിനെ യേശുവിന്റെ രക്തം കൊണ്ട് മുദ്രയിടുന്നു. ഇവിടെ വ്യാപരിക്കുന്ന അന്ധകാര ശക്തി ഇപ്പൊ തന്നെ ഈ സ്ഥലം വിട്ട് പൊക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇത് പ്രാർത്ഥിച്ച് ഞാൻ തിരികെ പെട്ടെന്ന് ഒരു സൗണ്ട് കിട്ടി. ഞാൻ നോക്കി ഇത് വീണ്ടും പോയിട്ട് ഇതിന്റെ കൈയും കാലും എല്ലാം ചെതറിപ്പോയി. എന്റെ ഹസ്ബൻഡ് ഇതുകൊണ്ട് പേടിച്ചു. ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് there is power in the name of Jesus. ഞാനിത് പറയുന്നത് എന്താ പറയാ, എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടതും അനുഭവിച്ചതുമാണ്. ദൈവമക്കളെ തമാശയെ കാണല്ലേ. നിന്നെ മേൽ പകർന്ന അഭിഷേകം തമാശനല്ല. മനസ്സിലാവുന്നുണ്ടോ? മല പോലെ നിൽക്കുന്ന ഗോലിയാത്യ ശക്തിക്ക് നേരെ നോക്കി ഇന്ന് രാത്രികാലം പറയാമോ, ഇന്ന് നിന്നെ ദൈവം എന്റെ കയ്യിലേൽപ്പിക്കും. എന്റെ തലമുറയെ ഒടുക്കാൻ നോക്കുന്ന, എന്റെ തലമുറയെ വലിച്ചുകൊണ്ട് പോകുന്ന, ലോകത്തിലേക്ക് ഇറക്കിക്കൊണ്ടു പോകുന്ന, ഹല്ലേലൂയ, ഫോണിന് അഡിക്ഷൻ വരുത്തുന്ന അന്ധകാര മണ്ഡല ശക്തിയെ ഇന്ന് നിന്നെ ദൈവം എന്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കുക. ഇന്ന് ഞാൻ നിന്റെ തല ഛേദിച്ച് കളയുന്ന എത്ര അഭിഷക്തന്മാർക്ക് പറയാൻ കഴിയും? ഒന്ന് പറയാമോ? എന്റെ ജീവിതത്തിൽ പലപ്പോഴും അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സ്വഭാവമായിക്കോട്ടെ, നിങ്ങളിൽ വ്യാപരിക്കുന്ന ദേഷ്യത്തിന്റെ സ്വഭാവമായിക്കോട്ടെ, തലമുറയിൽ കാണുന്ന ദേഷ്യം, തലമുറയിൽ കാണുന്ന വാശി, വൈരാഗ്യം, അത് കുഞ്ഞുങ്ങളുടെ കുറ്റമല്ല, അവർ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളാണ്. മനസ്സിലാവുന്നില്ല? രാത്രിയുടെയൊക്കെ യാമങ്ങളിലെ മാതാപിതാക്കൾ തലയെ കൈവച്ച് പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളുടെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കണം. ഇവർ സ്കൂളിൽ പോകുമ്പോൾ ഇവരുടെ കൂട്ടുകെട്ടുകൾ എങ്ങനെയെന്ന് നമുക്ക് അറിയത്തില്ല, എവിടെയും പോയി വാച്ച് ചെയ്യാൻ കഴിയത്തില്ല. എന്നാൽ നിങ്ങളുടെ മേൽ പകർന്ന അഭിഷേകത്തിന് ഇത് മനസ്സിലാക്കാൻ കഴിയും. രാത്രിയുടെ യാമങ്ങളിൽ തലയെ കൈവച്ച് പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ എന്റെ തലമുറയുടെ മേൽ വ്യാപരിക്കുന്ന ദേഷ്യത്തിന്റെ ആത്മാവ്, വാശിയുടെ ആത്മാവ്, അസൂയയുടെ ആത്മാവ്, എല്ലാത്തിനെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അതിനകത്ത് പവർ ഉണ്ട് ദൈവമക്കളെ. ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർക്ക് അതിന്റെ വില അറിയാം. എത്ര പേര് ദിവസങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നുണ്ട്? ഞാൻ എപ്പോഴും പറയും, മലയാളത്തിൽ പ്രാർത്ഥിച്ചാൽ പിശാചിന് അറിയാം, ഇംഗ്ലീഷിൽ പ്രാർത്ഥിച്ചാലും പിശാചിന് അറിയാം. എന്നാൽ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന മാത്രം പിശാചിന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? മണിക്കൂറുകൾ ദൈവസന്നിധിയിൽ ആത്മാവിൽ പ്രാർത്ഥിക്കണം. നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുമ്പോൾ ഉള്ള നമ്മുടെ റലം വേറെയാണ്. മനസ്സിലാകുന്നുണ്ടോ? ആത്മാവിൽ പ്രാർത്ഥിച്ച് എഴുന്നേൽക്കുന്നവർ എവിടെ പോയാലും ശത്രുവിനെ മനസ്സിലാക്കാൻ കഴിയും. വെറുതെ പ്രാർത്ഥിച്ചിട്ട് പോകുന്നതും ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതും രണ്ടും രണ്ടാ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞ ബുദ്ധിയിലും പ്രാർത്ഥിക്കും, ആത്മാവിലും പ്രാർത്ഥിക്കും. ബുദ്ധിയിൽ ഏവർക്കും പ്രാർത്ഥിക്കാം, എന്നാൽ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കെതിരെ വരുന്ന ശത്രുവിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രാത്രിയുടെ യാമങ്ങളിൽ ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ
പിറ്റേ ദിവസം നമുക്ക് നേരെ വരുന്ന ശത്രുവിന്റെ അവൻ ഒരുക്കി വെച്ചിരിക്കുന്ന പ്ലാനുകളെല്ലാം തകരുവാനിടയായിത്തീരും. ആകയാൽ ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവ് ഇങ്ങനെ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ മേൽ പകർന്ന അഭിഷേകത്തെ ഉപയോഗിക്കുക. എവിടെയായിരുന്നാലും ഉപയോഗിക്കുക. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളാണോ? വെറുതെ ചെയ്യാത്ത കാര്യത്തിന് ഭർത്താവ് വഴക്ക് പിടിക്കുവാണോ? വെറുതെ നിങ്ങൾക്ക് തന്നെ കാര്യം അറിയത്തില്ല, വെറുതെ കുടുംബത്തിനകത്ത് അസമാധാനത, അസ്വസ്ഥത. മനസ്സിലാകുന്നുണ്ടോ? മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എഴുന്നേറ്റ് പ്രഖ്യാപിക്കണം, ശത്രുവേ, ഇത് കർത്താവിനാൽ വീണ്ടെടുക്കപ്പെട്ട കുടുംബമാ, ഞാനും എന്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. നിനക്ക് എന്റെ കുടുംബജീവിതത്തിൽ കാര്യമില്ല, നിനക്ക് എന്റെ തലമുറയുടെ വിഷയത്തിൽ കാര്യമില്ല, നിനക്ക് എന്റെ ആത്മീയ ജീവിതത്തിൽ കാര്യമില്ല. ഇന്ന് രാത്രി കാലം പിശാചിനോട് പറയണം, ഇന്ന് രാത്രി ഇറങ്ങിക്കോണം എന്റെ വീട്ടിൽ നിന്ന്. മനസ്സിലായോ? അന്ധകാര മണ്ഡല ശക്തികളോട് കൽപ്പിക്കാൻ ധൈര്യമുണ്ടാകും. ആർക്ക് കഴിയും? അഭിഷേകം പ്രാപിച്ചവനെ കഴിയും. അതുകൊണ്ട് ദാവീദ് വെല്ലുവിളിച്ചത് ഗോലിയാത്തിനെ. ആകയാൽ ഇന്ന് രാത്രികാലം അല്പസമയം നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വേർതിരിക്കാം. ദൈവവചനം നിങ്ങൾ കേട്ടല്ലോ. ഇന്ന് രാത്രികാലം എത്ര പേര് സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു? പരിശുദ്ധാത്മാവ് നിങ്ങളോട് ഇടപെടട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ ചിലരോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നുണ്ട്, എനിക്കറിയാം. പരിശുദ്ധാത്മാവ് തൊടുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. സ്പിരിറ്റില്, ആത്മാവിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അല്പനേരം ആത്മാവിൽ അന്യഭാഷയുടെ കൃപാവരങ്ങൾ ലഭിച്ചവർ അന്യഭാഷയെ പ്രാർത്ഥിക്കണം. അല്ലെങ്കിൽ കഴിവതും എല്ലാവരും ആത്മാവിലൊന്ന് പ്രാർത്ഥിക്കാമോ? ബിക്കോസ് ആത്മാവിലുള്ള പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഫലം. മനസ്സിലാവുന്ന ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ചു എല്ലാ ദൈവമക്കളും. നിങ്ങളെ തന്നെ നിങ്ങൾ ആയിരിക്കുന്ന സാഹചര്യം ഏതുമായിക്കോട്ടെ,